അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഫഇന്ന ഖൈറൽ കലാമി കലാമുല്ലാഹ് വഖൈറൽ ഹദീ ഹദിയു സയ്യിദിനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വശറൽ ഉമൂരി മുഹ്ദസാത്തുഹാ വകുല്ല മുഹ്ദസത്തിൻ ബിദ്അ വകുല്ല ബിദ്അത്തിൻ ളലാല വകുല്ല ളലാലത്തിൻ ഫിന്നാർ. പ്രിയമുള്ള സുഹൃത്ത് അയ്യൂബ് മലവി, സദസ്സിൽ ഇരിക്കുന്ന പ്രിയ വിദ്യാർത്ഥികളെ, നാം ഇപ്പോൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയം പാരമ്പര്യവും സലഫിസവും എന്നുള്ള വിഷയമാണ്. പാരമ്പര്യം എന്ന് പറയുന്നത് ഇസ്ലാമിൻ്റെ യഥാർത്ഥ തനിമയാണ്. കാലാകാലങ്ങളിലായി വന്ന മാറ്റങ്ങൾക്ക്, ഇസ്ലാമിൻ്റെ അടിസ്ഥാനപരമായ നയങ്ങളോട് വിരുദ്ധമായ രീതിയിലുള്ള മാറ്റങ്ങൾക്ക് വഴങ്ങാതെ അതിൻ്റെ തനിമ നിലനിർത്തി കൊണ്ടുപോകുന്നവർ എന്നുള്ളതാണ്. എന്നാൽ ഈ പാരമ്പര്യത്തിൻ്റെ നേരെ ഓപ്പോസിറ്റിലായിട്ട് സലഫിസമാണ് ഇവിടെ വരുന്നത്. അതെങ്ങനെയെന്നുള്ളതാണ് നമ്മൾ ചെറിയ രീതിയിൽ നാം ഇവിടെ ചിന്തിക്കുന്നത്. യഥാർത്ഥത്തിൽ സലഫിസം എന്ന് പറയുന്നത് സലഫുകളുമായിട്ട് ബന്ധമില്ലാത്ത ഒരു പേരാണ്. പാരമ്പര്യത്തിൽ ഊന്നി നിന്നുകൊണ്ടുള്ളവർക്ക് മാത്രമേ സലഫിസം അവകാശപ്പെടാൻ മാർഗമുള്ളൂ. ഒരു ഉദാഹരണം പറഞ്ഞാൽ, മദ്ഹബ് പിൻപറ്റുക എന്നുള്ളത്, മദ്ഹബ് സ്വീകരിക്കുക എന്നുള്ളത് മാത്രം എടുത്തു നോക്കാം. ഇന്നത്തെ സലഫികളുടെ മദ്ഹബിനോടുള്ള സമീപനം എന്താണ്? നമുക്കെല്ലാവർക്കും വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുന്നു. മദ്ഹബിനോടുള്ള സമീപനം നിഷേധാത്മകമാണ്. മദ്ഹബ് വിരോധമാണ് അവർ പ്രകടിപ്പിക്കുന്നത്. ഒന്നുകിൽ മദ്ഹബ് അത് ഷിർക്കുൽ കുഫറിലേക്ക് എന്നവർ അവകാശപ്പെടുന്നു. ഷൗക്കാനിയൊക്കെ അതാണ് പറഞ്ഞത്. ഇത്തഖദു അഹ്ബാറഹും വറുഹ്ബാനഹും അർബാബം മിൻ ദൂനില്ലാഹ്. മദ്ഹബിൻ്റെ ഇമാമുകളെ, അയിമത്തുകളെ അംഗീകരിക്കൽ റബ്ബിനെ സ്വീകരിക്കലാണ്. ഇത്രയും എക്സ്ട്രീമിലുള്ള ഒരു വാദമാണ് ഷൗക്കാനിയെ പോലുള്ളവർ മുന്നോട്ട് വെക്കുന്നത്. അതേവസരത്തിൽ മദ്ഹബ് സ്വീകരിക്കൽ ബിദ്അത്താണ് എന്ന് പറയുന്നവർ, മദ്ഹബ് സ്വീകരിക്കൽ ബിദ്അത്താണെന്ന് പറഞ്ഞ ഇസ്ലാമിക ചരിത്രത്തിൽ ആദ്യമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് ലാഹിരിയാക്കളെയാണ്. ലാഹിരിയത്തിനെ കുറിച്ച് കേൾക്കാത്തവരുണ്ടാവില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇന്ന് ലാഹിരിയത്ത് എന്ന് പറയുന്നൊരു വിഭാഗം നമുക്ക് പ്രത്യക്ഷത്തിൽ എവിടെയും കാണാൻ കഴിയില്ല. പക്ഷേ ലാഹിരിയത്താണ് ഇവിടെയുള്ള സുന്നത്തെ ജമാഅത്ത്, അശായിറത്ത്, മാതൂരിദത്തല്ലാത്ത എല്ലാ വിഭാഗങ്ങളിൽ, പ്രത്യേകിച്ച് സലഫിസത്തിൽ ലാഹിരിയത്താണ് പ്രകടമായിക്കൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ലാഹിരിയത്തിൻ്റെ വിശ്വാസമാണ് അവരെ വരിഞ്ഞു മുറുക്കിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും. പ്രഥമ ദൃഷ്ട്യാ ചില സലഫികളൊക്കെ തന്നെ എതിർക്കും. ലാഹിരിയത്തുമായിട്ട് എന്ത് ബന്ധം ഞങ്ങൾക്ക്? ഞങ്ങൾ സലഫികളാണെന്നാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ സലഫികൾ ലാഹിരികളാണ്. ബിദ്അത്തിനോട് നിരന്തരമായി കലഹിച്ചു കൊണ്ടിരിക്കുന്ന പ്രവണതയാണ് ലാഹിരിയത്ത് ആദ്യം മുതൽ ചെയ്തു വന്നത്. മുമ്പ് ഷാഫി മദ്ഹബിനായിരുന്ന ദാവൂദുൽ ലാഹിരി, അയാളാണ് ലാഹിരിയത്തിൻ്റെ സ്ഥാപകൻ 4-ാം നൂറ്റാണ്ടിൽ. ഷാഫി മദ്ഹബിൽ നിന്ന് അയാൾ രാജിവെച്ച് മാറിയിട്ട് പിന്നെ മദ്ഹബിനോട് തന്നെ
യുദ്ധത്തിലേർപ്പെട്ടുകൊണ്ട് ഒരു സ്വന്തമായ ലാഹിരി മദ്ഹബ് സ്വീകരിച്ചു. ലാഹിരി മദ്ഹബിന് രൂപം കൊടുത്തു. ലാഹിരി മദ്ഹബിൻ്റെ ഒരു പ്രത്യേകതകൾ എന്താണെന്ന് വെച്ചാൽ അവർ ഖിയാസിനെ അവർ തള്ളിക്കളയുന്നു. ഖിയാസ് ജലിയും ഖഫിയുമുണ്ട്. ദാവൂദുല്ലാഹിരി എൻ്റെ സ്ഥാപകൻ എന്നുള്ളതിലേക്ക് ഖിയാസ് ഖഫീനെയാണ് തള്ളിക്കളഞ്ഞിരുന്നത്, ജലീനെ അങ്ങനെ തള്ളിക്കളഞ്ഞിരുന്നില്ല. പക്ഷേ മദ്ഹബ് സ്വീകരിക്കാൻ പാടില്ല, തഖ്ലീദ് പാടില്ല, പ്രമാണങ്ങളിലേക്ക് മടങ്ങണം. ഇത്തിബാഉ ദലീൽ നിങ്ങൾ കേട്ടിരിക്കും. ഫിഖ് റാജിഹിനെ അല്ലെങ്കിൽ പ്രമാണം ഖുർആൻ ഹദീസുകളിൽ നിന്ന് നേരെ ഖുർആൻ ഹദീസുകളിൽ നിന്ന് മതവിധികൾ കണ്ടെത്തിയിട്ട് അത് പിൻപറ്റുക. ഇതൊക്കെ നിങ്ങൾക്ക് കേൾക്കുമ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് സാമ്യത മനസ്സിൽ വരുന്നുണ്ടായിരിക്കും. ഖുർആനിലേക്ക് സുന്നത്തിലേക്ക് മടങ്ങുക എന്നാണ് പറയുന്നത്. തഖ്ലീദ് പാടില്ല. തഖ്ലീദ് ആർക്കും പാടില്ല. പാമരന്മാർക്കും പാടില്ല, പണ്ഡിതന്മാർക്കും പാടില്ല. തഖ്ലീദ് നിഷിദ്ധമാക്കി. മദ്ഹബ് നിരോധിച്ചു. മദ്ഹബ് ബിദ്അത്താക്കി. ഖിയാസ് തടഞ്ഞു. ഖിയാസ് പാടില്ല. എന്നാൽ ഇജ്മാവും അവർക്ക് സ്വീകാര്യമല്ല. ലാഹിരിയത്തിന് ഇജ്മാവ് സ്വീകാര്യമല്ല. സഹാബത്തിൻ്റെ ഇജ്മാവ് മാത്രം അവർക്ക് സ്വീകാര്യമാണ്. മറ്റ് ഇജ്മാവ് അവർക്ക് സ്വീകാര്യമല്ല. അവരുടെ ഏറ്റവും പ്രകടമായിരിക്കുന്ന ഒരു അടയാളമെന്ന് പറയുന്നത് ഫഹ്മു സലഫ് സ്വീകാര്യമല്ല എന്നുള്ളതാണ്. ഫഹ്മു സലഫ് വെച്ചാൽ മുൻഗാമികളായ സലഫുകളുടെ ഇജ്മാവ് തന്നെ. സലഫുകളുടെ ഇജ്മാവ് സ്വീകാര്യമല്ല, ഖിയാസ് സ്വീകാര്യമല്ല. നേരിട്ട് ഖുർആനും ഹദീസും എടുത്ത് നേരെ എല്ലാവരും, സാധാരണക്കാരും പണ്ഡിതന്മാരും എല്ലാവരും നേരിട്ട് ഖുർആനിൽ നിന്ന് മതവിധികൾ കണ്ടെത്തണം. ഇന്ന് ഇതാരാണ് ഇതിൻ്റെ വക്താക്കൾ? നമുക്കറിയാം, സലഫിസമാണ്. ഇന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് ഇന്നത്തെ സലഫികൾ ലാഹിരിയത്തിൻ്റെ അതിൻ്റെ ഒരു പ്രകടമായ പ്രതിനിധാനം ചെയ്യുന്നവരാണ് എന്ന് പറയുമ്പോൾ ഉൾക്കൊള്ളാൻ പലർക്കും സാധിക്കില്ല. സലഫികൾക്ക് തന്നെ സാധിക്കാറില്ല. ദാവൂദുല്ലാഹിരിയുടെ കാലഘട്ടത്തിൽ നിരന്തരമായി മദ്ഹബോട് കലഹിച്ചുകൊണ്ട് മുന്നോട്ട് പോയ, പിന്നീട് 4 നൂറ്റാണ്ട് കഴിഞ്ഞ് 8 നൂറ്റാണ്ടോടുകൂടെ ഒരു വഴിത്തിരിവുണ്ടായി. അതായത് സലഫ് സാലിഹുകളുടെ ഫഹ്മ്, അവരുടെ ഇജ്മാഅ് അംഗീകരിക്കാമെന്ന് പറയുന്ന പണ്ഡിതന്മാർ ഒരു ഭാഗത്ത്, ഫുഖഹാഹു അഹ്ലിൽ ഹദീസിലെ ഫുഖഹാവ് 2 വിഭാഗമായിരുന്നു തുടക്കത്തിൽ. ഒന്ന് അഹ്ലുൽ ഹദീസ്, ഫുഖഹാ മുഹദ്ദിസുകളായ ഫുഖഹാ തന്നെ അഹ്ലുൽ ഹദീസ്, മറ്റൊന്ന് അഹ്ലുർ റഅയ്. 2 കൂട്ടരും അഹ്ലുൽ ഹദീസ് തന്നെയാണ്. ഒന്ന് അഹ്ലുർ റഅയ് ആണ് എന്ന് പറഞ്ഞാൽ അഹ്ലുൽ ഹദീസുകാർ എന്ന് പറയുന്ന ഫുഖഹാവ് അഹ്ലുൽ ഹദീസ് എന്ന് പറയുന്നത് അവർ ഹദീസുകൾക്കാണ് കൂടുതൽ പ്രാമുഖ്യം കൊടുത്തിരുന്നത്. ഹദീസുകൾ വളരെ ചുരുക്കത്തിൽ മാത്രമേ ഹദീസ് അല്ലാത്ത വിഷയത്തിൽ അവർ ഇടപെടാറുള്ളൂ. എന്നാൽ ഫുഖഹാഉ അഹ്ലുർ റഅയ് എന്ന് പറയുന്നത് അവർ അതിൽ ഖിയാസിന് സ്ഥാനം കൊടുക്കും, ചിന്തകൾക്ക് സ്ഥാനം കൊടുക്കും. ഹദീസ് അവർക്ക് അത്രമാത്രം സ്വീകാര്യോഗ്യമായിരിക്കുന്ന വഴിയിലൂടെ അവർക്ക് ഹദീസ് ലഭിക്കാത്തത് കൊണ്ട് തന്നെ റഅയിനിക്ക് കൂടുതൽ പ്രാമുഖ്യം നൽകും. ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ നിലപാടൊക്കെ അതായിരുന്നു. പക്ഷേ അവരുടെ മൻഹജ് എല്ലാം ഒന്നായിരുന്നു. സലഫുകളുടെ കാലത്തുണ്ടായിരുന്ന ഫുഖഹാഉ അഹ്ലുൽ ഹദീസ് ആവട്ടെ, ഫുഖഹാഉ അഹ്ലുർ റഅയ് ആവട്ടെ, മൻഹജ് ഒന്നായിരുന്നു. കാരണം ഇജ്മാ അംഗീകരിക്കും, ഖിയാസ് അംഗീകരിക്കും. പിന്നീട് അതിന് ശേഷമാണ് ദാവൂദുല്ലാഹിയുടെ കാലഘട്ടത്തിലേക്ക് വന്നപ്പോഴാണ് ഇജ്മാ അംഗീകരിക്കാത്ത പ്രശ്നം വരുന്നു. അതുപോലെ ഖിയാസിന് അംഗീകരിക്കാത്ത, ദാവൂദുല്ലാഹി ഖിയാസ് ഖഫീനാണ് അംഗീകരിക്കാതിരുന്നത്. അപ്പോൾ തന്നെ ഇവിടെ മദ്ഹബിനെ മദ്ഹബ് സ്വീകരിക്കണം. 4 മദ്ഹബെന്ന് പുറത്തു പോവരുത്. ഖളാഅൻ വ ഇഫ്താഅൻ, പണ്ഡിതന്മാർ 4 മദ്ഹബെന്ന് വ്യതിചലിച്ചുകൊണ്ട് ഫത്വ കൊടുക്കാനോ ഖളാ ചെയ്യാനോ പാടില്ല എന്നുള്ളത് പണ്ഡിതന്മാരുടെ സലഫ് സാലിഹുകളുടെ ഇജ്മാ ആണ്.
ലാഹിരിയത്ത് ഇജ്മാ അംഗീകരിക്കാത്തത് കൊണ്ട് അവരിത് അംഗീകരിക്കൂല. ഇജ്മാ അവർക്ക് പ്രമാണമല്ലാത്തത് കൊണ്ടിട്ട് ലാഹിരിയത്ത് എന്ന് പറയുന്നു മദ്ഹബിനെ സ്വീകരിക്കേണ്ടതില്ല. സ്വീകരിക്കണമെന്ന് പറയുന്നത് ഇജ്മാ ഞങ്ങൾക്ക് സ്വീകാര്യവുമല്ല. അപ്പോൾ സലഫ് സാലിഹുകളുടെ ഫഹമിനെ അവർ അംഗീകരിക്കാതെ അവർ പിന്തള്ളി. അങ്ങനെ ഒരു 4 നൂറ്റാണ്ട് കഴിഞ്ഞ് എട്ടാമത്തെ നൂറ്റാണ്ടായപ്പോൾ, ഹിജ്റ 8-ാം നൂറ്റാണ്ടിലേക്ക് വന്നപ്പോൾ ഈ ലാഹിരിയത്തിനെ പിന്താങ്ങിക്കൊണ്ടാണ് ഇബ്നു തൈമിയ വരുന്നത്. ഇബ്നു തൈമിയ പ്രത്യക്ഷത്തിൽ ഖിയാസിനൊക്കെ അംഗീകരിക്കുന്ന ആളാണ്. ഖിയാസിൻ്റെ കാര്യം മാറ്റിവെച്ചാൽ പിന്നീട് ഇജ്മാഇൻ്റെ വിഷയത്തിൽ നോക്കൂ നിങ്ങൾ, പണ്ഡിതന്മാർ 70ഓളം വിഷയത്തിൽ ഇജ്മാഇനെതിരായിട്ട് ഫത്വ കൊടുത്ത ആളാണ് ഇബ്നു തൈമിയ. എന്തുകൊണ്ട്? ലാഹിരിയത്തിൻ്റെ സ്വാധീനം. ഇബ്നു തൈമിയ മുന്നോട്ട് വെക്കുന്ന ഫിഖ്ഹുദ് ദലീൽ, പ്രമാണമാണ് നാം സ്വീകരിക്കേണ്ടത് എന്ന് പറയുന്ന ഇബ്നു തൈമിയ മുന്നോട്ട് വെക്കുന്ന ആശയം അത് ദാവൂദ് ലാഹിരിയുടെ ആശയമാണ്. അതുപോലെ ദാവൂദ് ലാഹിരിൻ്റെ ശേഷം പിന്നീട് ലാഹിരി മദ്ഹബിന് ഒരു പ്രബലനായിട്ട് വന്നിട്ടുള്ള രണ്ടാമതൊരു വ്യക്തിയാണ് അലി ഇബ്നു ഹസ്ം. 2 ആളുകളെ കുറിച്ച് പറയാറുണ്ട്. അതായത് ഒന്ന് ഹജ്ജാജിൻ്റെ സൈഫ് ബിൻ ഹജ്ജാജ് ഖലം ബിൻ ഹസം സിയാനി എന്ന് പറയാറുണ്ട്. ഇബ്നു ഹസ്മിൻ്റെ പേനയും ഹജ്ജാജ് ബിൻ യൂസുഫിൻ്റെ വാളും രണ്ടും ഒരുപോലെയാണ്. എത്രയോ പണ്ഡിതന്മാരെ, മഹാന്മാരെ, സ്വഹാബികൾ, താബികളൊക്കെ തന്നെ എത്രയോ വാളിനിരയാക്കിയ വ്യക്തിയാണ് ആര്? ഹജ്ജാജ് ബിൻ യൂസുഫ്. ഒരു ഭരണാധികാരിയായിരുന്നു എന്ന് പറയാം. എന്നാൽ ഇബ്നു ഹസ്മിൻ്റെ കലമിൻ്റെ പ്രശ്നം എന്താണ്? ഇബ്നു ഹസ്മിൻ്റെ കലം ഒരുപാട് പണ്ഡിതന്മാരെ തൂലിക മുഖേന തേജോവധം ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് മദ്ഹബിൻ്റെ ഉലമാക്കളെ, ഷാഫി മദ്ഹബിനെയും ഹനഫി മദ്ഹബിനെയും ഹംബലിയും എല്ലാ മദ്ഹബിനെ തീരെ കാണാൻ, മദ്ഹബിനെതിരിലുള്ള തൂലിക ചലിപ്പിക്കുക. നിങ്ങൾ ചിലരൊക്കെ വായിച്ചിട്ടുണ്ടായിരിക്കാം മുഹല്ല, ഇബ്നു ഹസ്മിൻ്റെ മുഹല്ല. ഇമാമുകളെ പറയുന്നതിന് യാതൊരു തടസ്സവുമില്ല. ഇമാമുകളൊക്കെ വളരെ നിശിതമായ രീതിയിൽ വിമർശിക്കുന്ന, അതായത് മുൻഗാമികളോട്, അയിമത്തുകളോട് ഒരു പുച്ഛം. അതീവ ബുദ്ധിശാലിയായിരുന്നു ശരി, പക്ഷേ അയിമത്ത് മദ്ഹബിൻ്റെ ഇമാമുകളോടുള്ള പുച്ഛം. ഈ ഇബ്നു ഹസ്മിൻ്റെയും ദാവൂദ് ലാഹിരിയുടെയും തലമുറ അവകാശപ്പെടാം എന്ന് പറഞ്ഞ രൂപത്തിൽ വന്ന ആളാണ് ഇബ്നു തൈമിയ. ഇബ്നു തൈമിയൻ്റെ സ്ഥിതി എന്താണ്? അയിമത്തിനെ പലതും തള്ളിക്കളയും. അയിമത്തിന് ഇജ്മാ തന്നെ, സലഫുകളുടെ ഇജ്മാ തന്നെ തള്ളിക്കളയുന്ന ഒരുപാട് സ്ഥലത്ത് ലാഹിരിയത്തിൻ്റെ സ്വാധീനം നമുക്ക് പ്രകടമാണ്. അതുപോലെ തന്നെ ദലീലാണ് പിടിക്കേണ്ടത്, തഖ്ലീദ് പാടില്ല. പക്ഷേ മദ്ഹബ് സ്വീകരിക്കൽ ബിദ്അത്താണെന്ന് പറഞ്ഞിട്ടില്ല ഇബ്നു തൈമിയ. മദ്ഹബ് സ്വീകരിക്കാതിരിക്കലാണ് അഫ്ളൽ. ചില വിഷയത്തിൽ നമുക്ക് മദ്ഹബ് തള്ളേണ്ടി വരും. ഈ പാത സ്വീകരിച്ചുകൊണ്ട് തന്നെയാണ് ഇബ്നു അബ്ദുൽ വഹാബ് വന്നത്. നമ്മളൊക്കെ പലരും പ്രസംഗിക്കുന്നത് കേട്ടിട്ടുണ്ട്. ഇബ്നു അബ്ദുൽ വഹാബ്, ഇബ്നു തൈമിയൊക്കെ തന്നെ ഹംബലികളായിരുന്നു. ഇബ്നു അബ്ദുൽ വഹാബ് പ്രാക്ടിക്കൽ ഹംബലി ആയിരുന്നു എങ്കിലും ഇബ്നു തൈമിയുടെ ഈ ആശയം സ്വീകരിച്ചിരുന്നു. മദ്ഹബിൽ നിന്ന് പുറത്തു കടക്കാം, സ്വീകരിക്കാൻ നിർബന്ധമില്ല. ഇബ്നു അബ്ദുൽ വഹാബ് ജീവിതത്തിൽ ഹംബലി മദ്ഹബുകൾ സ്വീകരിച്ച വ്യക്തിയായിരുന്നെങ്കിലും ആശയപരമായിട്ട് ഇബ്നു തൈമിയയുടെ ആശയത്തെ, ലാഹിരി ആശയത്തെ പിന്തുണച്ചിരുന്നു നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ അവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ ഇബ്നു അബ്ദുൽ വഹാബിൻ്റെ ശിഷ്യ പരമ്പരകളിൽ തന്നെ ഒരുപാട് ആളുകൾ, ഇബ്നു ഉസൈമീൻ, ഇബ്നു ബാസിനോട് ചോദിക്കുന്നുണ്ട് ഒരാൾ, ഒരു വിദ്യാർത്ഥി ഏത് ഗ്രന്ഥമാണ്, ഫിഖുൽ അഹ്കാമാണോ അല്ലെങ്കിൽ കിതാബുൽ മദ്ഹബാണോ? ഹദീസ് മനസ്സിലാക്കാൻ ഹദീസിൻ്റെ ഹുക്കുമുകൾ മാത്രം വിശദീകരിക്കുന്ന കിതാബുണ്ട്, അതാണോ നോക്കേണ്ടത്, അതല്ല മദ്ഹബിൻ്റെ ഉലമാ രചിച്ച കിതാബുകളാണ് നോക്കേണ്ടതെന്ന് ചോദിക്കുമ്പോൾ ഇബ്നു ബാസിന് മറുപടി, അത് ഹദീസുകളുടെ ഹുക്കുമുകൾ മാത്രം വിവരിക്കുന്ന, ഹദീസിനെ ബേസ് ചെയ്തുകൊണ്ട് പറയുന്ന ഹുക്കുമുകൾ മാത്രം. അവിടെ ഏതിന് തള്ളിക്കളയുന്നു? ഞാനത് സ്വീകരിച്ചത് കൊണ്ടാണ് ഞാൻ ഇന്ന് ഈ മൻഹജ് സ്വീകരിച്ചല്ലേ, ഞാൻ സിർത്തു ഹംബലിയ, ഞാൻ ഹംബലിയായി പോകുമായിരുന്നു. ഇബ്നു ബാസ് പറയുന്നത് ഹംബലിയായി പോകുന്നു. അപ്പോൾ ഈ ആൽ ഷെയ്ഖ് എന്ന് പറയുന്ന
ഈ ഒരു ശ്രേണി എടുത്ത് നോക്കിയാൽ വളരെ ചുരുക്കം ചില ആളുകൾ മാത്രമാണ്. നോക്കൂ, നിങ്ങൾ അടുത്ത കാലം വരെ ഷെയ്ഖ് അബ്ദുൽ മജീദ് എന്ന് പറയുന്ന ഇബ്നു അബ്ദുൽ വഹാബിൻ്റെ ശിഷ്യ പരമ്പര അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ പെട്ട ഒരാൾ തന്നെ പറയുന്നുണ്ട്, ചിലരൊക്കെ മദ്ഹബ് ആവശ്യമുണ്ടെന്ന് തോന്നിയിട്ട് പലർ പറയണമെങ്കിൽ അവർ പൊതുധാരെടുത്ത് നോക്കുകയാണെങ്കിൽ അവരൊക്കെ മദ്ഹബിന് എതിരാണ്. ഒരു കാലത്ത് 20 തറാവീഹ് 20 ഒരു കിതാബ് തന്നെ സാലിമ തിയേനാന്ന് തോന്നുന്നുണ്ട്. ഹറമിൽ മദ്ഹബിന് ഹറമിലെ തറാവീഹ് നിസ്കാരം 20 റക്അത്തായിരുന്നു നൂറ്റാണ്ടുകളോളം. ഈ അടുത്ത കാലത്താണ് ഇബ്നു ബാസിൻ്റെ കാലഘട്ടത്തിൽ, അതായത് ലാഹിരിയത്ത് ശക്തമായ രീതിയിൽ വേരൂന്നിയോടുകൂടെയാണ് അൽബാനിയെ പോലുള്ള മദ്ഹബ് വിരോധികൾ രംഗത്ത് വന്ന് ഇബ്നു ബാസിനെ പോലുള്ള ഇബ്നു ഉസൈമിനെ പോലുള്ള ആയിരിക്കുന്ന മദ്ഹബ് വിരോധികൾ രംഗത്ത് വന്നതോടുകൂടെ അവിടെ 20 റക്അത്ത് എന്നുള്ളത് സ്റ്റേജിലുള്ളത് കുറച്ചുണ്ട് കാണട്ടോ. 20 റക്അത്ത് തറാവീഹ് നിസ്കാരത്തിന് മാറ്റം വരാൻ തുടങ്ങി. ഹറമിൽ മാത്രമേ 20 റക്അത്തുള്ളൂ. ഗൾഫിലൊക്കെ പോയാലൊക്കെ അറിയാം. അധിക സ്ഥലങ്ങളിലും അവിടെ ഹദീസ് സ്വീകരിക്കുക, നേർക്ക് സ്വീകരിക്കുക എന്നുള്ള മദ്ഹബി വിരുദ്ധ ആ ഒരു തയ്യാർ അവിടെ ശക്തി പ്രാപിച്ചുകൊണ്ട് പല പള്ളികളിലും, അധിക പള്ളികളിലും ഈ തറാവീഹ് 8 റക്അത്ത് 11 റക്അത്താണ്. അത് ഈ ലാഹിരി മദ്ഹബിൻ്റെ സ്വാധീനം. ഒരു കാലഘട്ടത്തിൽ ഞാൻ പറഞ്ഞു വന്നത്, ഇവിടെ ലാഹിരി മദ്ഹബിൻ്റെ സ്വാധീനം നിരന്തരമായിട്ട് മദ്ഹബിനോട് കലഹിച്ചു കൊണ്ടേയിരിക്കുക എന്നുള്ളതാണ്. പക്ഷേ ജനങ്ങൾക്കത് ഉൾക്കൊള്ളാൻ പറ്റിയില്ല, സാധാരണക്കാർക്ക് ഉൾക്കൊള്ളാൻ പറ്റിയില്ല. അവരുമായുള്ള ഈ കലഹം കാരണമായിട്ട് പിന്നീട് അവർ ഒരു മൂലയിലേക്ക് ഒതുങ്ങിക്കൊണ്ടിരുന്നു. കാലക്രമേണ അവർ മൂലയിലേക്ക് ഒതുങ്ങിക്കൊണ്ടിരുന്നു. പിന്നീട് അവർക്ക് ഞാൻ ലാഹിരി മദ്ഹബുകാരനാണ് എന്ന് പുറത്തു പറയാൻ മടിയുള്ള കാലമെന്ന്. അപ്പോഴേക്കും അവർ മറ്റൊരു പേരിലൂടെ ഇവിടെ നിലകൊണ്ടിരുന്നതാണ് അഹ്ലുൽ ഹദീസ്. അഹ്ലുൽ ഹദീസ് എന്ന് പറയുമ്പോൾ അതിൽ ആര് മാത്രമാണെന്ന് മനസ്സിലാക്കരുത്, ഹദീസിൻ്റെ ആളുകളെ മാത്രം മനസ്സിലാക്കരുത്. ഇജ്മാഇനെ തള്ളിക്കളയുന്ന, ഫഹ്മ് സലഫിനെ തള്ളിക്കളയുന്ന, സലഫിലുള്ള ഇജ്മാനെ തള്ളിക്കളയുന്ന, അതായത് ഖിയാസ് തള്ളിക്കളയുന്ന ലാഹിരികൾ അടക്കമുള്ളവരാണ് പേരാണ് അഹ്ലുൽ ഹദീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് നോക്കൂ നിങ്ങൾ, അഹ്ലുൽ ഹദീസ് എന്ന് പറയുന്ന വിഭാഗത്തിൽ എത്ര കക്ഷികളുണ്ട് നോക്കൂ നിങ്ങൾ. സലഫിൻ്റെ ഫഹ്മിനെ അത് തള്ളിക്കളയുന്നവരാണ്. കാരണം അവരിൽ എന്തുണ്ട്? ലാഹിരിയത്തുകളുണ്ട്. പേരുകൊണ്ട് ലാഹിരി മദ്ഹബ് ഇന്ന് നിലവിലില്ലെങ്കിലും, അക്ഷരാർത്ഥത്തിൽ ഇല്ലെങ്കിലും, അവർ ആശയതലത്തിൽ വഹാബിസത്തിൽ സലഫിസത്തിൽ ഇന്ന് ലാഹിരിയത്ത് നല്ലതുപോലെ വിടയാടുന്നുണ്ട്. ഇപ്പോൾ നോക്ക്, ഞാനൊക്കെ ഗൾഫിലുള്ള സമയത്ത് അവിടെ ഒരു മൗലവി ഉണ്ടായിരുന്നു. അവരുടെ പേര് ഞാൻ പറയുന്നില്ല. ആ മൗലവി നമ്മളൊക്കെ തർക്കിച്ചതാണ്. നിങ്ങൾക്ക് ഒരു മദ്ഹബ് മാത്രം ഞങ്ങൾ എല്ലാ മദ്ഹബും സ്വീകരിക്കുന്നുണ്ട്. എല്ലാ മദ്ഹബും സ്വീകരിക്കുമ്പോൾ സാധിക്കുമെന്ന് വെച്ചാൽ പേരിന് എല്ലാ മദ്ഹബും സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേകിച്ചൊരു മദ്ഹബൊന്നുമില്ല, എല്ലാ മദ്ഹബും നല്ലത് മാത്രം എടുക്കാം. മദ്ഹബിന് എന്നുള്ള രീതി നമ്മളിപ്പോൾ ഏത് മദ്ഹബും സ്വീകരിക്കും, 4 മദ്ഹബിൽ ഏത് മദ്ഹബ് ഒരാൾക്ക് സ്വീകരിക്കാം. ഒന്നിൽ ഉറച്ചു നിൽക്കണം, സാധാരണക്കാർക്ക് അതാണ്. അപ്പോൾ സലഫുകളുടെ തീരുമാനം സാധാരണക്കാർക്ക് മദ്ഹബ് ഒഴിവാക്കി അവരെല്ലാവരും കൂടി നേർക്ക് ഇസ്ലാമിക പ്രമാണത്തിൽ നിന്ന് വിഷയങ്ങൾ തിരഞ്ഞെടുക്കാൻ ശ്രമിച്ചാൽ അവർ അരാജകത്വമാണ് എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ പണ്ഡിതന്മാരുടെ ഇജ്മാ ആണ് 4 മദ്ഹബ് സാധാരണക്കാർ സ്വീകരിച്ചിരിക്കണം. പണ്ഡിതന്മാർ 4 മദ്ഹബ് എന്ന് പുറത്തുള്ള ഹുക്കുമുകളെ കൊണ്ട് ഫത്വ ചെയ്യാനോ വിധി കൽപ്പിക്കാനോ പാടില്ല എന്നുള്ളത് ഇജ്മാഇൻ്റെ സലഫുകളുടെ ഇജ്മാ ആണ്. അപ്പോൾ പാരമ്പര്യം ആരുടെ ഭാഗത്താണ്? മദ്ഹബിനെ അംഗീകരിക്കുക, മദ്ഹബിനെ സ്വീകരിക്കുക എന്നുള്ള ആ പാരമ്പര്യത്തിൽ ഈ സലഫിസം എവിടെ നിൽക്കുന്നു നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ പാരമ്പര്യത്തിൽ നിന്ന് വ്യതിചലിച്ചാൽ പിന്നീട് അതിൽ പല പ്രശ്നങ്ങളും, ഉദാഹരണമായിട്ട് അവരുടെ ഒരു മൻഹജാണ്, സലഫിസത്തിൻ്റെ ഒരു മൻഹജാണ് ഇൽമുൽ കലാമിനോടുള്ള വിരോധം. മദ്ഹബിനോടുള്ള വിരോധം പോലെ തന്നെ ഇൽമുൽ കലാമിനോടുള്ള ആത്യന്തികമായ വിരോധമാണ് അവർ വെച്ച് പുലർത്തുന്നത്. ഇൽമുൽ കലാം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇസ്ലാമിക വിശ്വാസങ്ങളെ യുക്തിപൂർവ്വം സമർത്ഥിക്കുക. എന്താണ് ഇസ്ലാമിക വിശ്വാസങ്ങൾ? ആ വിശ്വാസങ്ങളെ യുക്തിപൂർവ്വം മനസ്സിലാക്കി കൊടുക്കുക, വിശ്വാസത്തെ അറക്കിത്തുറപ്പിക്കുക യുക്തിയിലൂടെ. ആളുകളുടെ ശബ്ദ മാധുര്യം കൊണ്ടോ വാക്ചാതുര്യം കൊണ്ടോ ഒക്കെ പലതും അങ്ങ് തലകുലിക്ക് സംബന്ധിച്ചേക്കാം. എങ്കിൽ പോലും സ്വന്തം യുക്തിയിൽ അത് സത്യമാണെന്ന് തോന്നാതിരുന്നാൽ പിന്നീട് മറ്റൊരു സമയത്ത് അതിൽ സംശയം വന്നേക്കാം. എന്നാൽ ഇൽമുൽ കലാമിൻ്റെ ഡ്യൂട്ടി എന്താണെന്ന് വെച്ചാൽ
ഇസ്ലാമിക വിശ്വാസ കാര്യങ്ങൾ യുക്തിപൂർവ്വം സമർത്ഥിക്കുക എന്നുള്ളതാണ്. അതിൽ വരുന്ന സംശയങ്ങൾക്ക് മറുപടിയും പറയുക. ഇതാണ് ഈ പ്രധാനപ്പെട്ട 2 പാർട്ടുകളാണിത്. യുക്തിപൂർവ്വം ഇസ്ലാമിലെ വിശ്വാസങ്ങളെ സ്ഥാപിക്കുകയും അതിൻ്റെ എതിരുള്ള സംശയങ്ങൾക്ക് മറുപടി കൊടുക്കുകയും ചെയ്യുക. ഇതിനെ എന്തിനെ എതിർക്കണം? സലഫികളുടെ പ്രധാന ജോലി തന്നെ. ഇപ്പോഴും എൻ്റെ ഒരു സുഹൃത്ത് ഒരു മൗലവിയുമായി സംവാദത്തിൽ ഏർപ്പെട്ടാകൊണ്ടിരിക്കുകയാണ്. ഇൽമുൽ കലാം പറ്റുമോ പറ്റൂല എന്ന് പറഞ്ഞുകൊണ്ട്. ഇൽമുൽ കലാമിനെ നമ്മുടെ മുൻഗാമികൾ ഒരു കാലഘട്ടത്തിൽ ഇൽമുൽ കലാമിനെ അവരെതിർത്തിരുന്നു. അത് ഫിലോസഫിയുമായി കൂടിക്കലർന്നുകൊണ്ടിരുന്ന ഇസ്ലാമിൻ്റെ ആശയങ്ങളോട് എതിർപ്പുള്ളതായിരിക്കുന്ന വിഷയങ്ങൾ കൂടിക്കലർന്ന ഫിലോസഫിയാണ് എതിർത്തിരുന്നത്. ഫിലോസഫിയെ ഇൽമുൽ കലാമിനെ അവർ നിരുപാധികം എതിർത്തിട്ടില്ല. മാത്രമല്ല, അന്ന് എതിർത്തിട്ട് നമ്മുടെ ഷാഫി ഇമാമിനെ പോലുള്ളായിരിക്കുന്ന ചില പണ്ഡിതന്മാരൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇൽമുൽ കലാമിനെ എതിർത്തിട്ടുണ്ട്. അത് ഏത് ഇൽമുൽ കലാമാണ്? അവരുദ്ദേശ അന്ന് അവിടെ നാട്ടിൽ നടമാടിയിരുന്ന മറ്റ് ബിദ്അത്തിൻ്റെ ആളുകൾ പ്രചരിപ്പിച്ചിരുന്നൊരു ഇൽമുൽ കലാമാണ്. പക്ഷേ അഹമ്മദ് റളിയല്ലാഹു തആലാവിന് ഇബ്ൻ അഹമ്മദ് ഹംബൽ റളിയല്ലാഹുവിനെ പോലെയുള്ള ആളുകൾക്കൊക്കെ ഇതിന് ശക്തമായ എതിർപ്പായിരുന്നു. അതിന് മഹാന്മാരായ പണ്ഡിതന്മാർ കൊടുത്ത മറുപടി എന്താണ്? ഗസാലി ഇമാമിനെ പോലുള്ള പണ്ഡിതന്മാർ, തഫ്താസാനി റഹ്മത്തുള്ളാഹി പണ്ഡിതന്മാർ കൊടുത്തത്, ജനങ്ങൾ ആ കാലഘട്ടത്തിൽ തന്നെ ആയിരുന്നെങ്കിൽ അന്ന് അവരുടെ ആ നിലപാട് ശരിയാണ്. അതായത് ബിദ്അത്തുകൾ വ്യാപിച്ച് കഴിഞ്ഞ സ്ഥിതിക്ക് പിന്നെ അതിന് മറുപടി കൊടുത്തേ തീരൂ. അത് ഫർള് ഐനായി. ബിദ്അത്തുകൾ വ്യാപിക്കാതിരിക്കുമ്പോൾ നമുക്ക് ഇൽമുൽ കലാമിൻ്റെ മൻഹജ് ആവശ്യമില്ല. സലഫ് സാലിഹുകളുടെ കാലഘട്ടത്തിൽ ഇസ്ലാമിൻ്റെ സാമ്രാജ്യം വികസിച്ച് വരുംതോറും അതിൽ പല വിശ്വാസികളും പല ഐഡിയോളജികളുമുള്ള ആളുകൾ അതിലേക്ക് കടന്നു വന്ന്, ജൂതമതത്തിൽ നിന്ന് കടന്നു വന്ന്, സ്വരാഷ്ട്ര മതത്തിൽ നിന്ന് കടന്നു വന്ന്, മജൂസി മതത്തിൽ നിന്ന് കടന്നു വന്ന്, ക്രിസ്ത്യാനികൾ പലർക്കും പല ഐഡിയോളജികൾ. അവരുടെ ഐഡിയോളജിക്കനുസരിച്ച് കൊണ്ട് കാര്യങ്ങളെ മനസ്സിലാക്കാൻ ശ്രമിക്കുകയും പിന്നെ അതിൽ പല സംശയങ്ങളുണ്ടാവുകയും ജനങ്ങൾ സാധാരണക്കാരുടെ ഈമാൻ പോകുന്ന പ്രശ്നം വന്നപ്പോൾ പണ്ഡിതന്മാർ ഉണർന്നു. കാലത്തിന് ഒത്തു ഉണരുക എന്നുള്ള ഇൽമുൽ കലാമിൻ്റെ ഏറ്റവും പ്രത്യേകത. ഇമാം അബുൽ ഹസൻ അശ്ശരി റഹ്മത്തുള്ളാഹി അലൈഹി മുന്നോട്ട് വെച്ചത് അതാണ്. മഹാനവറുകൾ മുഅ്തസിലിയിലായിരുന്നു ഒരുപാട് വർഷം. അതിൻ്റെ ഏറ്റവും ഉന്നത നേതാവായി തീർന്നു. പിന്നീട് അവർ വെറും നക്കലിനെ തീരെ പരിഗണിക്കാതെ അക്കലുമായിട്ട് മാത്രം മുന്നോട്ട് പോകുന്ന രീതി കണ്ടപ്പോൾ രാജിവെച്ചു, പരസ്യമായി പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം എന്താ ചെയ്തത്? ഇൽമുൽ കലാം കൊണ്ട്, അതായത് ഓരോ കാലഘട്ടത്തിലും ഇസ്ലാമിൻ്റെ പ്രബോധനം ഏത് ടൂൾ അനുസരിച്ചാണ് നടത്തേണ്ടത്. എല്ലാ കാലഘട്ടത്തിലും ഒരുപോലെയല്ല. 1000 വർഷങ്ങൾക്ക് മുമ്പുള്ള ആളുകളോടുള്ള അഭിസംബോധന രീതിയല്ല ഇന്നുള്ള ആളുകൾക്കുള്ളത്. പോട്ടെ, ഒരു 10 വർഷം കൊണ്ട് ഇതിന് ഇത്ര മാറ്റങ്ങൾ, 100 വർഷങ്ങൾ, നൂറ്റാണ്ടുകൾ കഴിയുമ്പോഴും പഴയ രീതിയിൽ തന്നെ വേണമെന്ന് പറയുന്നത് പിന്തിരിപ്പൻ ആശയമാണ്. അബുൽ ഹസൻ അശ്ശരി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞതാണ്, കാലഘട്ടത്തിനനുസരിച്ചുള്ള ടൂൾ എടുത്തുകൊണ്ടായിരിക്കണം ഇസ്ലാമിക പ്രബോധനം നടത്തേണ്ടത്. അതാണ് മഹാനവറുകൾ ചെയ്തത്. അന്നേ വരേക്കുള്ള ഇസ്ലാമിക സുന്ദരമായ പാതയിൽ മുർജിയത്തും ഖവാരിജും ഖദരിയത്തും തുടങ്ങിയതായിരിക്കുന്ന എല്ലാ പേക്ഷകക്ഷികളും കൂടി ആ സുന്ദരമായ പാതയിൽ കല്ലുമുട്ടികൾ വെതറിയപ്പോൾ, വലിയ പാറക്കല്ലുകൾ എടുത്തിട്ട് തടസ്സപ്പെടുത്തിയപ്പോൾ അതിനെ നീക്കിക്കളയാൻ വേണ്ടിയിട്ടാണ് അബുൽ ഹസൻ അശ്ശരി റഹ്മത്തുള്ളാഹി അലൈഹി തൻ്റെ അശ്അരി അഖീദക്ക് തുടക്കം കുറിക്കുന്നത്. മഹാനവറുകൾ മാത്രമല്ല, അവരുടെ അസ്ഹാബ് അടക്കമുള്ള ഒരു മാർഗമുണ്ട്. അവരുടെ മൻഹജാണ് നമ്മുടെ ഏറ്റവും പ്രധാനം. അബുൽ ഹസൻ അശ്അരി ഇമാം പറഞ്ഞ അതേ വാക്കുകളല്ല നമ്മൾ പ്രധാനമായി എടുക്കുന്നത്. അവർ മുന്നോട്ട് വെച്ച ഒരു രീതിശാസ്ത്രമുണ്ട്, ആ രീതിശാസ്ത്രത്തെയാണ്. അപ്പോൾ ഇൽമുൽ കലാമിനോട് ഇവർക്ക് സലഫിസത്തിന് അടങ്ങാത്ത പകയാണ്. എന്തുകൊണ്ട്? അവർക്കത് ഉൾക്കൊള്ളാൻ കഴിയില്ല. ഇൽമുൽ കലാമിനോടുള്ള എതിർപ്പ് കാരണമായിട്ട് ആധുനിക ശാസ്ത്രജ്ഞാനങ്ങൾ പോലും ഗോളശാസ്ത്രത്തിനോട് അവർക്ക് എതിരാണ്. അതുപോലെ മറ്റ് ഭൗതിക ശാസ്ത്രജ്ഞങ്ങൾക്ക് എതിരാണ്. അതൊക്കെ ഇൽമുൽ കലാമിൻ്റെ ഭാഗമാണ്. ഇൽമുൽ കലാം എന്ന് പറഞ്ഞാൽ ഫൽസഫയായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് കിടക്കുന്നത് തന്നെയാണ്. എന്ന് പറഞ്ഞാൽ ഫൽസഫ എന്ന് പറഞ്ഞാൽ ബുദ്ധി കൊണ്ട് ചിന്തിച്ച് പ്രപഞ്ചത്തെക്കുറിച്ച് ആലോചിച്ചിട്ട് പിന്നെ അവിടേക്ക് എത്തുന്നു, അള്ളാഹുവിലേക്ക് എത്തുന്നു. ഇൽമുൽ കലാം എന്ന് പറഞ്ഞാൽ പ്രമാണത്തിൽ നിന്ന്, ഹദീസുകളിൽ നിന്ന്, സ്ഥിരപ്പെട്ട ഹദീസുകളിൽ നിന്ന്, ഖുർആനിൽ നിന്നും ബുദ്ധി ഉപയോഗപ്പെടുത്തുന്നു, എന്നിട്ട് അള്ളാഹുവിലേക്ക് എത്തുന്നു, അതിനെ സ്ഥാപിക്കുന്നു. രണ്ടുമായി ഒരു കൂട്ടർ ആദ്യമായിട്ട് അവർ ബുദ്ധിയായിരിക്കും. ഫിലോസഫി എന്ന് പറഞ്ഞാൽ ബുദ്ധിയായിരിക്കും അടിസ്ഥാനപരമായിട്ടുള്ളത്. അപ്പോൾ ഇബ്നു സീനയോ അല്ലെങ്കിൽ ഇബ്നു ഫാറാബിയെ പോലെ ആയിരിക്കുന്ന ആളുകളൊക്കെ എന്തെങ്കിലും ഒരു കാര്യം പറയുകയാണെങ്കിൽ അത് എവിടെ തപ്പി വയ്ക്കാൻ മതി? ഒന്നൊരിക്കൽ അരിസ്റ്റോട്ടലോ പ്ലാറ്റോയോ സോക്രട്ടീസോ ഒക്കെ പറഞ്ഞത് നോക്കിയാൽ മതി. എന്നാൽ ഗസാലി ഇമാമോ തഫ്താസാനി റഹ്മത്തുള്ളാഹി അലൈഹി റാസിമാനെ പോലൊക്കെ പറയുമ്പോൾ അത് ഖുർആനിലോ ഹദീസിലൊക്കെ എവിടെ അതിൻ്റെ ആശയങ്ങൾ
ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും മനസ്സിലായ ആശയങ്ങൾ ബുദ്ധിപൂർവ്വം അവർ സ്ഥാപിക്കുക ചെയ്യുന്നത്. മറ്റുള്ളവർ അവരുടെ ബുദ്ധിയിലൂടെ അവർ വെറും ബുദ്ധി ഉപയോഗപ്പെടുത്തിയിട്ട് ഖുർആനിൽ പറഞ്ഞോ ഇല്ലയോ അതവർ നോക്കുന്നില്ല. പറഞ്ഞോട് യോജിക്കാം, യോജിക്കാതിരിക്കാം. പക്ഷേ അവർ ബുദ്ധി ഉപയോഗിച്ച് കണ്ടെത്തിയതും പല വിഷയങ്ങളിലും ഒന്ന് തന്നെയാണ്, പല വിഷയത്തിലും ഒന്ന് തന്നെയാണ്. ബഹുമാനപ്പെട്ട അല്ലാമ ജിസിർ റഹ്മത്തുള്ളാഹി അലൈഹി തൻ്റെ ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട്, ഖിസ്സത്തുൽ ഈമാൻ ഫിൽ ഫൽസഫത്തി വൽ ഇൽമി വൽ ഖുർആൻ എന്നുള്ള ഗ്രന്ഥത്തിൽ ഈ വിഷയം സമഞ്ജസമായിട്ട് പറഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ ഇൽമുൽ കലാമിനോടുള്ള വിരോധം കാരണമായിട്ട് അവർ ആധുനിക ശാസ്ത്രങ്ങൾ വരെ എത്രത്തോളം വെച്ചാൽ എൻ്റെ കയ്യിൽ പ്രധാനപ്പെട്ട ഒരു സലഫി പണ്ഡിതൻ എഴുതിയ ഒരു ഗ്രന്ഥമുണ്ട്. ഇതിവിടെ വായിക്കാനുള്ള സമയമില്ല. ലവാസിമുൻ ബാത്തിലത്തുൻ കൗലിൻ നദരിയത്തിലെത്തി തക്കൂലു ദൗറാനിൽ അർളി. സൂര്യന് ചുറ്റും ഭൂമി കറങ്ങുന്നുണ്ട് എന്നുള്ള ആശയം ഇന്ന് ആധുനിക ശാസ്ത്രം തെളിയിക്കപ്പെട്ടതാണ്. 500 വർഷങ്ങളായി. ആദ്യ കാലഘട്ടത്തിൽ ഭൂമിയായിരുന്നു കേന്ദ്രം, മറ്റുള്ളതൊക്കെ ഭൂമിയെ ചുറ്റി കറങ്ങുന്നു. ഈ വലിയൊരു സൂര്യൻ, ഭൂമിയേക്കാൾ 13 ഇരട്ടി വലിപ്പമുള്ള സൂര്യനൊക്കെ ഭൂമിയെ ചുറ്റി കറങ്ങുന്നു എന്നുള്ള ഒരു പഴയ ടോളമിയുടെ ശാസ്ത്രം. ആ ടോളമിയുടെ ശാസ്ത്രം അതാണ് ഇവർ ഇത് ചെയ്യുന്നത്, മുന്നോട്ട് വെക്കുന്നത്. കാരണം ഇവരുടെ ഈ അക്ഷരവായനക്ക് ഞാൻ പറഞ്ഞ ലാഹിരിയത്തുമായിട്ടുള്ള ഇവരുടെ സ്വാധീനം, അക്ഷരവായനയാണ് ഇവരുടെ പ്രധാന തൊഴിൽ. ഫഹ്മദ് ദലാലത്തുൽ മഫ്ഹൂം മുവാഫിഖയോ മഫ്ഹൂം മുഖാലഫയോ ആരംഗീകരിക്കുന്നില്ല? ലാഹിരിയത്ത് അംഗീകരിക്കുന്നില്ല. മഫ്ഹൂം മുവാഫിഖി അംഗീകരിക്കില്ല, മുഖാലിഫി അംഗീകരിക്കില്ല. ഞാനൊരു ഉദാഹരണം പറഞ്ഞാൽ, ഒരു ഹദീസിൽ കാണാം, ലാ യഗ്തസിലന്ന അഹദുക്കും ഫീ മാഇൻ റാകിദിൻ ലാ യബൂലന്ന അഹദുക്കും ഫീ മാഇൻ റാകിദിൻ സുമ്മ യഗ്തസിലു ഫീ. നിങ്ങൾ ആരും കെട്ടി നിൽക്കുന്ന വെള്ളത്തിൽ മൂത്രം ഒഴിക്കരുത്, എന്നിട്ട് അതിൽ വെച്ചുകൊണ്ട് അതിൽ തന്നെ അവൻ കുളിക്കുകയും ചെയ്യരുത്. ഇത് വളരെ വ്യക്തമാണ്. അപ്പോൾ ലാഹിരിയത്ത് എങ്ങനെ അവിടെ അർത്ഥം വെക്കുന്നത്? ഒരു ലാഹിരിയത്തിൻ്റെ ഒരു അതായത് അക്ഷരവാനയുടെ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ദാവൂദ് ലാഹിരി അല്ലെങ്കിൽ ഈ അലി ബിൻ ഹസമൊക്കെ ഇവിടെ അർത്ഥം വെക്കുന്നത്, ഒരാൾ ഒരു കുളത്തിൽ മൂത്രയ്ക്കുകയാണെങ്കിൽ അയാൾക്ക് മാത്രമേ അതിൽ എന്ത് ചെയ്യാൻ പാടില്ലാത്തുള്ളൂ, കുളിക്കാൻ പാടില്ലാത്തുള്ളൂ. വേറെ ആൾ വന്നിട്ട് കുളിക്കുന്നതിന് ഒന്നുണ്ടാക്കുന്ന ഒരു കുഴപ്പമില്ല. കാരണം ഇവിടെ ഹദീസിൽ എങ്ങനെയുള്ള ലായബുലിൻ അഹദുക്കും സുമ്മയകത്തസിലു, നിങ്ങൾ ഒരാൾ മൂത്രയ്ക്കരുത് അവനും കുളിക്കുകയും ചേരുന്നുള്ളൂ. അപ്പോൾ വേറെ ആൾക്ക് കുളിക്കണമെന്നില്ല, അവിടെ കുഴപ്പമില്ല. പിന്നെ അതിൽ തന്നെ വേറെ രണ്ടാമതായിട്ട് കെട്ടി നിൽക്കുന്ന വെള്ളത്തിൽ മൂത്രം ഒഴിക്കരുതെന്നാണ് പറഞ്ഞത്. ഒരാൾ കുപ്പിയിൽ മൂത്രം ഒഴിച്ച് അതിലെ ഒഴിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല, ആ വെള്ളത്തിന് യാതൊരു പ്രശ്നമില്ല. കാരണം അതിലേക്ക് നേരിട്ട് മൂത്രം ഒഴിക്കരുതെന്നാണ് ഹദീസിലുള്ളൂ. ഒരാൾ പുറത്തുനിന്ന് മൂത്രം ഒഴിച്ചിട്ട് അതിലേക്ക് ഒലിച്ചു പോയാൽ കുഴപ്പമില്ല, കാരണം മൂത്രം ഒഴിച്ചത് ഇവിടെയാണ്, ഒലിച്ചു പോയതാണ്. ഇതാണ് അക്ഷരവാനയുടെ ഉദാഹരണങ്ങൾ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ഹദീസിൽ പറഞ്ഞു, നിങ്ങൾ കിബിലക്ക് മുന്നിടരുത്, മൂത്രിക്കോളും കാഷ്ടിക്കുകയും ചെയ്യുമ്പോൾ ഉലാക്കിൻ ശരീക്കൂ ഓ ഗരീബു, പടിഞ്ഞാറോട്ട് അല്ലെങ്കിൽ കിഴക്കോട്ട്. അപ്പോൾ ഇവരെന്താ പറയുന്നത്? നിങ്ങൾ എവിടെയാണെങ്കിലും എവിടെ തിരിയാൻ പാടില്ല എന്നുള്ളൂ. നേരെ കാബ അല്ല, തെക്കും വടക്കും കാബ, തെക്കോട്ട് കാബ ഉള്ളവരും പിന്നെ വടക്കും കാബ ഉള്ളവരും ഓക്കെയാണ്, അവർ എങ്ങോട്ട് തിരിഞ്ഞാൽ മതി, പടിഞ്ഞാറ്റും കിഴക്കോട്ട് തിരിഞ്ഞാൽ കാബത്തില്ല. ഇവരെന്താ അർത്ഥം വെക്കുക? നിങ്ങൾ എവിടെയാണെങ്കിലും എവിടേക്ക് തിരിയാൻ പറ്റുള്ളൂ. ശരിക്കും ഗരീബ് എന്ന് വെച്ചാൽ കാബ നിങ്ങൾക്ക് നേരെ പടിഞ്ഞാറാണെങ്കിലും അല്ലെ കിഴക്ക് ഭാഗത്താണെങ്കിലും അങ്ങോട്ട് തിരിയണം. കാരണം ഹദീസിൽ എങ്ങനെയുള്ളൂ ശരിക്കും ഗരീബ്. ഈ രീതിയിലാണ് ഇവരുടെ നോക്കി. നിങ്ങളിപ്പോൾ പിന്നെ ഈ ഒരു സ്വാധീനം, ലാഹിര്യത്തിൻ്റെ ഈ ദുസ്വാധീനം ഇവിടുത്തെ മൗലവിമാരിൽ വളരെ പ്രകടമാണ്. നോക്കൂ, കുല്ലു ബിദ്അത്തിൻ ളലാല, അവിടെ അർത്ഥം വെക്കുന്നത് എങ്ങനെയാണ്? ഈ ലാഹിര്യത്തിൻ്റെ സ്വാധീനമാണ് എല്ലാ ബിദ്അത്തും. പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് എന്താണ് ബിദ്അത്ത് അവിടെ വിശദീകരിച്ചിട്ടുണ്ട്. ഇവർക്ക് ആ വിശദീകരണം സ്വീകാര്യമല്ല. കാരണം ഇവർക്ക് അതിനുള്ള ആലത്തുകൾ ആലിയായിരിക്കുന്ന ഇൽമുകൾ അവർക്കില്ല, അവർ അതിന് ഉൾക്കൊള്ളാൻ തയ്യാറുമല്ല. കുലുബിദത്തിന് ഇയാക്കൻ ആബദ് വയ്യാക്കൻ സ്ഥായിൻ, അവിടെ എന്താ നടന്നത്? നിന്നോട് മാത്രം സഹായം തേടുന്നു, വേറെ ഒന്നും സഹായം തേടാൻ. എന്നാൽ ദൈവമല്ലാത്ത രീതിയിൽ സഹായം തേടിക്കൂടെ? ദൈവമല്ലാന്ന് വിശ്വസിച്ചുകൊണ്ട് വേറെ ഇതിൽ അതൊന്നും അങ്ങനെയൊന്നും ചിന്തിക്കാൻ പാടില്ല. അത് ബുദ്ധി ഉപയോഗിക്കലാവും, അത് ലാഹിര്യത്തിനെതിരാവും. ഇങ്ങനെ അവർ മുന്നോട്ട് വെക്കുന്ന നമ്മളുമായിട്ട് വ്യത്യസ്തമുള്ള ഏത് വിഷയം എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ ലാഹിര്യത്തിൻ്റെ സ്വാധീനം നമുക്ക് അവിടെ വ്യക്തമായി കാണാൻ സാധിക്കും. ഒരു ഹദീസിൽ കാണാം, ഉദൂഹിയത്തിൻ്റെ മാംസം 3 ദിവസത്തിനേക്കാൾ എന്ത് ചെയ്യാൻ പാടില്ല, സൂക്ഷിച്ചു വെക്കാൻ പാടില്ല എന്നൊരു ഹദീസിലുണ്ട്. ഒരു മൗലവി പെരുന്നാൾ ഖുതുബ പ്രസംഗിച്ചതിന് ശേഷം ഇതങ്ങോട്ട് പറഞ്ഞു, 3 ദിവസത്തിലേറെ ഉദൂഹിയത്തിന് സാധാരണ സൂക്ഷിക്കാൻ പാടില്ല. നമ്മളുടെ ഇടയിൽ സുന്നികളുടെ ഇടയിൽ ജീവിക്കുന്ന വഹാബി സാധാരണക്കാർ അന്തം വിടുന്നത് എന്താണ്? ഇത് ആദ്യമായിട്ട് കേൾക്കുകയാണല്ലോ. സംഭവം മുസ്ലിമിൻ്റെ ഹദീസിൽ അങ്ങനെ ഉണ്ട്,
പക്ഷെ അത് ഏത് കാലത്തുള്ളതാണ്? മൻസൂഖായതാണ്, ഇസ്ലാമിന് തുടക്കത്തിലുള്ളതാണ്. മദീനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നിരുന്ന കാലഘട്ട തുടക്കത്തിലുണ്ടായ സംഭവമാണെന്ന്. ഒരുപാട് അന്നത്തെ പാവപ്പെട്ട ആളുകളുണ്ട്, അവർക്കൊക്കെ കൊടുക്കണം, നിങ്ങൾ സൂക്ഷിക്കരുതെന്നത്. പിന്നീട് അത് മൻസൂഖായി. പക്ഷേ ഇവർക്ക് മൻസൂഖിൻ്റെ പ്രശ്നമുണ്ടോ? എല്ലാ സഹീഹ് ഹദീസ് പിടിക്കുക. അഖ്റജഹുൽ ബുഖാരി വ സഹഹുൽ അൽബാനി, ഇതാണ് ഇവരുടെ നയം. ബുഖാരി ഇമാം ഉദ്ധരിച്ചു, ആര് സഹിയാക്കി? അൽബാനി സഹിയാക്കി. അതാണ് ഇന്നത്തെ സലഫിസത്തിൻ്റെ അവർ മുന്നോട്ട് വെക്കുന്ന അവരുടെ പ്രമേയം. അപ്പോൾ ഈ രീതിയിൽ ആരാണ് അൽബാനി, ആരാണ് ഇമാം ബുഖാരി? ബുഖാരി ഹദീസ് ഉദ്ധരിച്ചു, സഹിയാക്കുന്നത്. ഈ അൽബാനി എന്ന് പറയുന്നത് മദ്ഹബിൻ്റെ കടുത്ത വിരോധിയാണ്. 20 റക്അത്ത് തറാവീഹ് എന്ന് പറയുന്നത് ബിദ്അത്താണ് എന്ന് തന്നെ എഴുതിയിട്ട്, സ്കെച്ച് ശരിയാവില്ല, ബിദ്അത്താണ്, കുറ്റം കിട്ടുന്ന എഴുതിയ ആളാണ്. കാരണം ഇതൊക്കെ തന്നെ ഇവർ ഈ സലഫികളിലുള്ള ഈ ലാഹിരിയത്തിൻ്റെ സ്വാധീനത്തിൽ അടിപ്പെട്ടവരാണ് ഇവരെല്ലാം. ഒന്നത് ഇൽമുൽ കലാം. പിന്നെ അഖലിയ ഉലൂമുകളോട് ഇവർക്ക് കടുത്ത എതിർപ്പാണ്. അഖലിയ ഉലൂമിനോട്, മന്തിക്കിനോട് തന്നെ. മന്തിക്ക് മൻ തമന്തക്ക വക്ക തസന്തക്ക എന്നാണ് ഇബ്നു തൈമിയ്യയുടെ നിലപാട്. മന്തിക്ക് പഠിച്ചവൻ സിന്ദിക്കാവും. ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി എന്താ പറഞ്ഞത്? ലാ ഫിഖത ബി ഫിഖ്ഹി മൻ ലം യതമന്തഖ്. മന്തിക്ക് പഠിക്കാത്തവൻ്റെ ഫിഖ്ഹിനിക്ക് യാതൊരു വുസൂഖില്ല എന്നുള്ളതാണ്. കാരണം ഫിഖ്ഹിൽ എന്തുണ്ടാവും? കലിയകളുണ്ടാവും, ഹുക്കുമുകളുണ്ടാവും. ഹുക്കുമുണ്ടാണ് തസവൂർ വേണം, തസ്ദീഖ് വേണം. തസവൂറും തസ്ദീഖും പഠിച്ചവന് മാത്രമേ, കലിയ കൂട്ടുന്നവർക്ക് മാത്രമേ ഹുക്കുമിലേക്ക്, ശരിയായ ഹുക്കുമിലേക്ക് എത്താൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ലാഹിര്യത്ത് പോലെ ലാഹിര്യക്കൾക്ക് എന്താണ് താലീൽ എന്ന് പറയുന്ന സംഭവമല്ല, ഖിയാസാക്കണ് പാടില്ല. എന്തെങ്കിലും ഈ രീതിയിൽ ഖിയാസാക്കണ വിഷയം തന്നെ വൈദുനുഹ സുമാത്തുഹ എന്ന് ഒരു ഹദീസ് കാണാം. ബിക്കറിൻ്റെ എന്താണ് വിധി? ബിക്കറിനോട് സഹായം ചോദിക്കപ്പെടണം. വൈദുനുഹ സുമാത്തുഹ, അവളുടെ മൗനം എന്താണ്? അവരുടെ സമ്മതമാണ്. സംസാരിച്ച് ഒരു ബിക്കർ സംസാരിക്കുക, എനിക്ക് സമ്മതമാണെന്ന് പറഞ്ഞാൽ പിന്നെ അവളോട് എന്ത് ചെയ്യാൻ പറ്റില്ല, അവിടെ അവളെ സമ്മതം പരിഗണിക്കുക. റസൂൽ പറഞ്ഞ എന്താണ്? ഇവിടെ മിണ്ടാതിരിക്കണം എന്ന് പറഞ്ഞു. മിണ്ടിക്കഴിഞ്ഞാൽ പിന്നെ അവളെ സമ്മതം പരിഗണിക്കില്ല. ഈ രീതിയിലുള്ള ഒരു ആശയമാണ് ലാഹിരിയത്ത് മുന്നോട്ട് വെക്കുന്നത്. ഇതാണ് ഇവരുടെയും പ്രധാനം. ഇതിൻ്റെ നിങ്ങൾ ഏത് വിഷയം എടുത്ത് പരിശോധിച്ച് നോക്കൂ, അവിടെ തന്നെ. മുമ്പ് കൊട്ടപ്പുറത്ത് വെച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമ്മൾ അയ്യൂബ് മൗലവി ഇവിടെ ഉണ്ട്, ഇത് ബന്ധപ്പെട്ടുകൊണ്ട് സംസാരിക്കും. കൊട്ടപ്പുറത്ത് വെച്ചുകൊണ്ട് ഷിർക്കിൻ്റെ നിർവചനം പറയാൻ പറഞ്ഞു. ബദരീങ്ങളെ കാക്കണേ, മൊയ്തുശേഖ് രക്ഷിക്കണേ എന്നിങ്ങനെയുള്ള വിളി പാടില്ല എന്ന് പറയുള്ളൂ. എന്നാൽ അതിൻ്റെ ലാബിത്ത് പറയും. ഒരു കായിക പറഞ്ഞാൽ കായിക പറയില്ല. എത്ര വട്ടം ആവർത്തിച്ച് ചോദിച്ചു സ്റ്റേജിൽ വെച്ചുകൊണ്ട്. ഒരു നിയമം പറയണ്ടേ? ഇത് ഉദാഹരണം, മിസാല് കായികക്കല്ലേ മിസാൽ ഉണ്ടാവുള്ളൂ. അപ്പോൾ കായികവിൽ പറഞ്ഞാൽ അത് ഇൽമുൽ കലാമിൻ്റെ ശൈലിയായിപ്പോയില്ലേ. ഇൽമുൽ കലാം പാടില്ലാത്തതാണ്. ഇൽമുൽ കലാമിൻ്റെ നാശത്തിൽ പെടാത്ത ഒരു വിഭാഗം എന്നുള്ളതാണ് പറയുന്നത്. ഒന്നത്. അപ്പോൾ അഖലിയായ ഇൽമുകളോട്, ഉസൂൽ ഫിഖിനോട് അവർക്ക് വലിയൊരു താല്പര്യമൊന്നുമില്ല. ഉസൂൽ ഫിഖ് ഏറി വന്നാൽ അവർ ഉസൂൽ ഫിഖിൽ വറക്കാത്തൊക്കെ ഒന്ന് ഓതിയെന്ന് വരും. അതിന് നമ്മുടെ അശരീക പണ്ഡിതന്മാരുണ്ടാക്കിയ വറക്കാത്ത്. മറ്റുള്ള ഇൽമിനോട് അവർക്ക് അത്ര താല്പര്യം. മന്തിക്ക് പാടില്ല. നിങ്ങൾ നോക്കുമ്പോൾ സൗദി അറേബ്യയിലെ സലഫികളുടെ എവിടെയെങ്കിലും കോളേജിൽ മന്തിക്ക് എന്ന് പറഞ്ഞ ഒരു മാധ്യമങ്ങൾ കണ്ടിട്ടുണ്ടോ? കാണില്ല. ഇൽമുൽ കലാമും ഇല്ല, ഫൽസഫ എന്നുള്ള പിന്നെ തീരെ കാണില്ല. ഫൽസഫയോടെ നേരത്തെ നമ്മളെ കാവന്നൂർ ഉസ്താദ് പറഞ്ഞ പോലെ ഫൽസഫയോടെ നമ്മുടെ നിലപാടെന്താ? അശ്ശരിയുടെ നിലപാടെന്താണ്? ഫൽസഫ എന്ന് പറഞ്ഞത് നല്ലതുണ്ട് ചീത്തയുണ്ട്. അതിൽ നമ്മൾ സ്വീകരിക്കാൻ പറ്റുന്നതും പറ്റാത്തതുമുണ്ട്. അതിൽ അവർ ഇലാഹിയാത്തിൽ കയറിക്കൂട്ടിയത് കൊണ്ടാണ്. ഇലാഹിയാത്തിൽ ഫിലോസഫികൾ അനർഹമായ രീതിയിൽ എപ്പിസ്റ്റമോളജിക്കൽ അല്ലാതെ എല്ലാം ബുദ്ധി കൊണ്ട് തന്നെ അവർ കണ്ടെത്താൻ ശ്രമിച്ചതിനെയാണ് ബഹുമാനപ്പെട്ട ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി എതിർത്തത്. റിയാദിയാത്തിന് കുഴപ്പമില്ല, തബഈയാത്തിൽ പ്രശ്നങ്ങളില്ല, അങ്ങനെയുള്ള വിഷയങ്ങളിൽ പ്രശ്നമില്ല, അതിനെ എതിർക്കാൻ നിൽക്കണ്ട. അന്ന് ഇവരുടെ കൂട്ടത്തിലെ ആളുകളുണ്ട്. ഇവരാളുകൾ പറയുന്നുണ്ട്, നിങ്ങൾ ആവശ്യമില്ലാത്തതിനെ എതിർത്ത് ഇത് ദീൻ്റെ ഭാഗമാണെന്ന് മനസ്സിലാക്കരുത്. ഗ്രഹണം ഉണ്ടാകുന്നതിന് ഹന്തസിയായ അതിൻ്റെ ഗണിതശാസ്ത്രപരമായിരിക്കുന്ന ചില നിയമങ്ങളുണ്ട്. ആ നിയമങ്ങൾ അറിയുന്നവർക്കറിയാം. നിങ്ങൾ അത് പിന്നെ ഫിലോസഫികൾ അല്ലെങ്കിൽ ഫലാസിഫത്ത് പറഞ്ഞു എന്നുള്ളതിന് പേര് നിങ്ങൾ എതിർക്കാൻ നിൽക്കണ്ട. ഗസാലി ഇമാം അന്ന് മുതലേ പറയുന്നുണ്ട്, നിങ്ങളുടെ ഇത്തരത്തിലുള്ള മൻഹജിൽ നിന്ന് പിഴച്ചതായിരിക്കുന്ന സമീപനം കൊണ്ടാണ് ആലമുമായ ഇഫ്രഹുബിഹിൽ മലാഹിദ. ഗസാലി ഇമാം പറയാം, മലാഹിദത്ത് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് നിങ്ങളെപ്പോലുള്ള ആളുകളെ കൊണ്ടാണ്. ഈ അക്ഷരവാന നടത്തുന്ന, നഖലിൽ ജാമിതാകുന്ന, നിർജീവമായി കിടക്കുന്ന, ബുദ്ധിയും ഫഹമും ഉപയോഗപ്പെടുത്താതെ മൻഹജ് രൂപീകരിക്കുന്ന നിങ്ങളെ ആളുകളെ കൊണ്ടാണ് ഇസ്ലാമിന് നാശം വന്നത്. നമ്മുടെ ഇസ്ലാമിന് കൂടുതൽ നല്ലൊരു ശതമാനം ഇസ്ലാമിൻ്റെ
കേടുപറ്റിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ഇടയിലുള്ള ഇത്തരം ആളുകളെ കൊണ്ടാണ്. മറ്റുള്ളത് പിന്നെയാണ്. ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. തൗഹീദ് റുബൂബിയ, തൗഹീദിനെ ഒരു വിവരിച്ചവരാണ്. തൗഹീദ് റുബൂബിയ, തൗഹീദുൽ ഉലൂഹിയ, തൗഹീദുൽ അസ്മാഇ വസിഫാത്ത്. തൗഹീദുൽ ഉലൂഹിയ എന്നുള്ളതിനെ സലഫികൾ അവർ ഏത് രീതിയിലാണ് അതിനെ സമീപിക്കുന്നത് ചോദിച്ചാൽ, തൗഹീദുൽ ഉലൂഹിയാണ് ലോകത്ത് കഴിഞ്ഞ പ്രവാചകന്മാർ മുഴുവനും തൗഹീദുൽ ഉലൂഹിയത്തിനെയാണ് അവർ പ്രബോധനം ചെയ്തിട്ടുള്ളത്. എന്ന് വെച്ചാൽ അള്ളാഹു ഏകനാണെന്ന് പറയൽ മാത്രമേ ഉദ്ദേശം. അള്ളാഹു ആരാണെന്നോ അള്ളാഹു ഉണ്ടോ ഇല്ല, അള്ളാഹുവിൻ്റെ വുജൂദിനെ സ്ഥാപിക്കുന്ന തെളിവുകൾ ദലീലുകളൊന്നും അവർ പറഞ്ഞിട്ടില്ല. അള്ളാഹു ഉണ്ട് എന്നുള്ള എല്ലാവർക്കും അറിയാം. തൗഹീദ് റുബൂബിയത്തല്ലേ, ഖാലിഖാണ്, മുദബ്ബിറാണ്, റാസിഖാണ് എന്നുള്ളതാണ് തൗഹീദ് റുബൂബിയ. അതെല്ലാവർക്കും ഓൾറെഡി അറിയാവുന്നതാണ്. അപ്പോൾ പ്രവാചകന്മാർ അതിൽ ശ്രദ്ധ കൊടുത്തിട്ടില്ല. അവരേത് മാത്രമേ അവർ പറഞ്ഞിട്ടുള്ളൂ, തൗഹീദുൽ ഉലൂഹിയ മാത്രമേ ഉള്ളൂ. ഇതൊരു പച്ചക്കള്ളമാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ ചരിത്രത്തിൽ നോക്കിയാൽ നമുക്കറിയാം. അപ്പോൾ ഈ തൗഹീദ് റുബൂബിയത്ത് എന്ന് പറയുന്നത് അവർ പഠിപ്പിക്കാറില്ല. തൗഹീദ് റുബൂബിയത്ത് പഠിപ്പിക്കാറില്ല. എന്തുകൊണ്ട്? അത് ആവശ്യമില്ല. അത് ഫിത്രത്ത് നിലക്ക് തന്നെ മനുഷ്യനിലുള്ള ആൾറെഡി ഉള്ളതാണ്, പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. അശ്അരികളുടെ തൗഹീദ് അബൂജഹലിൻ്റെയും അബൂ ലഹബിൻ്റെയും തൗഹീദാണ് അവരുടേത്. അശ്അരികളുടെ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൻ്റെ തൗഹീദ് അശ്അരികളുടേത് അബൂജഹലിൻ്റെയും അബൂ ലഹബിൻ്റെയും തൗഹീദാണ്. അവർക്ക് റബ്ബ് ഉണ്ട് എന്നുള്ള വിശ്വാസമുള്ളൂ. റബ്ബ് ഏകനാണെന്ന് വിശ്വസിച്ചിട്ടില്ല. അശ്അരികളും അങ്ങനെയാണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അശ്അരികളുടെ നമ്മൾ കിതാബിൽ തൗഹീദ് റുബൂബിയത്ത് നമ്മൾ പഠിപ്പിക്കാൻ വേണ്ടി തൗഹീദ് റുബൂബിയത്ത് എന്ന് പറയുന്നത് കുഴപ്പമൊന്നുമില്ല, തക്സീബ് പഠിപ്പിക്കാൻ വേണ്ടി. അത് പക്ഷേ അതിന് വലിയ കാഫറാക്കണ തൗഹീദുൽ ഉലൂഹിയത്ത് തൗഹീദ് റുബൂബിയത്ത് എന്ന് പറഞ്ഞിട്ട് അത് വിഭജിച്ചുകൊണ്ട് അതിന് മേലെ കൂട്ടി തൗഹീദ് ഇല്ലാത്തവരാണ് മറ്റുള്ളവരാന്ന് പറഞ്ഞിട്ട് ആ വിഭജനത്തിനെ നമ്മൾ എതിർക്കുന്നത്. അത് കാഫറാക്കാൻ മറ്റു ഹുക്കുമുകൾ തർത്തമാകുന്ന രീതിയിലുള്ള തക്സീം നമ്മൾ അംഗീകരിക്കുന്നില്ല. പഠിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, തക്സീം ചെയ്യാം, അതിന് വിരോധമൊന്നുമില്ല. തൗഹീദ് റുബൂബിയത്ത് നമ്മുടെ തൗഹീദ് റുബൂബിയത്തിൽ എന്തില്ല, തൗഹീദുൽ ഉലൂഹിയത്തില്ല, ഉലൂഹിയത്താണ് പഠിപ്പിക്കേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് അവർ പ്രസംഗിക്കാറുണ്ട്, എഴുതാറുണ്ട്. അപ്പോൾ ഇവർക്കുള്ള ഒരു അലർജിയാണ് തൗഹീദ് റുബൂബിയത്ത്. ഇപ്പോൾ ഈ സിറിയ പോലെയുള്ള ആയിരിക്കുന്ന നാടുകളിൽ ഇവർ ചില യൂണിവേഴ്സിറ്റി പ്രൊഫസർമാരുണ്ട്, സലഫികൾ. അവർക്ക് ഈ അഖീദയുടെ മാത വരുമ്പോൾ അത് തൗഹീദ് റുബൂബിയത്തിൻ്റെ ഭാഗം വരുമ്പോൾ അവരെ അശ്അരികൾ കേൾപ്പിച്ചു കൊടുക്കുക, ഇവരും ഒഴിഞ്ഞു മാറും. അതുപോലെ തന്നെ പല നമ്മുടെ സയ്യിദുൽ ഖുമരിയെ പോലുള്ളായിരിക്കുന്ന നമ്മൾ ആഫ്രിക്കയിലൊക്കെ പണ്ഡിതന്മാരുടെ പ്രസംഗം കേട്ടിട്ടുണ്ട്. അവർ യാത്ര ചെയ്യുന്ന സന്ദർഭത്തിൽ ഒരു അക്കലുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് സംസാരിച്ചപ്പോൾ അക്കലിനെ കുറിച്ച് പറയരുത്, അക്കലൊക്കെ അത് നമുക്ക് പറഞ്ഞതല്ല, അക്കലൊക്കെ ഒഴിവാക്കണം എന്ന് പറഞ്ഞ് അക്കലി ആ വിഷയത്തിന് ശക്തമായിട്ട് എതിർക്കുന്നു. അതുപോലെ വേറൊരു പ്രാസംഗികന് അള്ളാഹുവിൻ്റെ ആസ്തികത്തെ സ്ഥാപിക്കാൻ വേണ്ടി സൂറത്ത് നഹലിലൊക്കെ പറയുന്ന ഈ തേനീച്ചയുടെ വിഷയങ്ങളൊക്കെ ഉണ്ടല്ലോ, അതെടുത്ത് പറഞ്ഞപ്പോൾ എഴുന്നേറ്റ് നിന്നിട്ട് അതിനെ ശക്തമായിട്ട് എതിർക്കുന്നു. അപ്പോൾ അക്കലിനോട് ഇവർക്ക് ശക്തമായ വെറുപ്പാണ്. അക്കലിനോട് വെറുപ്പ്. തൗഹീദ് റുബൂബിയത്ത് പഠിപ്പിക്കാൻ കാരണം എന്താണ്? അത് നമ്മൾ അള്ളാഹുവിനെ സ്ഥാപിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് തൗഹീദ് റുബൂബിയത്ത് അവർ വ്യക്തമായി പഠിപ്പിക്കാത്തത് കൊണ്ട് തന്നെ അവരിൽ പല ആളുകൾക്കും അള്ളാഹുവിൻ്റെ ആസ്തികത്തെ സ്ഥാപിക്കാൻ കഴിയാതെ വരുന്നുണ്ട്. അള്ളാഹുവിനെ ആസ്തിക്കാൻ സാധിക്കും, തൗഹീദ് റുബൂബിയത്ത് പഠിപ്പിക്കണം. അള്ളാഹു എങ്ങനെയാണ് ഖാലിക്കായത്, റാസിക്കായത്, എങ്ങനെ അവൻ്റെ വുജൂദ്, അവൻ്റെ വുജൂദിയ സിഫത്ത്, അവൻ്റെ സൽബിയ സിഫത്ത്, അവൻ്റെ മാനിയ സിഫത്ത്, മാനിയ സിഫത്ത്. അശ്അരികളുടെ നമ്മുടെ മാതൃക അതാണ്. അത് പഠിപ്പിക്കുമ്പോൾ സംശയങ്ങൾ ശരിക്കും ഒരു സനൂസ് ഓതിയ ഒരു വ്യക്തിയാണെങ്കിൽ ഒരിക്കലും അവൻ ഇസ്ലാമെന്ന് പുറത്തു പോകില്ല. അവൻ ശരിക്കും പഠിച്ചിരിക്കും അള്ളാഹുവിൻ്റെ ആസ്തിക്യം എന്താണെന്ന്, യുക്തിപൂർവ്വം അവൻ പഠിച്ചിരിക്കും. ഇതിൽ കലാൻ പാടില്ല. ഇത്തരത്തിലുള്ള അറിവുകളൊക്കെ തന്നെ അവർ അടച്ച് നിഷേധിച്ചതുകൊണ്ട് തന്നെ അവരിൽ നല്ലൊരു ശതമാനം അവരുടെ മെൻഹജിൻ്റെ സ്ട്രക്ചർ തന്നെ യുക്തിവാദത്തിലേക്ക്, മതനിരാസത്തിലേക്ക് എളുപ്പം ചെന്ന് ചേർക്കുന്നതാണ്. നിങ്ങൾ കേട്ടിരിക്കും അബ്ദുല്ലാഹിൽ ഖസീമി എന്ന് പറഞ്ഞാൽ സലഫികളുടെ ഏറ്റവും വലിയ ആളായിരുന്നു, നേതാവായിരുന്നു അബ്ദുല്ലാഹിൽ ഖസീമി. വലിയ വലിയ ഷിയാക്കളെ എതിർത്തിട്ടും അസ്ഹറിൽ പഠിക്കാൻ വേണ്ടി പോയി. അസ്ഹറിൽ പഠിക്കാൻ വേണ്ടി പോയ സമയത്ത് അവിടുത്തെ യൂസുഫ് ദജ്വി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം അദ്ദേഹം അശ്അരിയാണ്, സൂഫിയാണ്. എതിർത്തുകൊണ്ട് ഗ്രന്ഥമെഴുതി ശക്തമായിട്ട് എതിർത്തപ്പോൾ അസ്ഹറിൽ നിന്ന് പുറത്താക്കി. പിന്നീട് ശക്തമായിട്ട് അന്ന് ഈ അബ്ദുല്ലാഹിൽ ഖസീമി എന്ന് പറയുന്ന മുൽഹിദിനെ സഹായിച്ചത് റഷീദ് റിളയെ പോലുള്ള ആളുകളാണ്. കാരണം അസ്ഹറിനെതിരാണ്. റഷീദ് റിള മുഹമ്മദ് അബ്ദുവിൻ്റെ ശിഷ്യൻ, അവരെപ്പോലുള്ള ആളുകൾ ഈ യൂസുഫ് ദജ്വിക്കെതിരിൽ എഴുതിയതായ ഒരു പേര് ഞാൻ മറന്നുപോയി, അൽ ബുറൂഖാത്ത് നജിദിയ,
അലക്തിസാഹി ലഖ്വാലിൽ ദജ്വിയ എന്ന് പറയാൻ തോന്നുന്നുണ്ട് ഗ്രന്ഥത്തിൻ്റെ പേര്, വ്യക്തമായിട്ട് ഓർമ്മ വരുന്നില്ല. യൂസുഫ് ദജ്വിക്ക് ശക്തമായിട്ട് ഒരു മറുപടി എന്ന രീതിയിൽ ഗ്രന്ഥം എഴുതി. തവസ്സുൽ ഇസ്തിഗാസയൊക്കെ സമർത്ഥിച്ചുള്ള ഗ്രന്ഥമാണ്. അപ്പോൾ അതിനെഴുതിയോട് കൂടെ തന്നെ അന്നത്തെ അവിടുത്തെ വഹാബികളൊക്കെ ഇയാൾ ഏറ്റുപിടിച്ചു. പിന്നീട് ഷിയാക്കൾക്ക് എതിരായിട്ട് വേറെ ഗ്രന്ഥം എഴുതി, അൽ ഫർഖു ബൈനൽ വസനിയത്ത് വൽ ഇസ്ലാം എന്ന് പറഞ്ഞുകൊണ്ട് ശക്തമായിട്ട് എതിർത്തുകൊണ്ടാണ് എഴുതിയത്. ആ ഗ്രന്ഥം ഇറങ്ങിയതോട് കൂടെ തന്നെ ഹറമിലെ പണ്ഡിതന്മാർ പോലും പറഞ്ഞു, ലഖദ് ദഫഅ മഹറൽ ജന്ന, സ്വർഗത്തിന് മഹർ ഇയാൾ നൽകി കഴിഞ്ഞ്, ഹൂറിലിങ്ങളെ മഹർ നൽകി കഴിഞ്ഞാൽ അത്രയും വലിയ സേവനമാണ് ഇവിടെ നടത്തിയിരിക്കുന്നതും. ഹറമിലെ മിമ്പറിൽ വെച്ചുകൊണ്ട് ഇയാൾ പുകഴ്ത്തി പറഞ്ഞു. അവസാനം എന്തായി? ഇയാൾ അവിടെ നിന്ന് വിട്ട് അബ്ദുല്ലാഹിൽ ഖസീമി എന്ന് പറയുന്ന ഇന്നത്തെ അവിടുത്തെ നോക്ക് നിങ്ങൾ, സൗദി അറേബ്യയിൽ 6% 9% അവിടുത്തെ മുൽഹിദീങ്ങൾ മതനിരാസമുള്ളവർ ശതമാനം എത്ര 16 കോടി ജനങ്ങളിൽ നിന്ന് ഒരു 6% കൂട്ടി, 1% കൂട്ടി എത്ര ലക്ഷം ഉണ്ടാവും കൂട്ടിക്കോളി നിങ്ങൾ. 16 കോടിയിൽ നിന്ന് 1% ലക്ഷങ്ങളായില്ലേ? 6% ആണെങ്കിൽ. പക്ഷെ അവിടെ പുറത്തേക്ക് അങ്ങനെ പ്രകടിപ്പിക്കില്ല. അവർ ഇൻ്റർനെറ്റിലാണ് അവരുടെ വിളയാട്ടങ്ങൾ. വ്യക്തമായിട്ട് ആരും പുറത്ത് പറഞ്ഞാൽ അത് രാജ്യദ്രോഹ കുറ്റമാണ്. മുൽഹിദാണെന്ന് പറഞ്ഞാൽ രാജ്യദ്രോഹിയായി. അതുകൊണ്ട് പുറത്ത് പറയില്ല. എന്തുകൊണ്ട്? ഇവർ ഇത്തരം ഭൗതിക ശാസ്ത്രങ്ങളെ, ഇപ്പോൾ കാനഡയിൽ താമസിക്കുന്ന ഒരു സ്ത്രീയുണ്ട്, ഒരു സൗദി അറേബ്യ ജീവിച്ചിരുന്ന ഒരു സ്ത്രീ പറയുന്നത് ഖുർആൻ പിന്നെ ഗോളശാസ്ത്രത്തിനും അതുപോലെയുള്ള ആയിരിക്കുന്ന ശാസ്ത്ര വിരുദ്ധമായ ഗ്രന്ഥമാണ്. എന്തുകൊണ്ട്? ഇവർ പഠിപ്പിക്കുന്നത് എന്താണ്? ഭൂമി സൂര്യൻ ചുറ്റും കറങ്ങുന്നുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇസ്ലാമിനോട് ഒന്നാമതായി പറഞ്ഞു നോക്കും. ഒരു കുറച്ച് കാര്യങ്ങളിലൂടെ പറയാം. ജുസൂമു അല്ലാസിമിൽ അവൽ, ഇങ്ങനെ ഭൂമി കറങ്ങുന്നുണ്ട്, ഭൂമി കറങ്ങുന്നില്ല, ഇവിടെ ഭൂമി ചലിക്കാതെ ഇരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ അതാണ് ശരി. ഭൂമി സൂര്യൻ ചുറ്റും കറങ്ങുന്നുണ്ടെന്ന് പറഞ്ഞാൽ ഇവരുടെ അഖീദ മുഴുവൻ തകർന്നു വീഴുന്നു. ഏതാനും ഉദാഹരണങ്ങൾ ഞങ്ങൾ വായിക്കാം. ഒന്നാമതായിട്ട് നഫി വുജൂദിൽ ഖാലിഖി, അള്ളാഹുവിൻ്റെ അള്ളാഹുവിൻ്റെ അസ്തിത്വത്തെ നിഷേധിക്കും പോലെ. ഏത് കറങ്ങിക്കഴിഞ്ഞാൽ ഭൂമി സൂര്യൻ ചുറ്റി കറങ്ങിക്കഴിഞ്ഞാൽ അള്ളാഹുവിനെ നിഷേധിക്കൽ വരും എന്നാണ് പറയുന്നത്. പിന്നെ അവിശ്വക്കിലേക്ക് സംശയം വരും. രണ്ടാമത് തക്ദീബുല്ലാഹി വ റസൂലി, അള്ളാഹിനെ റസൂലിനെ നിഷേധിക്കൽ വരും ഭൂമി കറങ്ങിയാൽ. ഇവർക്ക് വേറെ കിതാബുണ്ട്, സലഫികൾക്ക് വേറെ കിതാബ്. ലിമാദ ഹറക്കുൽ അർള, എന്തുകൊണ്ടാണ് അവർ ഭൂമിയെ ചലിപ്പിച്ചതെന്ന് ചോദിക്കും. അതിന് ആ പേരിൽ തന്നെ ഒരു ഗ്രന്ഥം എഴുതിയിരിക്കുകയാണ്. ഭൂമിയെ ചലിപ്പിച്ചത് എന്തിനാണ്? ഭൂമി ചലിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ അഖീദ. അതുപോലെ റദ്ദു ഇജ്മാഉൽ മുസ്ലിമീന, മുസ്ലിമുകളുടെ ഇജ്മാ തള്ളിക്കളയും. അതുപോലെ തക്ദീബ് കുല്ലി മാ ഖബറ, അള്ളാഹു ഖുർആനിൽ സൂറത്ത് ഫുസ്സിലത്തിൽ പറഞ്ഞ മുഴുവൻ ആശയങ്ങളെ നിഷേധിച്ച് കളയുന്നു. അതുപോലെ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾക്ക് മുഖാബറത്തുൽ ഹിസ്സി, ഇങ്ങനെ നോക്കി നിങ്ങൾ, സാധാരണ ഒരു സ്കൂൾ പോകുന്ന കുട്ടി പോലും തലയിൽ കൈ വെച്ച് പോകുന്ന രീതിയിലുള്ള ആശയങ്ങളാണ് ഭൂമി സൂര്യൻ ചുറ്റും കറങ്ങുന്നത്. എന്തുകൊണ്ടാണ് ഇത്? ഇതൊക്കെ ഇൽമുൽ കലാമിൻ്റെ ഭാഗമാണ്. അതൊന്നും പഠിക്കാൻ പാടില്ല. അതൊക്കെ കുഫാറുകളുടെ മറ്റ് അവിശ്വാസികളുടെ വിജ്ഞാനമാണെന്ന് പറഞ്ഞാൽ അതിനെല്ലാം അന്ധമായി എതിർക്കുന്ന ഒരു സ്വഭാവം. എനിക്ക് ഓർമ്മയുണ്ട്, അയ്യൂബ് മൗലവി വർഷങ്ങൾക്ക് മുമ്പ് കോഴിക്കോട് വെച്ചുകൊണ്ട് അവിടെ ലിറ്റ്മസ് പരിപാടിയിൽ അവിടെ ഒരു പത്രസമ്മേളനം നടത്തിയപ്പോൾ സംസാരിച്ച് ഞാനിപ്പോൾ ഓർക്കുകയാണ്. അയ്യൂബ് മൗലവിൻ്റെ എഴുത്ത് വെച്ചെല്ലാം പറയുന്നത്, പരിശുദ്ധ ഖുർആനിൽ സൂര്യൻ ചലിച്ചതുകൊണ്ടാണ് രാപ്പകലുകൾ ഉണ്ടാകുന്നത് എന്നാണ് ഖുർആനിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നാൽ ശാസ്ത്രമാണ് അതിനെ തിരുത്തിയത്. ഇതെവിടുന്ന് കിട്ടിയ ആശയമാണ്? അത് അയ്യൂബ് മൗലവി പറയും. ഇപ്പോൾ അദ്ദേഹത്തിന് അഭിപ്രായം ഉണ്ടാവില്ല. ഖുർആനിൽ ഞാൻ അന്ന് തന്നെ പിറ്റേന്ന് തന്നെ അദ്ദേഹമായിട്ട് ബന്ധപ്പെട്ട് സംസാരിച്ചു. അങ്ങനെ ഖുർആനിൽ ഒരു ആയത്ത് സൂര്യൻ ചലിച്ചതുകൊണ്ടാണ് രാപ്പകൽ ഉണ്ടാകുന്നത് എന്ന് അങ്ങനെ വ്യക്തമായി പറയുന്ന ഒറ്റ ആയത്തുമില്ല. സൂര്യൻ നമ്മുടെ കൺമുന്നിൽ നിന്ന് അസ്തമിച്ച് പോകുന്നു, ഉദിക്കുന്നു. അത് സൂര്യൻ ചലിച്ചുകൊണ്ട് തന്നെ അവിടെ നിന്നുകൂടെ എവിടെ പറഞ്ഞത്? അത് നമ്മൾ കീപ്പോട്ട് പോയാലും മതിയല്ലോ. സൂര്യൻ അവിടെ തന്നെ, നമ്മൾ നിൽക്കുന്ന ഭൂമി അങ്ങോട്ട് കറങ്ങിയാലും മതിയല്ലോ ഇപ്പോൾ അസ്തമാനം നമുക്ക് അനുഭവപ്പെടാൻ. അപ്പോൾ ഖുർആനിൽ എവിടെ അങ്ങനെ വ്യക്തമായി പറഞ്ഞിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അതെവിടെ നിന്നാണ് വരുന്നത്? ഇത്തരത്തിൽ ആളുകളുടെ ഇത്തരം സലഫി ആശയങ്ങൾ അദ്ദേഹം കേട്ടിരിക്കും. അതുകൊണ്ടാണ് പറയുന്നത്, ഇങ്ങനെ ഒരു നാസ്തികതയിലേക്ക് എത്തിപ്പെടുന്ന രീതിയിലുള്ള സ്ട്രക്ചറാണ് സലഫികൾ ഇവിടെ മുന്നോട്ട് വെക്കുന്നത്. ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. തസവുഫിനെ അവർ ശക്തമായിട്ട് എതിർക്കുന്നു. മനുഷ്യൻ ആത്മീയമായ ഒരു ഉത്കർഷത്തിനുള്ള തസവുഫിനെ അവർ ആക്ഷേപിച്ചു. എന്നിട്ട് കുറേ ജിന്നു കഥകളും കുറേ സിഹിറും ചെയ്ത്താനൊക്കെ കൂടി അതാണ് പോലെ കഥകൾ. ഈ ആത്മീയതയെ
ഒന്ന് അവിടെ ആ വിടവ് നികത്താൻ വേണ്ടി സിഹിർ കഥകളും ജിന്ന് കഥകളും തസവുഫ് പറ്റേ ഉപേക്ഷിച്ചു. ഇങ്ങനെ നോക്കുമ്പോൾ പാരമ്പര്യ ഇസ്ലാമെന്ന് വ്യതിചലിച്ച ഇവരെല്ലാവരും തന്നെ പിന്നീട് ഇവരുടെ പോക്ക് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന രീതിയിലാണ് ഇവരുടെ മൻഹജ് തന്നെ നിലകൊള്ളുന്നത് എന്നുള്ളതാണ് ഇവിടെ പറയാനുള്ളത്. അതുകൊണ്ട് പാരമ്പര്യ ഇസ്ലാമിൽ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് അശ്അരികളിൽ അവർ മുന്നോട്ട് വെച്ച ലോകത്തെന്നും നോക്കി നിങ്ങൾ, ഞാനിവിടെ കൊണ്ടുവന്ന മറ്റേതാണ് കോപ്പർനിക്കസ് മുന്നോട്ട് വെച്ച സൂര്യകേന്ദ്ര സിദ്ധാന്തം. ബഹുമാനപ്പെട്ട അല്ലാമ സൈഫുദ്ദീൻ ആമിദി റഹ്മത്തുള്ളാഹി അലൈഹി തൻ്റെ അബ്കാറുൽ അഫ്കാറിൽ അന്നത്തെ ഫലാസിഫത്ത് പറഞ്ഞിരുന്ന ഭൂമിയാണ് കേന്ദ്രം, സൂര്യൻ കറങ്ങിയാണ്. അതിനെ എതിർത്തുകൊണ്ട് മഹാനായിരിക്കുന്ന സൈഫുദ്ദീൻ ആമിദി തൻ്റെ കിതാബിൽ പറഞ്ഞു. അതുപോലെ അല്ലാമ അലുദ്ദീൻ ഈജി തങ്ങൾ തൻ്റെ മവാഖിഫിൽ പറഞ്ഞു. അവരുടെ വാദങ്ങളൊക്കെ ഖുർആൻ്റെ പിൻബലത്തോടുകൂടെ അന്ന് പറഞ്ഞ കാര്യങ്ങളെ ഇന്ന് ആധുനിക ശാസ്ത്രം മുന്നോട്ട് വെക്കുന്നത്, അത് അംഗീകരിച്ചു കൊണ്ടിരിക്കുന്നു. അപ്പോൾ മുത്തക്കല്ലിമീങ്ങളുടെ ഇൽമുൽ കലാമും മുത്തക്കല്ലിമീങ്ങളും അഹ്ലുസുന്നത്ത് അതാണോ ഇസ്ലാമിൻ്റെ ശരിയായ മുഖം? അതല്ല, ഈ അക്ഷര വായനക്കാരായ എല്ലാ ആത്മീയതകളെയും ആക്ഷേപിക്കുന്ന മഹാന്മാരെ അവഗണിക്കുന്ന, നിന്ദിക്കുന്ന, പരിഹസിക്കുന്ന ഈ സലഫികളാണോ ഇസ്ലാമിൻ്റെ യഥാർത്ഥ മുഖം എന്നുള്ളത് നമുക്ക് ചിന്തിക്കാൻ ഏറെ അവസരം നൽകുന്നുണ്ട്. അയ്യൂമലക്ക് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസാരിക്കാനുണ്ട്. നമ്മുടെ വിഷയം ഉസൂലിൽ ഇൽമ് എന്നതാണ് ബേസ് വിഷയം. ഉസൂൽ എന്ന വാക്ക് അസ്ലിൻ്റെ ബഹുവചനമാണ്. അസ്ൽ എന്ന് പറഞ്ഞാൽ മാ യംബഗി അലൈഹി ഗൈറു, ഏതൊന്നിൻ്റെ മേലാണോ കെട്ടിപ്പടുക്കുന്നത് അതിനാണ് നമ്മൾ സാധാരണ അസ്ല് ഉസൂല് എന്ന് പറയൽ. പിന്നെ അടുത്തൊരു വാക്ക് വരുന്നത് ഇൽമാണ്. ഉസൂലുൽ ഇൽം എന്നതാണ്. ഇൽമ് എന്ന് പറയുന്നതിനെ വിഭജിച്ചത് ഇപ്പം നമുക്കൊക്കെ ഇസ്ലാമിക് എപ്പിസ്റ്റമോളജിയിൽ പറയുന്നത് മദാരിക്കുൽ ഇൽമിൽ ഹാദിസി സലാസ. ഒന്ന് ഹിസ്സാണ്, രണ്ട് ഖബറു സ്വാദിക്കാണ്, മൂന്ന് അക്കലാണ്. അപ്പോൾ ബാക്കവി പറഞ്ഞ് നിർത്തിയത് അക്കലിൽ നിന്നാണ്. അപ്പോൾ ഞാൻ അക്കലിനെ കുറിച്ചിട്ടുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാം, കാരണം അതിനെ സമയമുള്ളൂ. അക്കല് അല്ലെങ്കിൽ റഇയ് എന്നത് ഇസ്ലാമിൽ പ്രമാണമാണ്. പ്രമാണമാണെന്ന് പറയുന്നത് കേവലം പറയല്ല, വിശുദ്ധ ഖുർആനിൽ അധിക ചില ആയത്തുകളൊക്കെ അവസാനിക്കുന്നത് അഫലാ തഅഖിലൂൻ, അഫലാ തൻദുറൂൻ, അഫലാ തുബ്സിറൂൻ, അഫലാ തതഫക്കറൂൻ ലിആയാത്തിൽ ലിഉലിന്നുഹ ഉലുൽ അൽബാബ്, ഇങ്ങനെ തുടങ്ങി ധാരാളം അക്കൽ ഉപയോഗിക്കാൻ ഖുർആൻ പറയുന്നുണ്ട്. സുലൈമാൻ നബിയെക്കുറിച്ച് പറയുന്നിടത്ത് പറഞ്ഞു ഫഹംന ഇലാ സുലൈമാൻ, സുലൈമാന് നമ്മൾ ഫഹ്മ് നൽകി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അക്കല് വളരെ പ്രധാനമാണ്. അക്കലിനെ കുറിച്ചിട്ട് ഇമാം ബഗ്ദാദിയുടെ താരീഖുൽ ബഗ്ദാദിൽ കാണാം, ലാ യകൂനു സരിയു മിസ്ല ദനി ലാ വലാ ദുക്കായി വലൽ ഗബി മിസ്ലൽ ഗബി. അതായത് ഉയർന്നു ജീവിക്കുന്നവനും താഴ്ന്ന് ജീവിക്കുന്നവനും, ജീവിത നിലവാരത്തിൽ ഉയർന്നവനും താഴ്ന്നവനും സമമല്ല. ലാ വലദുക്കായി, ബുദ്ധിയുള്ളവനും മിസലൽ ഗബി, വിഡ്ഢിയും സമമല്ല. പിന്നെ ആ ബൈത്ത് അവസാനിക്കുന്ന ഇങ്ങനെ പറഞ്ഞിട്ടാണ്, ഖീമത്തുൽ മർഇ കുല്ലമാ അഹ്സന മർഉ ഖലാഅൻ മിനൽ ഇമാമി അലിയിൻ. അലി റളിയല്ലാഹു അൻഹുവിൻ്റെ വാക്കുണ്ട്, ഒരു മനുഷ്യൻ ഏറ്റവും വിലയുള്ളവനാകുക എന്നുള്ളത് അവൻ ചെയ്യുന്ന പ്രവൃത്തി യുക്തിഭദ്രമാണോ അല്ലേന്ന് നോക്കിയിട്ടാണെന്നാണ്. അപ്പോൾ യുക്തി ഉള്ളവനും യുക്തിയില്ലാത്തവനും സമമാകുമോ എന്ന് ചോദിച്ചാൽ സമമല്ല എന്നാണ്. ഇൽമിനെ കുറിച്ചിട്ടും ഖുർആൻ തന്നെ പറയുന്നുണ്ട്, ഹൽ യസ്തവില്ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ, അറിവുള്ളവനും അറിവില്ലാത്തവനും സമമാകുമോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഇൽമിനെ നമ്മൾ അക്കലുമായി ബന്ധപ്പെടുത്തുമ്പോൾ 4 രീതിയിൽ വേർതിരിക്കാറുണ്ട്. ഒന്ന് ഇൽമ്, പിന്നെ ഫഹ്മ്, നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കുക. അതുകൊണ്ടാണ് ഉസ്താദ്മാർക്ക് സബക്ക് കഴിഞ്ഞ് ചോദിക്കും മഫ്ഹൂം അല്ലെങ്കിൽ ഫഹീം എന്ന് ചോദിക്കുന്നത്. ഒന്ന് ഫഹ്മ്, പിന്നെ തഫക്കുറുണ്ട്, പിന്നെ 4ാമത്തെ തഫക്കുഹാണ്. ഈ 4ഉം കൂടി ചേരുമ്പോഴാണ് അക്കലിൻ്റെ പ്രോസസ്സ് വർക്ക് ചെയ്യുന്നത്.
ഇത് ഖുർആൻ ചിന്തിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഖുർആനിൽ 2 തരം ആയാത്തുകളെ കുറിച്ച് പറയുന്നുണ്ട്. ഒന്ന് ആയാത്തുൻ ഷർഈയ, ഷർഈയായ ദൃഷ്ടാന്തമുണ്ട്. മറ്റത് ആയാത്തുൻ കൗനീയ, പ്രാപഞ്ചികമായ തന്നെക്കുറിച്ചും തൻ്റെ ചുറ്റുപാടിനെക്കുറിച്ചും ആലോചിക്കാനാണ് ഖുർആനിൽ ഒരുപാട് സ്ഥലത്ത് പരാമർശിക്കുന്നത്. നിങ്ങൾ സീറൂ ഫിൽ അർദ്, ഭൂമിയിലൂടെ സഞ്ചരിക്കൂ എന്ന് പറഞ്ഞാൽ ഭൂമിയിലൂടെ സഞ്ചരിച്ച് പ്രകൃതിയെക്കുറിച്ചും ചുറ്റുപാടുകളെക്കുറിച്ചുമൊക്കെ അന്വേഷിക്കാൻ. അതുകൊണ്ടാണ് ഇസ്ലാമിക ചരിത്രത്തിന് സീറ എന്ന് പറയുന്നത്. ചരിത്രത്തിലൂടെ സഞ്ചരിച്ചു പഠിക്കാനാണ്. ഒരാളുടെ ജീവചരിത്രം വായിക്കാതെ കാണാണ്ട് പഠിക്കല്ല, അതിൽ ഗുണപാഠമുണ്ടോ എന്ന് കണ്ടെത്താനാണ്. അങ്ങനെ ബുദ്ധിപരമായ കാര്യങ്ങളെ പ്രപഞ്ചത്തിലേക്ക് ചിന്തിപ്പിക്കുവാൻ പലപ്പോഴും പണ്ഡിതന്മാർ പ്രേരിപ്പിച്ചിട്ടുണ്ട് താനും. നമുക്കറിയാം, ഇപ്പോൾ കവി പറഞ്ഞു കൊടുത്തു തന്നെ ഞാൻ തുടങ്ങുകയാണ്. ഇപ്പോൾ ഇമാം ഷാഫിഈ എവിടെയാണ് ജനിച്ചത്? ഇന്നത്തെ ഫലസ്തീനിലെ ഗസയിലാണ് അദ്ദേഹം ജനിച്ചത്. ഹിജറ 150 അദ്ദേഹം ജനിക്കുന്നത്. ആ ഫലസ്തീനിൻ്റെ പ്രത്യേകത, ഇപ്പോൾ നമുക്ക് ഫലസ്തീൻ പത്രങ്ങളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്നതുകൊണ്ട് ഫലസ്തീനിൻ്റെ ഒരു പ്രത്യേകത, അവിടെയൊക്കെ തൂത്ത് കൃഷി ചെയ്യുന്നവരാണ്. എന്താണ്? മൾബറി കൃഷിക്കാരാണ് അവരൊക്കെ അധികവും. ഒരിക്കൽ ഒരു കർഷകൻ അള്ളാഹുവിൻ്റെ വുജൂദുമായി സംശയിച്ചുകൊണ്ട് ഇമാം ഷാഫിയുടെ അടുക്കൽ വന്നു. ഷാഫി ഇമാം അദ്ദേഹത്തെ ആ കൃഷിസ്ഥലത്തേക്ക് കൊണ്ടുപോയിട്ട് പറഞ്ഞു, ഹാദാ വറഖത്തു തൂത്ത്, ഇത് മൾബറിയുടെ ഇലയല്ലേ? അതെ. അലൈസ ലൗനുഹാ വാഹിദ്, ഇതിൻ്റെ ഇല ഒരുപോലെയല്ലേ? തുഅമുഹാ വാഹിദ്, നിറം ഒരുപോലെയല്ലേ? എല്ലാം ഖാലൂ നഅം, എല്ലാം പറഞ്ഞു അതെ, അതിൻ്റെ നിറം മണം എല്ലാം ഒരുപോലെയാണ്. എങ്കിൽ അദ്ദേഹം ചോദിക്കുന്നത് ഇതാണ്, തഅകുലുഹാ അഷാത്ത്, ഒരാട് വന്നത് കഴിച്ചു എങ്കിൽ പിന്നെ തുഖ്രിജുഹാ ലബനൻ സഫിയ്യ, ഒരാട് ഇത് കഴിച്ചാൽ നമുക്ക് മാംസമോ അല്ലെങ്കിൽ നല്ല പാല് തരും. തഅകുലു ദൂദൽ കസ്, ഒരു പട്ടുപുഴുവാണിത് കഴിക്കുന്നതെങ്കിലോ തുഹ്രിജുഹ ഹരീറൻ ത്വയ്യിബ, നല്ല ഒരു പട്ട് തരും നിങ്ങൾക്ക് അല്ലേ. തഅകുലുഹ ഗബാല, ഒരു മാൻപേടയാണിത് കഴിച്ചതെങ്കിലോ തുഹ്രിജുഹ മിസ്ക, നല്ല മിസ്ക് തരും. തഅകുലുഹ അന്നഖ്ല, അത് തേനീച്ചയാണ് നുകരുന്നതെങ്കിലോ തുഖ്രിജുഹ അസലൻ സഫിയ്യ, ശുദ്ധമായ, ഇതിൻ്റെ മാദ്ദ വാഹിദ, പക്ഷേ അതിലുള്ള വസ്തു ഉണ്ടായി വരുന്നത് മുഖ്തലിഫ്. ഇതെങ്ങനെ വന്നു? യാദൃശ്ചികതയാണോ എന്ന് ഇത് അള്ളാഹു ഉണ്ട് എന്നുള്ളതിനല്ല, അങ്ങനെയൊക്കെ കൊണ്ടുപോവാൻ, ചിന്തിപ്പിക്കുവാൻ പ്രേരിപ്പിക്കുന്നു. ഇതുപോലെ അഹ്മദ് ബിൻ ഹംബൽ അദ്ദേഹം ഇതുപോലെ പറയാണ്, ചിന്തിപ്പിക്കണം. നമ്മുടെ അൽ ആയാത്തുൽ കൗനിയ, ആയാത്ത് എന്നതിൻ്റെ മാന നമ്മളോട് ഈ മആലിം, അടയാളങ്ങൾ അല്ലെങ്കിൽ കുറിമാനങ്ങൾ എന്നർത്ഥം പറയാൻ പറ്റും. പക്ഷേ അതിലൊരു തഅജ്ജുബിൻ്റെ അംശം കൂടി ഉണ്ടാകുമ്പോഴാണ് അതിന് ദൃഷ്ടാന്തമെന്ന് നമ്മൾ പറയുന്നത്. ഇമാം അഹ്മദ് ബിൻ ഹംബൽ ഒരിക്കൽ ഇതേമാതിരി സംശയം പറഞ്ഞൊരു സാധാരണക്കാരൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് പറഞ്ഞു, ഒരു കോട്ട, ഹാദാ ഉസ്നുൻ അസീനുൻ അംലസ്, ഒരു കോട്ട. ആ കോട്ട എങ്ങനെയാണ്? വൃത്താകാരത്തിലുള്ളൊരു കോട്ട. ആ കോട്ട ഒരു കോട്ടൻ്റെ പൊതിഞ്ഞുകൊണ്ട് വേണ്ട ഒരു വൃത്താകാരത്തിൽ മറ്റൊരു കോട്ടയുണ്ട്, അതിനെ പൊതിഞ്ഞ് മൂന്നാമതൊരു കോട്ട. ഈ കോട്ടൻ്റെ 3 കോട്ടൻ്റെ ഉള്ളിലാണ് ഒരു ജീവി ഇരിക്കുന്നത്. അതിൻ്റെ അകത്ത് ബാബില്ല, ഒരു കവാടമില്ല, വല മൻഫസ്, ഒന്നും അതിനുള്ളിലേക്ക് കടക്കില്ല, വളരെ ഭദ്രമാണ്. അതിനുള്ളൊരു ജീവിയുണ്ട്. വായു കടക്കാത്ത, ഒന്നും കടക്കാത്തടത്തൊരു ജീവി ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ ഹൽ യോക്കിൽ ഖല്ലാല യോക്കിൽ, അത് മാക്കുല ചെയ്യാൻ കഴിയുന്നില്ല, അത് ചിന്തിക്കാൻ പോലും കഴിയില്ല. എന്താ താങ്കൾ പറയുന്നത് എന്ന് അഹ്മദ് ബിൻ ഹംബലിനോട് ഇങ്ങോട്ട് ചോദിച്ചപ്പോൾ അദ്ദേഹം ഒരു മുട്ട എടുത്തിട്ട് ഇങ്ങനെ കാണിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ മുട്ടയുടെ ഉദാഹരണം പറഞ്ഞിട്ട് ഇങ്ങനെ അതിൻ്റെ ചുറ്റോറുള്ള സംഗതികളൊക്കെ ഇങ്ങനെ വർണ്ണിച്ച് അദ്ദേഹത്തെ ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നു. ഇമാം അബൂ ഹനീഫയും ഇങ്ങനെ തന്നെ ചെയ്യുന്നുണ്ട്. നമുക്കറിയാം, ടൈഗ്രീസ് നദിയുടെ തീരത്തുള്ള ഒരു ദഹിരിയാക്കളുമായിട്ടുള്ള സംവാദം, ഒരു മരം തന്നാലെ കപ്പലാവുന്നു, കപ്പൽ എന്നൊക്കെ പറഞ്ഞ ആ കഥയുണ്ടല്ലോ. ഇതൊക്കെ ഇമാം റാസിയുടെ, ഫഖ്റുദ്ദീൻ റാസിയുടെ
തഫ്സീർ 2-ാം പള്ളിയിൽ നോക്കി അതൊക്കെ കാണാൻ കഴിയും. ഇമാം മാലിക് റളിയല്ലാഹു അൻഹു ബി ഇഖ്തിലാഫി അൽസിനത്തിക്കും, ആരോടാ പറയുന്നത്? ഹാറൂൺ റഷീദിനോടാ പറയുന്നത്. ഹാറൂൺ റഷീദ് മാലിക് ഇമാമിനോട് ചോദിക്കുന്നുണ്ട്, എനിക്ക് ഒരാളോട് അള്ളാഹുവിൻ്റെ ഉജൂദിയത്തിനെ പറ്റി ചിന്തിപ്പിക്കുവാൻ നിങ്ങളൊന്ന് പറഞ്ഞു തരണം എന്ന് പറഞ്ഞപ്പോഴാണ് ഭാഷയെക്കുറിച്ച് ചിന്തിപ്പിക്കാൻ, അതിൻ്റെ ഉത്ഭവത്തെക്കുറിച്ച്, ഭാഷയാണോ ആദ്യം ഉണ്ടായത്, ആശയമാണോ ആദ്യം ഉണ്ടായത്, അതിന് അർത്ഥമുണ്ടായത് എങ്ങനെയാണ്, ലോകത്തിൻ്റെ വിവിധ രാജ്യത്ത് വിവിധ മനുഷ്യന്മാർ കൈകാര്യം ചെയ്യുന്ന വൈവിധ്യമുള്ള ഭാഷയുണ്ടായത് എങ്ങനെയാണ്. ഇപ്പം നമ്മളൊക്കെ പരിണാമപരമായി പറഞ്ഞ ആ അന, ആ അമ്മ, ആട് എന്നുള്ള ആ ആദ്യം ഉണ്ടായി, പിന്നെ ഞാൻ ഉണ്ടായി എന്നാണോ? എങ്ങനെയാണത്? പറയൂ. അതിനെക്കുറിച്ച്, ആ ലിംഗ്വിസ്റ്റിക്കിനെ കുറിച്ച് തന്നെ ധാരാളം പഠനങ്ങളുണ്ട്. ഈ ഇമാമുമാരൊക്കെ അവർ ജീവിച്ച ചുറ്റുപാടിൽ ആ സാഹചര്യത്തിൽ നിന്നുകൊണ്ട് ബുദ്ധിപരമായി ഉണർത്താൻ ആ സമൂഹത്തെ പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ ഇപ്പോൾ ഈ ആധുനിക കാലത്ത് ഒരു മുസ്ലിം പണ്ഡിതൻ ഇതുപോലെ ഈ ചിത്രങ്ങളൊക്കെ വരക്കുന്ന ഒരു വേദിയിൽ ചെന്നപ്പോൾ മൊണാലിസയെ കുറിച്ചിട്ട് ഒരു ചിത്രം വരക്കുന്ന ഒരാളില്ലാതെ അയാളെ നിഷേധിച്ചുകൊണ്ട് നിങ്ങൾക്ക് ചിത്രത്തെ വിശ്വസിക്കാൻ കഴിയില്ല എന്ന് പറയുന്നുണ്ട്. ഒരു അറാബിയോട് പറഞ്ഞത് പണ്ഡിതന്മാർ പറഞ്ഞു, അൽ ബഅറതു തദുല്ലു അലൽ ബഅർ. ഒരു കർഷകൻ, ഒരു ആട്ടിടയൻ, ഒരു കാട്ടിൽ താമസിക്കുന്ന അല്ലെങ്കിൽ ഒരു ബധുവായി ജീവിക്കുന്ന ഒരാളോട് പറഞ്ഞത് ഇങ്ങനെയാണ്, നിങ്ങളുടെ കാൽപാദം നിങ്ങൾ നടന്നുപോയി എന്നുള്ളതിന് തെളിവെന്താണ്? ഈ പാദം കണ്ടില്ല, ഒരാൾ നടന്നുപോയി. ഇങ്ങനെ അവരവരുടെ ചുറ്റുപാടിൽ നിന്നുകൊണ്ട് അവരുടെ അറിവിനനുസരിച്ച് ചിന്തിപ്പിക്കുവാൻ ഇവരൊക്കെ പ്രേരിപ്പിച്ചു എന്നുള്ളതാണ്. ആ ചിന്ത നമ്മളെക്കുറിച്ചും നമ്മുടെ ചുറ്റുപാടിനെക്കുറിച്ചും ചിന്തിക്കുവാൻ നമ്മെ പ്രേരിപ്പിക്കും. ഇതൊന്നും യാദൃശ്ചികമല്ല എന്ന് ചിന്തിക്കും. അപ്പം ഇങ്ങനത്തെ ഒരു ബുദ്ധി മനുഷ്യന് ആവശ്യമുണ്ട്. ഇത് പണ്ഡിതന്മാർ 2 രീതിയിലുമുണ്ട്. ഒന്ന് ഭൗതികപരമായ കാര്യങ്ങൾ ആർജിക്കുവാൻ. ഇപ്പം അള്ളാഹുവിലെ വിശ്വാസം പറയുമ്പോൾ ഇവിടെ പറഞ്ഞു, ഒന്ന് അൻ തുഅ്മിന ബില്ലാഹ്, അള്ളാഹുൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ അതിന് കുറേ തട്ടുകളുണ്ട്. ഒന്നെന്താണ്? അള്ളാഹുവിൻ്റെ ഉജൂദിയത്തിൽ വിശ്വസിക്കണം, അവൻ്റെ റുബൂബിയത്തിൽ, അവൻ്റെ അസ്മാഉ സിഫാത്തുകളിൽ. ഇങ്ങനെ അതിൽ ഉജൂദ് എടുത്താൽ തന്നെ ഉജൂദ് ഉണ്ടെന്ന് സ്ഥാപിക്കാൻ 4 തെളിവുകൾ വേറെ വേണം. ഒന്ന് അഖല്, പിന്നെ ഫിത്തുറ, പിന്നെന്താണ് ശർഈയായ തെളിവുകൾ. ഇങ്ങനെ അവിടെയും 4 തെളിവുകൾ പറയുന്നുണ്ട്. അതിലൊന്ന് അഖല് പറയുന്നുണ്ട്. ആ അഖല് വളരെ അനിവാര്യമാണ്. അഖല് എന്നാൽ മതരംഗത്തും അഖലുണ്ട്. ഇപ്പം നമ്മളൊരു കാര്യം പിന്നെ തഹ്സീൽ, ഒരു വസ്തുവിൻ്റെ തഹ്സീസ് വേണം. ഒരു വസ്തുവിനെ രൂപപ്പെടുത്തുവാൻ ബുദ്ധി വേണം. അതിനെ തക്രീർ, അതിനെ ഉറപ്പിച്ചെടുക്കുവാൻ ബുദ്ധി വേണം. തഹ്സീൽ, അതിൻ്റെ അടിസ്ഥാനം കണ്ടെത്താൻ ബുദ്ധി വേണം. ചുരുക്കാൻ ബുദ്ധി വേണം. സമഗ്രമായി അവതരിപ്പിക്കുവാൻ ബുദ്ധി വേണം. ബുദ്ധി മതപരമായ രംഗത്ത്. അതുകൊണ്ടാണ് നമ്മൾ ഉസൂലുൽ ഖുർആൻ, ഉസൂലുൽ ഈമാൻ, ഉസൂലുൽ ഫിഖ് എന്നൊക്കെ പറഞ്ഞ് ഒരു വലിയ ശാഖ തന്നെയുണ്ട്. അത് മറ്റൊരു തലമാണ്. ഭൗതിക രംഗത്ത് വരുമ്പോൾ ഭൗതിക ലോകത്തുള്ളതിനെക്കുറിച്ച് അറിയുന്നതിനുള്ള ജ്ഞാനമാണ് നമ്മൾ സയൻസ് എന്ന് പറയുന്നത്, ഇൽമുൽ ഹദീസ് എന്ന് പറയുന്നത്. എന്നാൽ ഇത് ഓക്കെയാണ്. മറ്റൊരു തലമുണ്ട്. മറ്റൊരു തലമെന്ന് പറയുന്നത് ബുദ്ധി കൊണ്ട് നമുക്ക് കണ്ടെത്താൻ പറ്റാത്ത ഇൽമുണ്ട്. ബുദ്ധി ചില സന്ദർഭങ്ങളിൽ നമുക്ക് മറുപടി തരാൻ സാധ്യമല്ലാത്ത സംഗതികളുണ്ട്. ഇപ്പോൾ ഇമാം റാസി തന്നെ അഖ്സാമുൽ ലദ്ദാത്ത് എന്ന് പറഞ്ഞു അദ്ദേഹത്തിൻ്റെ ഒരു ഹെഡിങ് ഉണ്ട്. ആനന്ദകരമായ വസ്തുക്കൾ ഇങ്ങനെ അദ്ദേഹം എണ്ണി പറഞ്ഞിട്ട് അറിവൊരാനന്ദമാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ലദ്ദത്തുൽ ഇൽമ്, ആ ഒരു അറിവ് ചിലപ്പോൾ പുസ്തകങ്ങൾ കാണുമ്പോൾ, ചില പിക്ചറുകൾ കാണുമ്പോൾ ഒക്കെ നമുക്ക് ആനന്ദമുണ്ടാക്കും. അങ്ങനെ ആനന്ദമുള്ള അറിവ് ഏറ്റവും പ്രധാനം മഅലൂമിൻ്റെ ഷറഫ് നോക്കിയിട്ടാണ് ഇൽമിൻ്റെ ഫദ്ല് തീരുമാനിക്കേണ്ടത്, ഷറഫ് തീരുമാനിക്കേണ്ടതെന്ന് പറയുന്നുണ്ട്. അതായത് നമ്മൾ ചിന്തിച്ചിട്ട് കണ്ടെത്തേണ്ടുന്ന ഇൽമ് അള്ളാഹുവിനെക്കുറിച്ചും അവൻ്റെ അപാരമായ അറിവിനെക്കുറിച്ചും ഖുവ്വത്തിനെക്കുറിച്ചും ചിന്തിക്കാനുള്ള ഇൽമാണെങ്കിൽ അത് ഷറഫുള്ളതാണ്. അതല്ല ഇവിടെ അള്ളാഹുവിനെ കുറിച്ചിട്ട് നിഷേധാത്മകമായി തോന്നുന്ന ഇൽമാണെങ്കിൽ ആ ഇൽമ് ഷറഫില്ലാത്തതുമാണ് എന്ന് അദ്ദേഹം അവിടെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ അഖല് ഉപയോഗിച്ചിട്ട് എത്തിപ്പെടുന്ന വസ്തുവിനെ നോക്കിയിട്ടാണ് അതിൻ്റെ ഷറഫ് തീരുമാനിക്കുക എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു തലമുണ്ട് അള്ളാഹുവിനെക്കുറിച്ച്. അല്ലാതെ അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഇപ്പം അള്ളാഹുവിനെക്കുറിച്ച് അറിയുക എന്ന് പറയുമ്പോൾ ഒന്ന് അത് പറയുമ്പോൾ എങ്ങനെ പറയാൻ നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. ഒന്ന് അള്ളാനെ അറിയലുണ്ട്, അള്ളാനെ പറ്റി അറിയലുണ്ട്.
അള്ളാഹിനെ പറ്റി അറിയാമെന്ന് പറഞ്ഞാൽ എന്താണ്? അതെങ്ങനെയാണ്? അള്ളാഹിനെ അറിയാമെന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്ക് ഇപ്പോൾ പഞ്ചസാര അറിയാമെന്ന് പറഞ്ഞാൽ അന്ന് പഞ്ചസാര വായിലിട്ട് നോക്കിയിട്ട് അത് മധുരമുള്ളതാണോ രുചിയുള്ളതാണോ നോക്കണമെങ്കിൽ നാക്കുമട്ട് നക്കി നോക്കിയാൽ തിരിയാവുന്ന കേസേ ഉള്ളൂ. പഞ്ചസാരയെ പറ്റി അറിയാമെന്ന് പറഞ്ഞാലോ, പഞ്ചസാരയുടെ കെമിക്കൽ കണ്ടൻറ്റ്, അത് എന്തുകൊണ്ടാണ് ഉണ്ടായത് എന്നുള്ള അതിൻ്റെ ആ പ്രോസസ്സിനെ കുറിച്ച് പഠിക്കലാണ്. നമുക്ക് അള്ളാഹുവിനെ പറ്റി പഠിക്കാൻ കഴിയില്ല. എന്തേ കാരണം? അള്ളാഹ് പഠിപ്പിച്ച് തന്നിട്ടില്ല. അത് നമ്മുടെ ബുദ്ധിക്ക് വഴങ്ങുന്നതല്ല. അള്ളാഹിൻ്റെ ദാത്തിനെ കുറിച്ച് പറഞ്ഞു കൊടുത്ത് തന്നെ അവൻ്റെ ദാത്ത് നമുക്ക് തസവൂറാക്കാൻ കഴിയില്ല എന്നുള്ളിടത്താണ്. ഇപ്പം നമ്മൾ ബൈലാവിയൊക്കെ ഓതുമ്പോൾ അള്ള ഉണ്ടായത് എങ്ങനെയെന്ന് പറയുന്നുണ്ട്. അള്ളാഹ് എന്നുള്ള വാക്ക് അലിഹയിൽ നിന്നുണ്ടായതാണ്, അങ്ങനെ എങ്ങനെ കുറേ വജ്ഹ് പറയുന്നുണ്ട്. ആ അലിഹൻ്റെ മാന പറയുന്നത് എന്താ പറയുന്നത്? തഹയ്യറ എന്നാണ് പറയുന്നത്. എന്താ തഹയ്യറ എന്ന് പറഞ്ഞാൽ? അന്താളിച്ചു പോകുക. നമുക്ക് കാര്യങ്ങൾ അതിൻ്റെ കുന്നുവും മാഹിയത്തും അറിയാത്തത് കൊണ്ടാണ് അന്താളിപ്പുണ്ടാവുക. ഞാൻ എൻ്റെ ടവലെടുത്തിട്ട് ഇങ്ങനെ ഉണ്ടാക്കിയപ്പോൾ ഒരു പ്രാവായി, ഇങ്ങനെ ഉണ്ടാക്കിയപ്പോൾ അത് പക്ഷിയായി. അത് ആ മാജിക്ക് എനിക്ക് അറിഞ്ഞ അത്ഭുതമൊന്നുമില്ല. അറിയാത്തവനെ കാണുമ്പോൾ നമ്മളിങ്ങനെ കണ്ണു നട്ടിങ്ങനെ ഇരിക്കും, എന്താ കാണിച്ചതെന്ന്. അപ്പോൾ ഒരു വസ്തുവിൻ്റെ കുന്നും മാഹിയത്തും അറിയാത്തപ്പോൾ തഅജ്ജുബാവും, സ്വാഭാവികമാണ്. അള്ളാഹുവിൻ്റെ ദാത്തിനെ കുറിച്ചിട്ട് നമുക്ക് തസവൂറാക്കാൻ സാധ്യമല്ല. പിന്നെ നമുക്ക് ആകെ സാധ്യമാകുന്നത് എന്താണ്? അള്ളാഹു അവനെ കുറിച്ചിട്ട് നമുക്കറിയാത്തത് പറഞ്ഞു തന്നിട്ടുണ്ട്. അവൻ്റെ സിഫത്ത് പറഞ്ഞു തന്നിട്ടുണ്ട്. അവൻ്റെ ഈ പ്രപഞ്ചത്തെക്കുറിച്ച് ചിന്തിക്കാൻ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇതൊന്നും അല്ലാതെ നമുക്കത് ഇങ്ങനെയാണ് അങ്ങനെയാണെന്ന് പറയാൻ കഴിയില്ല. ഇത് മാത്രമേ പറയാൻ കഴിയുള്ളൂ. അപ്പം നമുക്ക് ബുദ്ധിക്ക് ഇവിടെ പരിമിതിയുണ്ട്. നമ്മുടെ ഭൗതിക ലോകത്തുള്ള കാര്യങ്ങളെക്കുറിച്ച് പഠിക്കുവാൻ ഇതിന് സാധ്യമാണ്. ഭൗതികമല്ലാത്ത, അതുകൊണ്ട് സയൻസിന് നിർവചനം പറയുന്നവർ പോലും ഫിസിക്കൽ ഈ ലോകത്തുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള അന്വേഷണമാണ് സയൻസ്. ഇതിൻ്റെ അപ്പുറമുണ്ടൊരു സംഗതി, അതിനെക്കുറിച്ച് പറയാൻ സയൻസിന് കഴിയില്ല. സയൻസിന് കഴിയാത്ത കാര്യം സയൻസ് അത് ഉണ്ടെന്നോ ഇല്ലെന്നോ പറയില്ല. അത് സയൻസിൻ്റെ പരിധിയിൽപ്പെടുന്ന സംഗതിയല്ല, നമ്മുടെ യുക്തിക്കും ബുദ്ധിക്കും വഴങ്ങുന്നതുമല്ലത്. അപ്പോൾ അത് വലിയൊരു മേഖലയാണ്. അപ്പം നമ്മൾ അടിസ്ഥാനപരമായി നമ്മുടെ യുക്തി അനിവാര്യമാണ്. എന്തിന്? ദീനീ കാര്യങ്ങൾ ചെയ്യാനും ഭൗതിക ജീവിതത്തിൻ്റെ. ഇപ്പം നമ്മൾ ഒരു സർഗാത്മകമായ ഒരു മത്സരത്തിൽ ഒരാൾ പാട്ടുപാടി, ഒരാൾ പുസ്തകം എഴുതി, അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്താൽ നമ്മൾ സമ്മാനം കൊടുക്കലെന്താ? നമ്മളൊരു പേന കൊടുക്കും, അല്ലെങ്കിൽ ഒരു പുസ്തകം സമ്മാനമായി കൊടുക്കും. എന്തിനാ? ഇതിൻ്റെ ഉദ്ദേശം എന്താ? നേരെ മറിച്ചിട്ട് വടം മത്സരം ഉണ്ടല്ലോ, ഇങ്ങനെ കയറ് പിടിച്ച് വലിക്കുന്നത്. ആ മത്സരത്തിൽ ജയിച്ച ഒരാൾക്ക് ഒരു പക്ഷേ നമ്മൾ ആട്ടു ബിരിയാണി കൊടുക്കും. എന്താ കാരണം? വലിക്കണമെങ്കിൽ അവനക്ക് കുവ്വത്ത് വേണം, അല്ലെങ്കിൽ നല്ല സിഹത്തുള്ള ഒരാൾക്കല്ലേ വലിക്കാൻ കഴിയുള്ളൂ. എഴുതാൻ ഒരു ബുക്ക് ഒരു സർഗാത്മക മത്സരത്തിൽ പങ്കെടുക്കുന്നവനക്ക് എന്തിനാ ബുക്കും പേനയും കൊടുക്കുന്നത്? കൂടുതൽ എഴുതാൻ, കൂടുതൽ വായിക്കാൻ. അപ്പം നമുക്ക് അള്ളാഹു എന്തിനാണ് അക്കല് തന്നത്? അള്ളാഹ് അക്കല് തന്നത് കൂടുതൽ ചിന്തിക്കാൻ, കൂടുതൽ ചിന്തിച്ച് അങ്ങ് അള്ളാഹുവിൻ്റെ തഅജ്ജുബുകളെക്കുറിച്ച്, അവൻ വിന്യസിച്ച കാര്യങ്ങളെക്കുറിച്ച് പഠിക്കാനാണ്. അതല്ലാതെ അതിൻ്റെ അപ്പുറത്തേക്കുള്ള ആ ഉഖ്റവിയായ കാര്യങ്ങൾ എന്ന് മറ്റേ ഭാഷയിൽ പറഞ്ഞാൽ ഉഖ്റവിയായ കാര്യങ്ങൾ പഠിക്കാനോ ചിന്തിച്ചു കണ്ടെത്താനോ സാധ്യമല്ല. അതുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞത് വഫൗക കുല്ലി ദീ ഇൽമിൻ അലീം. വഫൗക കുല്ലി ദീ ഇൽമിൻ അലീം. എല്ലാ ഇൽമിൻ്റെയും മേലെ അള്ളാഹു എന്ന അലീമുണ്ട്. വലാ യുഹീതൂന ബിശൈഇൻ മിൻ ഇൽമി ഇല്ലാ ബിമാ ശാ. മനുഷ്യൻ എങ്ങനെ കണ്ടെത്തിയാലും അവരുടെ കഴിവിൻ്റെ പരിധി അവൻ്റെ ഇതിനെക്കുറിച്ച് കണ്ടെത്താൻ കഴിയില്ല എന്നുള്ളതാണ്. വമാ ഊതീതും മിനൽ ഇൽമി ഇല്ലാ ഖലീല. ജ്ഞാനത്തിൽ നിന്ന് അല്പേ തന്നിട്ടുള്ളൂ. ഈ കാണുന്ന നാഗരികതയും ഈ കാണുന്ന സയൻസും ടെക്നോളജിയും ഒക്കെ ഈ ഊതീതും മിനൽ ഇൽമി ഇല്ലാ ഖലീല എന്ന് പറഞ്ഞാൽ കലീലായ ഇൽമു കൊണ്ടാണ് ഇന്ന് ഈ നേടിയെടുത്തതെല്ലാം. അതിന് നമ്മൾ പിന്നെ കുറച്ചൊക്കെ മന്ദിക്കിൻ്റെ കിതാബിൽ വരുമ്പോൾ അഖിലിയായ ഇൽമിനെ നമ്മൾ കുറച്ചുകൂടി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ തക്സീമാക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു സൈക്കിളിനെ കണ്ടിട്ട് ഇതെന്താ മോനെ വെച്ചാൽ ഹാദാ സൈക്കിൾ അല്ലേ, അത് സൈക്കിളാന്ന് പറയും. അതൊരു ഇൽമാണ്. ഇതെന്താന്ന് ചോദിച്ചാൽ ഇതെന്താ, ഇത് മൈക്കാണ്, ഇതെന്താ, അത് ഇന്നതാണ് എന്ന് പറയുന്ന ഒരു ഇൽമുണ്ട്. ആ സൈക്കിളിൻ്റെ പാർട്സുകളെ കുറിച്ച് പഠിക്കുന്ന ഒരു സംഗതിയുണ്ട്. ഇത് ഇന്നത് വീലാണ്, ഇന്നത് ബ്രേക്കാണ്, ഇങ്ങനെ പഠിക്കുന്ന രണ്ടാമത്തൊരു കിസ്മുണ്ട്. അത് വേറൊരു ഇൽമാണ്. മൂന്നാമത്തൊരു കിസ്മ് അത് ഓടിക്കാൻ പഠിക്കുക എന്നുള്ളതാണ്. ഒന്നാമത്തെ അറിഞ്ഞോളന്നില്ല ഓടിക്കാൻ അറിയാൻ.
രണ്ടാമത്തെ ഇൽമ് വേണമെന്നില്ല. ഇപ്പോൾ നീന്താൻ അറിയുന്ന ഒരാൾക്ക് ഒരു പക്ഷേ നിങ്ങളതിൻ്റെ നിയമങ്ങളൊക്കെ ചോദിച്ചാൽ ചിലപ്പോൾ അയാൾക്ക് പറഞ്ഞിട്ട് തന്നോളണമെന്നില്ല. അപ്പോൾ ഇതിങ്ങനെ കിസ്മാക്കണെന്തിനാ? നമുക്കത് ഫഹ്മ് ചെയ്യുവാൻ, അത് മനസ്സിലാക്കി കിട്ടുവാൻ. അതുകൊണ്ടാണ് ഇങ്ങനെ കുറേ വിഭജനം. മന്ദിക്കെന്ന് പറഞ്ഞാൽ തന്നെ ഈ നമ്മുടെ സംസാരം നന്നാക്കുവാനും ചിന്ത നന്നാക്കുവാനും ഉള്ളൊരു ഇൽമാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. അതിലാണ് ഈ തഖ്സീമുകളൊക്കെ ഇങ്ങനെ പറയുന്നത്. ചില സ്ഥലത്ത് ഇങ്ങനെ പറയും, ഇപ്പോൾ 2 തരം ജ്ഞാനമുണ്ട് എന്ന് പറയും. അതെന്താണ്? ഒന്ന്, കോമണായ ചില വിവരങ്ങളുണ്ട്. നമുക്ക് സാധാരണ ഇപ്പോൾ ഒരാൾ ചമ്മന്തി ഉണ്ടാക്കണം എങ്ങനെയാണെന്നുള്ളത് ഇപ്പോൾ വഹി വരേണ്ട കാര്യമൊന്നുമില്ല. ചപ്പാത്തി ചൂടേണ്ട കാര്യം എങ്ങനെയാണെന്ന് പഠിപ്പിക്കാൻ വഹി വരേണ്ടതുണ്ടോ? ഇങ്ങനെ സാധാരണ മനുഷ്യന്മാർക്കൊക്കെ അറിയുന്ന ചില ജ്ഞാനമുണ്ട്. എന്നാൽ സൂക്ഷ്മമായി അറിയുന്ന, ശാസ്ത്രീയപരമായി അറിയുന്ന ചില ജ്ഞാനമുണ്ട്. ഇപ്പോൾ നിപ്പ വൈറസിന് ഒരു മരുന്ന് കണ്ടെത്തണം എന്ന് പറഞ്ഞാൽ നമ്മൾ 4-5 ആൾക്കാർ സാധാരണക്കാരന് മനസ്സിലാവില്ല. അതിന് തജ്രിബ വേണം, അതിന് കുറേ കാര്യങ്ങളുണ്ട്. ഇത് രണ്ടും ഉഖ്റവിയായ കാര്യമല്ല, ദുന്യവിയായ ഇൽമാണ്. പക്ഷെ ഇങ്ങനെ തഖ്സീം ചെയ്ത് പോയിട്ടുണ്ട്. ആദ്യകാല പണ്ഡിതന്മാർ ഇവരെല്ലാം ഈ ദുന്യവിയായ അക്കലും ഉഖ്റവിയായ അക്കലും നേടിയവരാണ്. ഉഖ്റവിയായ അക്കൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ അക്കലിന് ചില പരിമിതി ഉണ്ട് എന്ന് തോന്നലാണ്. അതെല്ലാം സാധ്യമല്ല എന്ന ഇൽമുണ്ടാവുക എന്നുള്ളതാണ്. അപ്പോൾ ഇത് വലിയൊരു മേഖലയാണ്. ഞാൻ അതുകൊണ്ടാണ് ആദ്യം തന്നെ ഹിസ് പറയാതെ, അതിൻ്റെ മുമ്പ് ഖബർ സ്വാദിക്കിലേക്ക് ഞാൻ പോയില്ല. നിങ്ങൾ അതിനെക്കുറിച്ച് ഇപ്പം എന്നോട് ചോദിക്കരുത്. ഞാൻ അക്കൽ മാത്രമേ പറഞ്ഞുള്ളൂ. ആ അക്കലിൽ തന്നെ ഈ ഭാഗം ഞാൻ പറഞ്ഞുള്ളൂ. അതിൽ തന്നെ വഹി വരുന്നുണ്ട്, ഇൽഹാമ് വരും, കശ്ഫ് വരും. അത് പറയലെവിടെയാണ്? നമ്മുടെ ഇന്ദ്രിയങ്ങളുടെ ചില പരിമിതികൾ പറയുമ്പോഴാണത്. നമ്മുടെ ബുദ്ധിയുടെ പരിമിതി എപ്പോഴാണ് വരിക? ഇപ്പം നമുക്ക് ഇവിടുന്ന് കിലോമീറ്റർ അളക്കാൻ നമ്മൾ മൈലുകൾ ഉപയോഗിക്കും. എന്നാൽ നക്ഷത്രങ്ങൾ തമ്മിലുള്ള ദൂരം അളക്കാനോ, പ്രകാശത്തിൻ്റെ വേഗം അളക്കാനോ, അപ്പം നമ്മുടെ ഈ ഹിസ് പോരാ, അവിടെ വേറെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം അതിലേക്കൊന്നും ഞാൻ പോയില്ല. ഞാൻ ആകെ പറഞ്ഞതിൻ്റെ വൽഹാസിൽ ഇതാണ്: അഖ്ല്, റഅയ്, ബുദ്ധി, യുക്തി എന്ന് പറഞ്ഞത് അള്ളാഹു തന്നതാണ്. നമ്മൾ ജനിക്കുമ്പോൾ തന്നെ ഒരു 30-40% നമുക്ക് മസ്തിഷ്കമുണ്ട്. പിന്നെ നമ്മുടെ സാഹചര്യത്തിനനുസരിച്ചും ചുറ്റുപാടിനനുസരിച്ചുമാണ് നമ്മളിതൊക്കെ ആർജിക്കുന്നത്. നമ്മൾ ജനിക്കുമ്പോൾ തന്നെ നമുക്ക് ഭാഷ അറിയില്ല. അറിയോ? ഇല്ല, ഭാഷ അറിയില്ല. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാത്തതാണ്. അതുകൊണ്ടാണ് അല്ലാഹ് പറഞ്ഞ്, വല്ലാഹു അഖ്റജകും മിൻ ബുത്തൂനി ഉമ്മഹാത്തിക്കും ലാ തഅലമൂന ശൈഅ. നിങ്ങൾ ജനിച്ച് വീഴുമ്പോൾ ഒരു കുന്തം അറിയില്ലായിരുന്നു, ഒന്നും അറിയില്ല. പിന്നെ വജഅല ലക്കുമുസ് സമഅ വൽ അബ്സ്വാർ, നിങ്ങൾക്ക് കേൾവിയും കാഴ്ചയൊക്കെ തന്നപ്പോൾ പിന്നെ നിങ്ങൾക്ക് എന്താ? ഇത് രണ്ടിൽ നിന്നും നേടിയെടുക്കുന്ന അക്കല്, അതാണ് അഫ്ഇദ തന്നു എന്ന് പറയുന്നത്. അത് തന്നെ നിങ്ങൾ നോക്കൂ. 5 ഉദാഹരണം പറയാം. അൽ ഖവാസുൽ ഹംസൻ്റെ ഒരു ചെറിയൊരു കാര്യം. അതിൽ 2 കാര്യത്തിനാണല്ലോ ഒന്ന് പ്രാധാന്യം. ഇപ്പം നമുക്ക് കാഴ്ചയും കേൾവിയും അല്ല ഇവിടെ പറഞ്ഞുള്ളൂ. മറ്റും കുറേ ഉണ്ടല്ലോ. എന്തേ അല്ല പറയാതെ പോയത്? ഇപ്പം അമേരിക്കയിലെ ഒരാൾ നമുക്ക് അവിടുന്ന് അയക്കാൻ കാഴ്ച കൊണ്ടുവേണമെങ്കിൽ മൊബൈലിൽ ഫോട്ടോ എടുത്തിട്ട് അയക്കാൻ പറ്റും. അയക്ക് തൊട്ടിട്ട് ഇങ്ങോട്ട് അയക്കാൻ പറ്റുമോ? കേട്ടത് അയക്കുവാണെങ്കിൽ അതും അയക്കാൻ പറ്റും. അവിടുന്ന് ഇങ്ങോട്ട് സംസാരിക്കുന്നത് കേൾക്കാൻ പറ്റും. അള്ളാഹുവിൻ്റെ കലാമിൽ അല്ല ഒന്ന് പറയാതെ പോയാൽ അതിനും ഹിക്മത്ത് ഉണ്ടാവും. അപ്പോൾ അത് വളരെ കൃത്യമാണ്. ജ്ഞാനമേഖലകളിൽ എന്തൊക്കെ അല്ല പറഞ്ഞോ അതടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മൾ ഈ മന്ദിക്കിൻ്റെ കിതാബിൻ്റെ ആമുഖത്തിലും ഷറഹുൽ അഖായിദയുടെ ഒക്കെ ആമുഖത്തിൽ പറയുന്ന അസ്ബാബുൽ ഇൽമി ലിൽ ഖൽഖി സലാസ എന്നൊക്കെ പറയുന്നത് പഠിക്കുന്നത് ഖുർആനിനെ ഇസ്തിംബാത്ത് ചെയ്തുകൊണ്ടാണ്. അപ്പോൾ ഈ ഇസ്തിംബാത്ത് ചെയ്യാൻ അക്കല് വേണം. നമുക്കൊന്നും ചിലപ്പോൾ അത് കണ്ടെത്തിക്കൊള്ളുന്നില്ല. ഇപ്പോൾ ഇസ്തിംബാത്ത് എന്ന് പറഞ്ഞാൽ വാക്ക് നബത്വ എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ കിണർ ഇങ്ങനെ കുത്തിപ്പോകുമ്പോൾ അവസാനം ഒരു വിരലോണ്ട് ഇങ്ങനെ തോണ്ടിയാൽ തന്നെ വെള്ളം ഇങ്ങോട്ട് പൊന്തിയിട്ട് വരും. നബത്വ എന്ന് പറഞ്ഞാൽ തന്നെ അതാണ്. അത്രയും കൂലങ്കഷമായ അന്വേഷണവും പഠനവും ചിന്തയും വേണ്ട സാധനമാണ് ഇസ്തിംബാത്ത്. പിന്നെ അതിൽ ഇസ്തിദ്ലാൽ ഉണ്ടാക്കേണ്ടതുണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഇതൊക്കെ അങ്ങനെ ബുദ്ധിപരമായി വൈഭവമുള്ളവർ കണ്ടെത്തിയതാണ് അതൊക്കെ. ഇപ്പം മന്ദിക്കിനെ പറ്റി ചർച്ച വന്നോട് പറയാണ്. മന്ദിക്ക് ഇപ്പം നമുക്ക് തന്നെ അറിയില്ല മന്ദിക്ക് എന്താന്നുള്ളത്. മന്ദിക്ക് എന്തിനാ പഠിക്കണമെന്ന് ചോദിച്ചാൽ നമ്മളെന്തിനാ പറയുക? സുന്നി മുജാഹിദ് തർക്കത്തിന് മന്ദിക്ക് ആവശ്യപ്പെടുന്നുണ്ടോ? എപ്പോഴാണ് മന്ദിക്ക് വേണ്ടി വരുന്നത്? നമ്മുടെ സംസാരങ്ങൾ നോക്കൂ. ഞാൻ ഉദാഹരണം ഒന്ന് പറയാം. നമ്മൾ കുല്ല് ബാള് മന്ദിക്കിലൊരു പ്രധാന ഭാഗമാണ്. അതെവിടെ പഴവ് വരുന്നത് അറിയോ? ഇപ്പം നമ്മൾ വടക്കുള്ളവരൊക്കെ മോശമാണ് എന്നങ്ങ് പറയും, അല്ലെങ്കിൽ തെക്കുള്ളവരൊക്കെ കണ്ണിക്കാണ് നമുക്ക് കണ്ടുകൂടാ എന്ന് പറയും. ഇങ്ങനെ കുല്ലായിട്ട് പറയാൻ പാടില്ല. എന്താ എല്ലാവരും മോശക്കാരാ?
അങ്ങനെ പറയാവോ? അതുകൊണ്ട് പറയണം. ചില ആൾക്കാർ അങ്ങനെയെന്നല്ലേ പറയണ്ട്. നിങ്ങൾ അടക്കി ആക്ഷേപിക്കുകയാണ്. ഇതെവിടെ നിന്നങ്ങ് കിട്ടിയത്? മന്തിക്ക് പഠിച്ചുകൊണ്ട് കിട്ടിയാണ്. അപ്പം മന്തിക്ക് നമ്മുടെ നിത്യജീവിതത്തിൽ ഉപയോഗിച്ച് പഠിക്കണമെന്ന്. നമ്മളവിടെ സാലിബക്കൊല്ലി മൂജബക്കൊല്ലി നെത്തീജ ഉണ്ടാക്കും. ഇത് എവിടെ ഉപയോഗിക്കണമെന്ന് പഠിച്ചിട്ടില്ല എന്ന്. അപ്പം ഇതൊക്കെ ഇവിടെ ഉസ്താദ് പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ ഞാൻ നീണ്ടു പോകുന്നില്ല. അഖിലിനെ കുറിച്ച് മാത്രം ഇപ്പോൾ ചർച്ച ചെയ്തിട്ട് ഇപ്പോൾ അവസാനിപ്പിക്കുകയാണ്. വാഹിർ കലാമി ഹാദ. അസ്സലാമു അലൈക്കും. ഉസ്താദിൻ്റെ വിഷയാവതരണത്തിൽ നമ്മൾ ആദ്യമായിട്ടാണ് കേട്ടത് ലോഹിരിയത്തിൻ്റെ ആ ഒരു മനഹജിലാണ്, അല്ലെങ്കിൽ അവരുടെ ആശയങ്ങളാണ് കൂടുതലും വഹാബിസത്തിലും ഒക്കെ ഉള്ളത് എന്ന് മനസ്സിലാക്കിയത്. അങ്ങനെ പൊതുവെ നമ്മുടെ ഉസ്താദുമാർ ഒരു കാഴ്ച പറയാറുണ്ട്, ഏത് ബിദഈ ആശയങ്ങൾ വന്നാലും അതിൻ്റെ എല്ലാം അടിവേരുകൾ കിടക്കുന്നത് ഒന്നല്ലെങ്കിൽ ഖവാരിജിലോ മുഅ്തസിലത്തിലോ അങ്ങനെയുള്ള പണ്ട് ഇമാമുമാർ മറുപടി പറഞ്ഞ അവരുടെ ഒരു അടിസ്ഥാനമായിരിക്കും ഇവരുടേതും എന്ന് നമുക്ക് പറയാം. ഇതിനു വേണ്ടി നമ്മൾ അവലംബിക്കാവുന്ന ഗ്രന്ഥങ്ങൾ ഏതൊക്കെയാണ്? അല്ലെങ്കിൽ ഇത് കുറേ ഗ്രന്ഥങ്ങൾ പരതിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഉസ്താദിന് മൊത്തത്തിൽ കിട്ടിയിട്ടുള്ള ഒരു ഇതിൻ്റെ സംക്ഷിപ്തമാണോ ഇവിടെ പറഞ്ഞത്? അതിന് നമുക്ക് മുത്തഅല്ലിമീങ്ങൾക്ക് സഹായമാകുന്ന രീതിയിൽ ഉസ്താദ് എന്ന് പറഞ്ഞാൽ. യമനിൽ ഹദർമൗത്തിൽ ഒരു ഷെയ്ഖുണ്ട്, ഖാലിദ് ബ അൻസാരി. ഖാലിദ് ബ അൻസാരി എഴുതി വെച്ചോളെ. അദ്ദേഹം ഇബ്നു ഉസൈമിൻ്റെ ഒക്കെ ശിഷ്യനാണ്, ഇബ്നു ബാസിൻ്റെ ഒക്കെ ശിഷ്യനാണ്. മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിൻ്റെ ഗ്രന്ഥങ്ങൾക്ക് വ്യാഖ്യാനം എഴുതിയ ആളാണ്. ഒരുപാട് ഇവരുടെ തൗഹീദിന്, അബ്ദുൽ വഹാബിൻ്റെ തൗഹീദിന് അതുപോലെയുള്ള ഗ്രന്ഥങ്ങൾക്കൊക്കെ വിശദീകരണം എഴുതി. അതായത് വഹാബിസം ശരിക്കും പഠിച്ച ഒരാളാണ്. അദ്ദേഹം ഒരു പഠനത്തിന് ഇറങ്ങി. എന്തുകൊണ്ടാണ് ഈ മുസ്ലിം സമൂഹത്തിൽ ഇങ്ങനെ ഭിന്നിപ്പുകൾ ഒരുപാട് പല നിലക്കുള്ള ഭിന്നിപ്പുകളും, സലഫികൾക്കിടയിൽ ഭിന്നിപ്പ്, ഭിന്നിപ്പിൻ്റെ ഇടയിൽ ഭിന്നിപ്പും, അതിൻ്റെ കാരണങ്ങൾ അന്വേഷിക്കാൻ വേണ്ടി അദ്ദേഹം ഇറങ്ങി. വർഷങ്ങളോളം വിദേശ രാജ്യങ്ങളിൽ പോയി, പാകിസ്ഥാനിലും ഇന്ത്യയിലും പല സ്ഥലങ്ങളിൽ വന്നിട്ട് പഠിച്ച് മനസ്സിലാക്കിയിട്ട് അദ്ദേഹം കണ്ടെത്തിയ ഒരു പ്രധാനപ്പെട്ട കാരണം സലഫിസത്തിലാണ് പ്രശ്നമുള്ളത്. സലഫിസത്തിൻ്റെ ലാഹിരിയത്ത് വരിഞ്ഞു മുറുക്കിയിരിക്കുന്നു. ഇബ്നു തൈമിയ്യക്ക് പറ്റിയ ഏറ്റവും വലിയ ഒരു പിഴവ് ലാഹിരിയത്തും സലഫിയത്തും തമ്മിൽ കൂട്ടിക്കെട്ടിയെന്ന് അദ്ദേഹം വ്യക്തമായി പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ 20 വർഷത്തെ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ഈ കാര്യങ്ങൾ സലഫിയോട് നല്ല രീതിയിൽ മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി ഒരുപാട് ശ്രമം നടത്തി. യമനിലേക്ക് വന്ന് അവിടെ യമൻ ഹദർമൗത്തിലാണ് അദ്ദേഹത്തിന് കേന്ദ്രം. ഇപ്പോൾ അവിടെ ദർസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ മൻഹജി സലഫിയാണ്, തത്ബീഖ് നൽകിയ സലഫിയല്ല, യഥാർത്ഥ സലഫികൾ എന്ന് പറഞ്ഞാൽ അദ്ദേഹം അതിനു വേണ്ടി മാത്രം നല്ല നിലയിൽ അവരൊക്കെ ക്ഷണിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി ഒരുപാട് ആളുകൾക്ക് മനസ്സിലായെങ്കിലും സലഫികൾ അവർ അഹങ്കാരികളാണ്. ഇബ്നു തൈമിനെ എതിർത്താൽ പിന്നോൽക്ക് അന്നൊന്നും തലേ കയറൂല. കാരണം ഇത്രയ്ക്കും വലിയ മുജ്തഹിദ് മുത്തലഖാണ് എന്ന് മനസ്സിലാക്കി വെച്ച് പ്രവാചകന്മാർ കഴിഞ്ഞാൽ പിന്നെ ഇബ്നു തൈമിയ എന്ന് മനസ്സിലാക്കി ഷെയ്ഖുൽ ഇസ്ലാം വഹദഹു ലാ ശരീക ലഹു എന്നാണ് മനസ്സിലാക്കി വെച്ചത്. അതുകൊണ്ട് തന്നെ ഇബ്നു തൈമിയക്ക് അപകടം പറ്റിയിട്ടുണ്ട്, പേവ് പറ്റിയിട്ടുണ്ട്, ഇബ്നു അബ്ദുൽ വഹാബിന് പേവ് പറ്റിയിട്ടുണ്ട് എന്നൊക്കെ അദ്ദേഹം വളരെ സമർത്ഥമായി സ്ഥാപിക്കുന്നുണ്ട്. പിന്നെ നമ്മളിവിടെ പറഞ്ഞ കാര്യങ്ങളുണ്ടല്ലോ, ദലീൽ മാത്രം പിടിക്കുക എന്നുള്ളത്, അത് ഇബ്നു ഹസ്മിൻ്റെയും ദാവൂദുല്ലാഹിയുടെയും കിതാബ് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. തഖ്ലീദ് പാടില്ല എന്നുള്ളത് അത് ദാവൂദുല്ലാഹിയുടെ നിയമം ബിദ്അത്താണെന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇത്തിബാഅ് ചെയ്യുക, തഖ്ലീദ് ആർക്കും പാടില്ല, സാധാരണക്കാർക്കും പാടില്ല, പണ്ഡിതന്മാർക്കും പാടില്ല. ഇന്നിവിടെ സലഫികൾ പറയുന്ന പോലെയല്ലേ, അതായത് അവർ ഖിയാസിൻ്റെ വിഷയത്തിൽ ഇബ്നു തൈമിയ്യക്ക് എതിർപ്പാണ്, ഇബ്നു അബ്ദുൽ വഹാബിനൊക്കെ ലാഹിരിയത്തിന് എതിരാണെങ്കിൽ ബാക്കിയുള്ള ഏകദേശം കാര്യങ്ങളൊക്കെ തന്നെ ലാഹിരിയത്ത് നിന്ന് പിടിച്ചെടുത്തതാണ്. അതൊന്ന് അതിൻ്റെ പഠനം തന്നെ നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇത് വെച്ചിട്ട് മാത്രം നിങ്ങൾ നോക്കിയാൽ തന്നെ പലതും കാണും. നിങ്ങൾ നോക്കൂ, ഇവിടെ ഫഹ്മു സലഫിനെ സംബന്ധിച്ച് എതിർത്തുകൊണ്ട് സംസാരിക്കുന്ന സലഫികളാണ്. ഫഹ്മു സലഫ് തെളിവല്ല എന്ന് പറയുന്നത്. അവർ പറഞ്ഞ ഫഹ്മു സലഫ് അല്ല നമ്മൾ പറയുന്നത്. ഫഹ്മു സലഫ് സലഫിൻ്റെ ആ ഇജ്മാ തെളിവല്ല എന്ന് പറഞ്ഞ രൂപത്തിൽ സംസാരിക്കുന്ന സലഫികളുണ്ട്. സലഫികളിലെ തന്നെ ഒരുപാട് ഗ്രൂപ്പുകൾ, സുറൂറിയ, ഹദ്ദാദിയ, ജാമിയ, മദ്ഖലിയ തുടങ്ങിയ ഒരുപാട് ഗ്രൂപ്പുകൾ ഉണ്ടാകാൻ കാരണം അവരിൽ ആരും കൂടി ഉള്ളത് കൊണ്ടാണ്. ഈ ലാഹിരിയത്തിൻ്റെ ആശയമുള്ള ആളുകളുള്ളത് കൊണ്ടാണ്. ഒരിക്കലും അവർക്ക് യോജിക്കാൻ കഴിയില്ല.
കാരണം ഇതിൻ്റെ സ്ട്രക്ചർ ഈ രൂപത്തിലായതുകൊണ്ട് തന്നെ അവർക്ക് ഒരിക്കലും അവർ പരസ്പരം ഏറ്റവും വലിയ പ്രശ്നം എന്താണ്, അവർ തൗഹീദിലാണ്, ഈമാൻ്റെ വിഷയത്തിലാണ്. ഇപ്പോൾ പറഞ്ഞാൽ ഇപ്പോൾ ഖവാരിജികളുണ്ട്, ഖവാരിജികളും ലാഹിരിയത്തും കൂടിയതാണ്. ഈമാൻ്റെ വിഷയം എടുത്ത് നോക്കൂ നിങ്ങൾ. ഈമാൻ്റെ മുസമ്മയിൽ ഏത് കിടക്കുകയില്ല, അമല് കിടക്കുകയില്ല. അതാണ് അഹ്ലുസുന്നത്തുൽ ജമാഅത്തിൻ്റെത്. നമ്മൾ സാധാരണ പറയും ഈമാന് അമലും എഴുത്തുക്കാതും ബിൽ ജനാൻ അമലും ബിൽ ഇഖ്റാറും ബിൽ ലിസാൻ. അത് നമ്മളെ അശ്അരി അഖീദയുടെ വ്യക്തമായതല്ല. നമ്മൾ പറയുന്നത് തസ്ദീഖാണ്. നമ്മൾ പറയുന്നത് ഇഖ്റാറ് ചിലർ ഉൾപ്പെടുത്തുന്നുണ്ട്, നാവ് കൊണ്ട് പറയും വേണം, വിശ്വസിക്കുകയും വേണം. അമലി എന്നുള്ളത് ഈമാൻ്റെ മുസമ്മയിൽപ്പെട്ടതല്ല, അത് പെട്ടതാന്ന് വെക്കുകയാണെങ്കിൽ എന്തായിത്തീരും, അത് ഈമാൻ്റെ അതിൻ്റെ അവിഭാജ്യ ഘടകമാണ്, ഷത്റാണ് എന്ന് പറയുന്നവരാണ് ഖവാരിജികൾ, ഇവരൊക്കെ തന്നെ. അതുകൊണ്ട് തന്നെ അമൽ എന്തെങ്കിലും ഒന്ന് പയച്ചു പോയാലും മുശ്രിക്കായി. മനസ്സിലായി? വിശ്വാസം മാത്രമല്ല, അവർ പറയണ്ടല്ലോ വിശ്വാസം മാത്രമല്ല ശിർക്കിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. എന്തുകൊണ്ട് അവർ അമലും കൂടി, അമല് കൊണ്ടും അമല് എന്തെങ്കിലും പിന്നെ വ്യത്യാസം വന്നു കഴിഞ്ഞാൽ അതെന്താ ശിർക്കായി. നമ്മൾ പിന്നെ ശിർക്കിൻ്റെ അടിസ്ഥാനം എന്താന്ന് പറയുന്നുണ്ട്, ഇത്തിഖാദാന്ന് പറയുന്നുണ്ട്. അവർ ഇങ്ങനെ ഖവാരിജിൻ്റെ ആശയങ്ങളും കൂടി ചേർന്ന് ലവാഹിര്യത്തും കൂടിയതാണ് ഇന്നത്തെ. നോക്ക് ദായിഷ് എടുത്താലും നുസർ എടുത്താലും അൻസാർ നോക്ക്. ഈ മദ്ഹബിൻ്റെ എതിര് പറഞ്ഞപ്പോൾ ഒരു കാര്യം ചൂണ്ടിക്കാണിക്കാൻ പറഞ്ഞു. ഈ ഷെയ്ഖ് മുഹമ്മദ് ഹാമിദ് ഫക്കി എന്ന് പറയുന്ന ഈജിപ്തിലെ അൻസാർ സുന്നത്തുൽ മുഹമ്മദിയ എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനമുണ്ട് ഈജിപ്തിലെ. അതിന് നേതാവാണ് മുഹമ്മദ് ഹാമിദ് ഫക്കി. അയാളെന്താ ചെയ്തത്, മദ്ഹബിനോടുള്ള വിരോധം തീർക്കാൻ വേണ്ടിയിട്ട് താരിഖു ബഗ്ദാദ് എന്ന കിതാബിലെ അറിയപ്പെട്ട കിതാബാണ്, അതിൽ അബു ഹനീഫ റഹ്മത്തുള്ളാഹിയെ കുറിച്ച് മാത്രം ഭാഗം എടുത്തിട്ട് അതിന് ഇന്ത്യയിലേക്ക് അയച്ചിട്ട് അവിടെ അടിക്കാൻ വേണ്ടി. ഇതുകൊണ്ട് അബു ഹനീഫ ഇമാമിനെ കുറിച്ച് കുറച്ച് മുമ്പുള്ള കാലത്ത് സലഫികളൊക്കെ തന്നെ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ തെറ്റിദ്ധാരണയുടെ പേരിൽ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഇയാൾ പറയുന്ന അബു ജീഫ എന്നാണ് അബു ഹനീഫ ഇമാമിനെ ഈ മുഹമ്മദ് ഹാമിദ് ഫക്കി വിശേഷിപ്പിക്കുക, അബു ജീഫ എന്ന്. അതായത് എന്തിനു വേണ്ടിയാണ്, അബു ഹനീഫ ഇമാമിനെ തകർത്ത് കഴിഞ്ഞാൽ മദ്ഹബ് തകരും എന്നുള്ള വിശ്വാസമാണ്. അതുപോലെ മുസന്നിഫ് ഇബ്ൻ അബി ഷൈബയിൽ നിന്ന് അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ തർജ്ജമ മാത്രം എടുത്തുകൊണ്ട് പ്രസിദ്ധീകരിക്കുന്ന വഹാബികളുണ്ട്. അവർ ലക്ഷ്യം മദ്ഹബ് പൊളിക്കുക, ഇമാമുകളുടെ വിശ്വാസം തകർക്കുക എന്നുള്ളതാണ്. അപ്പോൾ അവരുടെ ഒരു ആശയം എന്ന് വെച്ചാൽ ഖവാരിജി ആശയമാണ്. ഖവാരിജി ആശയം എന്ന് വെച്ചാൽ ഇദ്ദേഹം പറയുന്നൊരു ഖാലിദ് ബാൻസാരി പറയുന്നുണ്ട്, അവർ ദായിഷിനെ കുറിച്ച് അവർ ഖവാരിജികളെന്ന് പറയും ചില വഹാബി മൗലവിമാർ തന്നെ. എന്നാൽ എന്തുകൊണ്ട് ഇബ്നു അബ്ദുൽ വഹാബിനെ കുറിച്ച് ഖാരിജി എന്ന് പറയുന്നില്ല? കാരണം അദ്ദേഹത്തിൻ്റെ ഇബ്നു അബ്ദുൽ വഹാബിൻ്റെ അതേ ആശയമാണ് IS ഇവിടെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ട് ഇബ്നു അബ്ദുൽ വഹാബിന് തള്ളി പറയുന്നില്ല എന്ന് ചോദിക്കുക. അപ്പം ഖവാരിജികളുടെയും ലാഹിര്യത്തിൻ്റെ എല്ലാ പേക്ഷകക്ഷികളുടെയും ഒരു സങ്കലമാണ് ഈ വഹാബിസം എന്ന് പറയുന്നത്. മൗലവിയുടെ നേരത്തെ ഞാൻ സെഷനിൽ ചോദിച്ചിരുന്നതാണ്. അപ്പം ഇവർക്ക് ഒന്നുകൂടി ക്ലാരിഫൈ ചെയ്യണം നമുക്ക് താല്പര്യമുള്ളതുകൊണ്ടാണ്. അപ്പോൾ മുമ്പ് മൂപ്പർ പറഞ്ഞിരുന്നു കഴിഞ്ഞ BKF തന്നെ എന്ത് ഉസൂലുൽ ഇൽമ്, ഈ ജ്ഞാനമീമാംസ എന്ന് പറഞ്ഞ സാധനത്തിൻ്റെ സോഴ്സ് എന്ന് പറയുന്നത് ഇൽമു അഖല് മാത്രമാണ്. അതിൽ നിന്ന് മാറിയിട്ട് ഉണ്ട് എന്നാണ് ഇപ്പോൾ എനിക്ക് സെഷൻ ചെറുതായി തോന്നിയത്. അതായത് അഖലും ഉണ്ട്, നിങ്ങൾ സമ്മതിച്ചാണെന്ന് എൻ്റെ അഭിപ്രായം അല്ലേ? അത് ജസ്റ്റ് ഒന്ന് ക്ലാരിഫൈ ചെയ്താൽ നിങ്ങൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകും അല്ലേ? സമ്മതിച്ചിട്ടുണ്ടോ ആ 3 സോഴ്സും ഉണ്ട് എന്ന് സമ്മതിച്ചിട്ടുണ്ടോ, അതോ അഖല് മാത്രമാണോ? എങ്ങനെയാണ് ഇപ്പോഴത്തെ നിലപാട് എന്ന് അറിയണം. ഇപ്പം ഞാനൊരു മുസ്ലിമാണ് ഓൾറെഡി. അന്ന് ഞാനൊരു യുക്തിവാദിയാണ്. യുക്തിവാദിയെ സംബന്ധിച്ചിടത്തോളം യുക്തി കൊണ്ട് യുക്തിയേന്തി മനുഷ്യൻ, സഹോദരൻ അയ്യപ്പൻ്റെ ഒരു കവിത തന്നെ ഉണ്ട്, മനുഷ്യൻ നേടിയ അറിവുകളെല്ലാം യുക്തി ഉപയോഗിച്ച് നേടിയതാണ്. ഏതാണ് 1926 സ്ഥാപിതമായ യുക്തിവാദി എന്ന മാസികയിൽ എഴുതി കൊണ്ടുവരുന്നത്. ഹിസ്സും യുക്തിവാദികൾ അംഗീകരിക്കാറുണ്ട്, ചരിത്രവും യുക്തിവാദികൾ അംഗീകരിക്കാറുണ്ട്. വഹിയാണ് അംഗീകരിക്കാത്തത്. വഹി, ഇൽഹാം ഇതൊന്നും യുക്തിവാദികൾ അംഗീകരിക്കില്ല. ഖബർ സ്വാദിക്ക് തന്നെ കുറേ ആയിട്ട് തിരിച്ചതിന് ശേഷം വഹിയിലേക്ക് എത്തുന്ന സംഗതിയുണ്ട്. ദുനിയാവിലെ ചരിത്രവും നമ്മുടെ വാപ്പാൻ്റെ വാപ്പൊക്കെ നമ്മൾ ഒക്കെ അംഗീകരിക്കുന്നൊക്കെ ഉണ്ട്. നമ്മൾ ഇല്ലാത്തതുണ്ട് എന്നൊന്നും പറയേണ്ട കാര്യമൊന്നുമില്ല. ഒരു അംഗീകരിക്കുന്ന കാര്യമൊക്കെ ഒരു ചരിത്രം അംഗീകരിക്കുന്നുണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട്. വഹി അംഗീകരിക്കുന്നില്ല. ഇപ്പോൾ ഞാൻ വഹിയും കൂടി അംഗീകരിക്കുന്നുണ്ട്. എന്താണ് വഹി, വഹി എന്തുകൊണ്ട് സ്വീകരിക്കണം എന്നുള്ളതൊന്നും ഇപ്പോൾ പറഞ്ഞിട്ടില്ല എന്ന് മാത്രം. അത് ഇൻഷാ അല്ലാഹ് പിന്നൊരിക്കാവാം. അങ്ങനെ അവർ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ പോലും അന്ന് അവരെ ഒരു പാരഡോക്സ് ആണ്. അതായത് അക്കൽ ഉപയോഗിച്ച് മാത്രം ഹിസ്റ്ററി എല്ലാം കൂടി അംഗീകരിക്കാൻ കഴിയാന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞ അക്കൽ ഉദ്ദേശിച്ച ഹിസ് മാത്രം ഉപയോഗിക്കുന്ന രീതി നമ്മൾ പറഞ്ഞു അന്ന് തന്നെ ചർച്ച ആയതാണ്. അപ്പോൾ ആ ഹിസ്റ്റോറിക്കലായിട്ടുള്ള എവിഡൻസിനെ കുറിച്ച്, കാർബൺ 12 കുറിച്ചൊക്കെ പറഞ്ഞപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്, ചുരുക്കി പറഞ്ഞാൽ അവർ അംഗീകരിക്കുന്നുണ്ട്, പക്ഷെ അവരെ അടിസ്ഥാനത്തിൽ യോജിക്കുന്നില്ല. അക്കൽ മാത്രമല്ല ഫോക്കസ് എന്നുള്ളത് കൂടി അതിൽ പറയുന്നുണ്ടല്ലോ. അല്ല, യുക്തിവാദികൾക്കിടയിൽ 2 ചിന്താധാര ഉണ്ട്. അത് നിങ്ങളിങ്ങനെ സൂക്ഷ്മമായി ചോദിക്കുമ്പോൾ പറയേണ്ടി വരികയാണ്. ഒന്ന്, സയൻസ് ഈസ് ദ ഓൺലി വേ ഓഫ് നോയിങ്, സയൻസ് മാത്രമാണ് അറിവിലേക്കുള്ള ഏക മാർഗം എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്.
എല്ലാവരും ഇല്ല. അന്ന് നിങ്ങൾ വെച്ചിരുന്ന അല്ല, ഞാൻ അന്നത് പറഞ്ഞിട്ടില്ല. അന്ന് ഞാനത് പറഞ്ഞിട്ടില്ല. അന്ന് ഞാൻ അത് അല്ലാത്ത മറുഭാഗത്തുള്ളിടത്താണ് ഞാൻ അറിയാനുള്ള മാർഗം സയൻസ് മാത്രമാണെന്ന് പറഞ്ഞാലുള്ള കുഴപ്പം എന്താണെന്ന് വെച്ചാൽ, പിന്നെ നമ്മുടെ ഹിസ്റ്ററി അതുപോലുള്ള ഒരുപാട് ഇപ്പോൾ സയൻസ് ഒരുപാട് മേഖലകളുണ്ട്. നമുക്ക് അങ്ങനെ സയൻസ് മാത്രം എന്ന് പറഞ്ഞാൽ സയൻസ് ഉണ്ടായിരുന്നത് 19-ാം നൂറ്റാണ്ടോട് കൂടിയാണ്. സയൻസ് എന്ന വാക്ക് ഈ അർത്ഥത്തിൽ രൂപീകരിക്കുന്നത്. അതിനു മുമ്പൊക്കെ ഫിലോസഫിയാണ്. ഐൻസ്റ്റീൻ പോലും ഞാൻ സയൻറ്റിസ്റ്റാണെന്ന് അയാൾ പോലും അറിയില്ലത്രേ. കാരണം അയാൾക്ക് അന്ന് ഇത് രൂപപ്പെട്ടു വന്നില്ല. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിന് ഫിലോസഫിയ എന്നുള്ള പേര് വരുന്നത്. അപ്പം ഞാൻ ആ അർത്ഥത്തിലല്ല ഞാൻ പറയുന്നത്. അങ്ങനെ ഒരു ചിന്താധാര അതിൻ്റെ അകത്തുണ്ട്, ഇങ്ങനെ ചിന്താധാരയുണ്ട്. അത് അറിയാനുള്ള, അവരൊന്നും യുക്തിവാദികളൊക്കെ തന്നെ അറിയാനുള്ള ഏകമാർഗം സയൻസാണെന്ന് മാത്രം പറഞ്ഞുകൂടാ, വേറെയും കുറേ മാർഗങ്ങളുണ്ട്, ചരിത്രമുണ്ട്. ഇപ്പോൾ സിനിമ പോലുള്ള സർഗാത്മകമായ ഇപ്പോൾ നോവലുകൾ, കഥകൾ, ഇപ്പോൾ ഒരു സയൻസിൻ്റെ എഴുതിയ ലാബിൽ ചെന്ന് പരിശോധിച്ചിട്ടൊന്നല്ല, നമ്മൾ ഹൈഡ്രജനും ഓക്സിജനും വെള്ളമെന്ന് മനസ്സിലാക്കിയൊക്കെ പുസ്തകം പഠിച്ചിട്ടാണ്. അപ്പോൾ പുസ്തകങ്ങൾ എവരിഡേ നോളജ് ഉണ്ട്, നമ്മൾ നിത്യേന അറിയുന്ന എവരിഡേ നോളജ് ഉണ്ട്. ഇതൊന്നും നമ്മൾക്ക് കേട്ടറിവും കണ്ടറിവും ഒക്കെയാണിത്. ചില മറ്റേ സ്വദീഖ്യങ്ങളിൽ നിന്നുള്ള വാക്കുകൾ, അതായത് അങ്ങനത്തെ കാര്യങ്ങൾ ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ നീന്താൻ പഠിക്കേണ്ട എങ്ങനെയെന്നുള്ളതിന് നമുക്ക് അനുഭവിച്ച് പഠിക്കാൻ തന്നെ പറ്റും. അങ്ങനെ കുറേ, അതുകൊണ്ടാണ് എവരിഡേ നോളജ് എന്ന് പറഞ്ഞത്. എവരിഡേ അല്ലാത്ത നോളജാണ് നമ്മളിന്ന് ലാബുകളിലൊക്കെ പരിശോധിച്ച് ഒക്കെ കണ്ടെത്തുന്നത്, പിന്നെ വൈറസുകളെ കണ്ടെത്തുന്നതൊക്കെ. ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഞാൻ നിങ്ങളെ ഇത്രേ ഉള്ളിലേക്ക് പോകണ്ടെന്ന് വിചാരിച്ചാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഓക്കെ, ചുരുക്കി പറഞ്ഞാൽ അംഗീകരിക്കുന്നുണ്ട് ഇപ്പം. ഓക്കെ, അല്ല, എൻ്റെ ഈമാനിനെ കുറിച്ച് നിങ്ങൾക്ക് വല്ല സംശയമുണ്ടോ? അല്ല, ഞാൻ ചോദിക്കാം. അല്ല, അറിയാനുള്ള ഏകമാർഗം സയൻസാണ്, എല്ലാ പക്ഷത്തും ഞാനില്ല. പിന്നെ വഹി അംഗീകരിക്കുന്നത് കൊണ്ടാണല്ലോ നമ്മൾ മുസ്ലിമായി നിൽക്കുന്നതുകൊണ്ട്. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇത് പറയുമ്പോഴും നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടത്, അള്ള ഉണ്ട് എന്ന് പറഞ്ഞാൽ മാത്രം മുഅ്മിനാവില്ല. അപ്പം ഞാനൊരു ഇസ്ലാമിലേക്കൊരു പുനരാഗമനം നടത്തിയ ഒരാളെന്ന നിലക്ക് പറയാണ്, അള്ള ഉണ്ട് എന്ന് മാത്രം. ഇപ്പോൾ നമ്മൾ മുജാഹിദ് സുന്നി പോലുള്ള MM അക്ബർ, സാക്കിർ നായിക്കിനെ പോലുള്ള മതഭൗതിക രംഗത്ത് നിൽക്കുന്ന ചില ആളുകളുണ്ട്. അവർ ഉണ്ട് എന്ന് തെളിഞ്ഞാൽ മതി എന്നുള്ളിടത്താണ് നിൽക്കുന്നത്. സത്യത്തിൽ ഇമാം നമ്മുടെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എളാപ്പ അബൂ ത്വാലിബിൻ്റെ ഒരു കവിത ലാമിയ എന്ന് പറഞ്ഞിട്ട് അൽ ബിദായത്തു വന്നിഹായയിൽ ഇബ്നു കസീർ പറയുന്നുണ്ട്, ലൗലൽ മലാമത്തു വൽ ഹദാറു മസബ്ബതി ലവജത്തനി സംഹം ബിദാക മുബാബത്തിലെ എൻ്റെ സഹോദരപുത്രൻ നബിയാണെന്നും അല്ലെങ്കിൽ അയാൾക്ക് സത്യമാണ് പറയണമെന്നൊക്കെ എനിക്കറിയാം. പക്ഷെ നാട്ടുകാരൊക്കെ കൂടി ചീത്ത പറഞ്ഞുകൊണ്ടാണ്, അല്ലെങ്കിൽ ആക്ഷേപിക്കുമെന്ന് ഭയന്നിട്ടാണ് ഞാൻ അംഗീകരിക്കാത്തതെന്നാണ്. മക്കയിലെ ബഹുദൈവാളുകൾ അള്ളാഹ് ആരാന്ന് അവർക്ക് വിശ്വാസമുണ്ട്, ഖാലിക്കാണ്, റാസിക്കാണ്, മുഹിയാണ്, മുമീത്ത് എന്നൊക്കെ വിശ്വാസമുള്ള ആളുകളോടാണ് നബി ഇത്രയും കാലം തൗഹീദ് പ്രബോധനം ചെയ്തത്. അപ്പോൾ ഉണ്ടെന്ന് പറഞ്ഞാൽ മാത്രം പോരാ, ഈമാനിൻ്റെ മുസമ്മ പറഞ്ഞല്ലോ. ഈമാനിൻ്റെ മുസമ്മ ഖൗലും വ അമൽ യസീദു വയൻഖുസ് യസീദു ബിത്വാഅ വയൻഖുസു ബിൽ മഅസിയ. അതതിൻ്റെ മുസമ്മയിലുള്ളതാണ്. അതുമാത്രമല്ല, തസവുഫിലേക്ക് ചെന്നാൽ അൽ ഈമാൻ നൂറുൻ, അതൊരു പ്രകാശമാണ്. യഖ്ദിഫുഹുല്ലാഹ്, അള്ളാഹ് നിങ്ങളെ ഹൃദയക്ക് ഇട്ട് തരുമാർക്ക്, അള്ളാഹ് ഉദ്ദേശിച്ചവരുടെ ഹൃദയത്തിൽ അള്ളാഹ് ഇട്ട് തരുന്നൊരു ഒരു നൂറാണത്. ആ നൂറ് നമുക്ക് അള്ളാഹിനോട് ചോദിക്കാനേ പറ്റുള്ളൂ. ഒരുപാട് അറിവുണ്ടായതുകൊണ്ട് ഈമാൻ ഉണ്ടായിക്കൊള്ളുന്നില്ല. അല്ല, അപ്പം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു, ഈമാൻ എന്നത് വേറൊരു തലമാണ്. അതെ, ഈമാൻ അതുകൊണ്ട്. പക്ഷെ നിങ്ങൾ പറഞ്ഞ ശരിയാ, ഈമാൻ ഉണ്ടാകണമെങ്കിൽ ഷഹാദത്ത് കലിമക്ക് 7 ഷർത്ത് പറയുന്നുണ്ട്. ഷഹാദത്ത്, അതെ, ഒരു പ്രശ്നമില്ല, ഈ 3 കാര്യം അംഗീകരിച്ചോ ഇല്ല, അത് അറിഞ്ഞുകൊണ്ടാണല്ലോ നമ്മൾ പറയുന്നത്. ഓക്കെ, പിന്നെ ഈമാനിനെ കുറിച്ച് പറഞ്ഞപ്പോൾ പറയാണ്, ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഫഅലം അന്നഹു ലാ ഇലാഹ. ഷഹാദത്ത് കലിമക്ക് 7 ഷർത്തുണ്ട്. ഷഹാദത്ത് ഇസ്ലാം കാര്യത്തിൽ ഒന്നാമത്തത് ലാ ഇലാഹ ഇല്ലല്ലാഹാണ്. ഈമാൻ കാര്യത്തിൽ ഒന്നാമത്തത് അൽ ഈമാനു ബില്ലാഹ് എന്നുള്ളതാണ്. രണ്ടും കൂടി തമ്മിലുള്ള ബന്ധം എന്താണ്? ഒന്ന് ഷഹാദത്ത് കലിമ, നമസ്കാരത്തിന് ഷർത്തുണ്ട്, ഫർളുണ്ട്, സുന്നത്തുണ്ട്, അതിന് ഫളായിലുള്ളതുപോലെ ഷഹാദത്ത് കലിമയ്ക്കും 7 ഷർത്തുണ്ട്. അതിൽ ഒന്നാമത്തെ ഷർത്ത് ഇൽമുണ്ടാവുക എന്നുള്ളതാണ്.
അതുകൊണ്ടാണ് ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് സൂറത്ത് മുഹമ്മദ് പറയുന്നത്. അങ്ങനെ 7 ഷർത്തുണ്ട്. അതൊക്കെ കൂടി നമ്മൾ തഹ്കീക്ക് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഞങ്ങൾക്കുള്ള തിരുത്തല്ല കേട്ടോ, ഞാനത് എനിക്കും കൂടി ഓർക്കാൻ വേണ്ടി പറഞ്ഞതാണ്. അതുകൊണ്ട് ആഖിർ കലാമി ബാക്കി ഉസ്താദിൻ്റെ വിശദീകരണത്തിൽ നിന്ന് അശ്അരി ശരണി അത് അന്നത്തെ കാലത്ത് അന്നത്തെ ബിദായികളൊക്കെ പ്രത്യേക രീതിയിൽ അള്ളാഹുവിൻ്റെ സിഫത്തുകളും കാര്യങ്ങളൊക്കെ നിഷേധിക്കുകയും വക്രീകരിക്കുകയും ചെയ്തപ്പോൾ 41 സിഫത്ത് 20 സിഫത്ത് വാജിബ് ഈ രീതിയിലൊരു ക്രമം കൊണ്ടുവന്നു. ഇന്ന് നമുക്കതിന് സ്ഥാപനമുണ്ട്. കാരണം ഇന്നത്തെ സംബന്ധിച്ച് ഇന്ന് നമുക്ക് അങ്ങനെ ആ 7 സിഫത്തിനെ അങ്ങനെ പറയേണ്ടത്. ഖുർആനിൽ ധാരാളം സിഫത്തുകൾ പറയുന്നുണ്ട്. അതിൽ നിന്ന് കേവലം ഈ 7 അല്ലെങ്കിൽ 20 ഇങ്ങനെ എടുത്ത് നമ്മൾ പഠിപ്പിക്കേണ്ടതുണ്ടോ? കാരണം ഖുർആനിൽ വേറെ ഒരുപാട് സിഫത്തുകളുണ്ട്. അപ്പോൾ അള്ളാഹുവിൻ്റെ സിഫത്ത് 20 എന്ന് 20 അല്ല 20-നെക്കാളും കൂടുതൽ സിഫത്തുകൾ വാജിബായ സിഫത്തുകൾ തന്നെ ധാരാളം ഉണ്ട്. പിന്നെ നമ്മൾ അങ്ങനെ ചെറുതാക്കുന്നതിൽ ഇന്നത്തെ കാലത്ത് അങ്ങനെ പഠിക്കുന്നതിൽ എന്തർത്ഥമാണുള്ളത് എന്നാണ് ചോദ്യം. ചില ആയത്തുകൾ എടുത്ത് പരിശോധിക്കുകയാണ്. ഇപ്പോൾ ലോ അൻസലിനെ എടുത്തുകയാണെങ്കിൽ തന്നെ ഒരു മുസവ്വിർ, ഖാലിഖ്, ബാരി തുടങ്ങിയ ഒരുപാട് സിഫത്തുകളുണ്ട്. അതുപോലെ ചില അസ്മാഉൽ ഹുസ്ന എടുക്കുകയാണെങ്കിൽ ഒരുപാട് 99 ഉണ്ട്, ചിലതിൽ 3000 വരെയൊക്കെ ഉണ്ട്. അപ്പോൾ എന്തിനാ അശ്ശരികൾ 7 സിഫത്തിൽ പഠിപ്പിക്കുന്നത്? എന്തിനാ ഓർക്കും? അതാണ് ചോദ്യത്തിൻ്റെ ഷോർട്ട്. അശ്ശരികൾ മുന്നോട്ട് വെക്കുന്ന സിഫത്തുകൾ ഖുർആനും ഹദീസും അറിയാത്തവർക്കും കൂടി മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഖുർആനിൽ ഇറങ്ങി വരുമ്പോഴാണ് ഇപ്പോൾ പറഞ്ഞത്, അക്കല് കൊണ്ട് അക്കലുള്ള ഏതൊരു വ്യക്തിക്കും ഈ സിഫത്തുകൾ അള്ളാഹുവിന് ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അശ്ശരികൾ സംവദിക്കുന്നത് പൊതുസമൂഹത്തോടാണ്. സംഇനെ സംഇ കൊണ്ട് സ്ഥാപിക്കുക. അതായത് ഇപ്പോൾ ഖുർആൻ ശരിയാണെന്ന് എവിടെയുള്ള വെച്ചാൽ ഖുർആനിലുള്ളതെന്ന് പറഞ്ഞാൽ ശരിയാവും, ദൗറ് വരും. ദൗറും തസൽസലും പാടില്ല എന്ന് പഠിപ്പിക്കുന്ന ഇൽമുൽ കലാമിൻ്റെ ആളുകളാണ് നമ്മൾ. അപ്പോൾ നമ്മൾ സംഇ സ്ഥാപിക്കുകയാണെങ്കിൽ ആദ്യം ഏത് സ്ഥാപിക്കണം? അക്കല് നമ്മൾ സ്ഥാപിക്കും. ആ അക്കല് കൊണ്ട് അള്ളാഹുവിൻ്റെ വുജൂദ് നമ്മൾ സ്ഥാപിച്ചു കൊടുക്കുകയാണ് ആദ്യം ചെയ്യുന്നത്. അങ്ങനെ ഖുർആനിൽ പരാമർശിക്കാതെ തന്നെ അക്കല് കൊണ്ട് ചിന്തിച്ചാൽ, ഇപ്പോൾ അവസാനത്തെ ഇപ്പോൾ ഈ കലാമെന്നുള്ളതിനെക്കുറിച്ച് അഭിപ്രായ വ്യത്യാസമുണ്ട്. ഖുദ്റത്ത്, ഇറാദത്ത് തുടങ്ങിയതായിരിക്കുന്ന അള്ളാഹുവിൻ്റെ സിഫത്തുകൾ മുഴുവനും, മാനിയ സിഫത്ത് മുഴുവനും എല്ലാം തന്നെ അക്കല് കൊണ്ട് തന്നെ സ്ഥാപിത ഉമ്മഹാത്തു സിഫാത്ത് എന്നാണ് ഇതിനെക്കുറിച്ച് പറയുന്നത്. പ്രധാനപ്പെട്ട സിഫത്തുകളാണ് ഉദ്ദേശം. ഒന്ന്. രണ്ടാമതായിട്ട് ഇതിൽ പറയുന്ന ഖുദ്റത്ത് എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മൾ ഖുദ്റത്ത് ഒരു സിഫത്ത് വെക്കുകയാണ്. ആ ഖുദ്റത്ത് തന്നെ ഖാലിഖ്, ബാരി, മുസവ്വിറൊക്കെ തന്നെ ഏതിലേക്ക് മടങ്ങുന്നുണ്ട്? ഒന്നിരിക്കൽ ഖുദ്റത്തിലേക്ക് മടങ്ങും, അല്ലെങ്കിൽ ഇറാദത്തിലേക്ക് മടങ്ങും. നമ്മൾ പറയുന്ന പ്രധാനപ്പെട്ട സിഫത്ത് എന്ന് വെച്ചാൽ അതിലേക്ക് മറ്റുള്ള ഖുർആനിൽ പറയപ്പെട്ട ഒരുവിധ സിഫത്തുകളൊക്കെ തന്നെ ഇതിലേക്ക് മടങ്ങുന്നുണ്ട്, ഇതിലേക്ക് മടങ്ങുന്നുണ്ട്. അപ്പോൾ ഖുർആനിലെ സിഫത്തുകൾ നാം നിഷേധിക്കുന്നില്ല, ഹദീസിലെ സിഫത്ത് നാം നിഷേധിക്കുന്നില്ല. പക്ഷേ അക്കല് കൊണ്ട് സ്ഥിരപ്പെടുന്നത് എന്നുള്ള നിലക്കും ഉമ്മഹാത്ത് സിഫാത്ത് എന്നുള്ള നിലക്കും മാത്രമാണ് നമ്മൾ ഖുർആൻ മുഴുവൻ വിശ്വസിച്ചെങ്കിലേ മുസ്ലിം ആവുള്ളല്ലോ. അതൊക്കെ ഇതിൽ ഉൾക്കൊള്ളുന്നുള്ളവർക്ക് പ്രത്യേകം പറയേണ്ടതില്ല, അത് പറയുകയും ചെയ്യുക. നമ്മൾ പഠിപ്പിക്കുന്നവരാണ് ബഹുമാനപ്പെട്ട ഖസാലി റഹ്മത്തുള്ളാഹി അലൈഹി അസ്മാഉൽ ഹുസ്ന എന്ന് പറഞ്ഞ കിതാബ് തന്നെയുണ്ട്. അശ്ശരിയുടെ ഏറ്റവും വലിയ പണ്ഡിതനാണ്. അപ്പോൾ അതിന് എതിരല്ല ഈ എണ്ണിയത്. പിന്നെ ഇന്നത്തെ ബിദായികൾ നമ്മളിവിടെ ക്രോസ് ചെയ്യുന്ന ഒരു രീതി, ഖുർആനിൽ ഒരുപാട് നുസൂല് സിഫത്തായിട്ട് പറഞ്ഞിരുന്നാണ് അവർ പറഞ്ഞത്. യദ്, വജ്, ഇങ്ങനെയുള്ള ഒരുപാട് ഇത്യാദി സിഫത്തുകളൊന്നും ഇവർ സിഫത്തായിട്ട് കൂട്ടിയില്ല. ഇവർ വെറും ഈ 7 സിഫത്ത് മാത്രമേ കൂട്ടിയിട്ടുള്ളൂ. അത് ഏറ്റവും വലിയ തെറ്റാന്നുള്ള രീതിയിലാണ് അവരിപ്പോൾ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനിപ്പോൾ എങ്ങനെ നമ്മൾ ക്രോസ് ചെയ്യാം? നമ്മൾക്ക് സിഫത്ത് എന്ന് പറയണമെങ്കിൽ അള്ളാഹുവിൻ്റെ ഒരു വിശേഷണമാവണം, അള്ളാഹുവിൻ്റെ വിശേഷണമാവണം. നുസൂൽ എന്ന് പറഞ്ഞാൽ ഇറങ്ങുക എന്നുള്ളതാണ്. ഇറങ്ങുക എന്ന് പറഞ്ഞാൽ ഭൗതിക വസ്തുവിൻ്റെ, നുസൂൽ എന്നുള്ളത് ജിസ്മിൻ്റെ അജിസാമിൻ്റെ സിഫത്തുകളാണ്. നുസൂല്, സുഊദ്, ഹർവലത്ത്, മഷി, അഹദ്, അത്ത, ഇതൊക്കെ എന്താണ്? ജിസ്മുകളുടെ സിഫത്തായിട്ട് നമ്മൾ ഇന്ന് ലോകത്ത് കാണുന്നത്. അള്ളാഹു എന്ന് പറയാൻ നമ്മൾ ആദ്യം പഠിപ്പിക്കുന്നത് അവൻ്റെ സൽബിയ സിഫത്ത് മുഖാലിഫുൽ ഹവാദിസ് എന്നുള്ളതാണ്. അപ്പോൾ ഹാദിസിനോട് അവൻ എതിരായിരിക്കണം, എല്ലാ തരത്തിലുള്ള ഹാദിസ അഫ്ആലിനോടും അവൻ എതിരായിരിക്കണം. ഇപ്പോൾ നുസൂലി എന്ന് പറയുന്നത് ഭൗതികമായ വസ്തുവിൻ്റെ ഇറക്കത്തെക്കുറിച്ച് പറയുന്നത്. ഭൗതികമല്ലാത്ത അള്ളാഹുവിനോട് എന്ത് പറയാൻ പറ്റില്ല? നുസൂൽ എന്നൊരു സിഫത്തായിട്ട് നമുക്ക് പറയാൻ പറ്റുകയില്ല. അതുകൊണ്ടാണ് നമ്മൾ സിഫത്തുകളുടെ വിഷയത്തിൽ രണ്ട് നിലപാട്. ഒരു നിലപാട് തന്നെയാണ്. അതിൽ തഅ്വീലിൻ്റെ നിലപാടുണ്ട്, തഫ്വീലിൻ്റെ നിലപാടുണ്ട്. സിഫത്ത് ഇങ്ങനെ ഇപ്പോൾ പിന്നെ ഖലഖ ബിയദൈഹി എന്ന് പറഞ്ഞിടത്ത് യദ് എന്ന് പറയുന്നിടത്ത് അള്ളാഹു തആല യൻസിലു തബാറക വ തആല എന്ന് പറഞ്ഞ സുലുസുല്ലയിൽ ഇറങ്ങുന്ന നുസൂലിൻ്റെ സ്ഥാനത്ത്, അതുപോലെ യസ്അദു ഇലൈഹിൽ കലിമു തുടങ്ങിയതായിരിക്കുന്ന ഒരുപാട് വാദങ്ങളുണ്ട്. ഐന്, വജ്ഹ് തുടങ്ങിയ കദമ്,
ഇതൊക്കെ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആശയം അതിൻ്റെ ബാഹ്യമുദ്ദേശമല്ല എന്നുള്ള ഇജ്മാലിയായിരിക്കുന്ന തവീൽ എല്ലാവരും നടത്തും. അത് നമ്മുടെ അടിസ്ഥാനപരമായി അതിന് ബാഹ്യം ഉദ്ദേശമല്ല. എന്നാൽ അതിൻ്റെ അർത്ഥം എന്താണ്? അതിൻ്റെ അർത്ഥം നമുക്കറിയില്ല, അത് അള്ളാഹുവിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്നു. അത് അള്ളാഹുവിനെ അറിയുള്ളൂ. ഈ പറയുന്ന അർത്ഥം വെച്ചാൽ, ഇത് പറയുന്ന എന്ത് അർത്ഥം വെച്ചാൽ അത് ഭൗതികമായ വസ്തുക്കളുടെ ഗുണവിശേഷമായിട്ടാണ് വരുന്നത്. അത് അള്ളാഹ്ക്ക് വിശേഷിപ്പിക്കാൻ പറ്റുമല്ലോ. ലൈസ കമിത്ലിഹി ഷൈഉൻ വഹുവ സമീഉൽ ബസീർ എന്നുള്ളത് കൊണ്ട് അത് അള്ളാഹ്ക്ക് പറയാൻ പറ്റൂല. അതിൻ്റെ യഥാർത്ഥ അർത്ഥം അള്ളാഹുവിന് മാത്രമാണ് എന്നുള്ളതാണ് തഫ്വീൽ. ഈ തഫ്വീലിനെ കുറിച്ച് ഇബ്നു തൈമിയ്യ പറയുന്നത് അത് അശറു മിനൽ തവീലിനേക്കാളും വളരെ മോശമാണ് തഫ്വീൽ എന്നാണ് ഇബ്നു തൈമിയ്യ പറയുന്നത്. ഇബ്നു തൈമിയ്യ ലാഹിറിൻ്റെ ആളാണ്. ഞാൻ പറഞ്ഞില്ലേ, നേരത്തെ പറഞ്ഞില്ലേ, സിഫത്തിൻ്റെ വിഷയത്തിൽ ലാഹിരിയത്തിൻ്റെ വാദം. പക്ഷേ ഒരു വ്യത്യാസമുണ്ട്. ലാഹിരിയാക്കൾക്ക് അഖീദൻ്റെ വിഷയത്തിൽ പേച്ചിട്ടില്ല. അഖീദൻ്റെ വിഷയത്തിൽ അശരീകളുടെ അഖീദ തന്നെയാണ് ആർക്കുള്ളത്? ഇബ്നു ഹസം അടക്കം പറയുന്നുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് ഇസ്തിവാ എന്നുള്ള സിഫത്ത് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? യാ മുസ്തഫീൻ ആരെങ്കിലും ദ്വാരക്കാരുണ്ടെങ്കിൽ കേട്ടിട്ടുണ്ടോ എന്നാണ് ആര് ചോദിക്കുന്നത്? ഇബ്നു ഹസം ചോദിക്കുന്നത്. അപ്പോൾ അഖലിൻ്റെ വിഷയത്തിൽ ഇതിലേക്ക് പോയിട്ടില്ല ലാഹിരികളെ, ലാഹിരിയത്ത് പിടിച്ചിട്ടില്ല. വഹാബ് സലഫികൾ എന്താ ചെയ്തത്? അഖീദൻ്റെ വിഷയത്തിലും കൂടി എന്ത് ചെയ്ത് ലാഹിര്യത്തിലേക്ക്. ഇപ്പോൾ ആരെ ലാഹിര്യത്താണ് കൂടുതൽ ശക്തി? സലഫിസത്തിൻ്റെ ലാഹിര്യത്താണ് കൂടുതൽ ശക്തി. മനസ്സിലായി പറഞ്ഞു. ഈ മുമ്പത്തെ കിതാബുകളൊക്കെ നോക്കിയാൽ ഈ അഹ്ലുല്ലാഹിറിനെ സുന്നത്ത് വൽ ജമാഅത്തിൽ പെടുത്തിയതായിട്ട് കാണാൻ കഴിയുമല്ലോ. അതുപോലെ ഈ ദാവൂദുല്ലാഹിരി എന്ന ഇത്തരത്തിൽ ആക്ഷേപിക്കലൊന്നും നമുക്ക് കാണുന്നില്ല. അവരൊക്കെ ഭയങ്കര മഹന്മാരായിട്ടല്ല ഉദ്ധരിക്കൽ. മുഹദ്ദിസുകളിൽ പെടുത്തപ്പെട്ട ആളാണ്. ഞാൻ പറഞ്ഞല്ലോ, മുഹദ്ദിസാണ്. ഹദീസുമായിട്ട് കാര്യമായ ഇനായത്തും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അഹ്ലുല്ലാഹിറിനെ കുറിച്ച് ഒരാൾ ഫുഖഹാക്കൾക്ക് ഒരു സാധനം വഖഫ് ചെയ്താൽ അതിലാര് പെടൂല എന്നാണ് പറഞ്ഞത്? അഹ്ലുല്ലാഹിർ പെടും. എന്നോട് ഫിഖ് എന്ന് പറഞ്ഞാൽ ഖിയാസാണ്, അഖിലാണ്, ഫഹമാണ്. ഇവർ അഖിലും ഖിയാസും ഫഹമും മഫൂമുൽ മുവാഫഖീൻ സ്വീകരിക്കൂല, മഫൂം മുഖാലിഫീൻ സ്വീകരിക്കൂല. ദലാലത്തിന് നെസ്സിൻ്റെ ദലാലത്ത് മാത്രമേ അംഗീകരിക്കുന്നു. അതുകൊണ്ട് അവരെക്കുറിച്ച് ഫഖീഹ് എന്ന് പറയാൻ പാടില്ല. ഫുഖഹാക്കൾക്ക് വഖഫ് ചെയ്തത് ആർക്കൂടി കൊടുക്കാൻ പാടില്ല, പിന്നെ ലാഹിരിയാക്കൾക്ക് കൊടുക്കാൻ പാടില്ല. അവരെ ഖിലാഫിനെ ഇത്തിബാറേ ചെയ്യില്ല. ഒരു മുഅ്തമദായിരിക്കുന്ന ഒരു വിഷയം പറഞ്ഞാൽ ഖിലാഫുൽ ലാഹിരിയത്ത് എന്നുള്ള അവരുടെ ഖിലാഫിനെ ഇത്തിബാർ ചെയ്യാമെന്നുള്ള നിലക്കല്ല കൊടുക്കുന്നത്. അത് എന്താണ് അവരുടെ തശ്നീന് വേണ്ടിയാണ് കൊടുക്കുന്നതെന്ന് വേറെ പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. അവരെക്കുറിച്ച് നല്ല ഉറപ്പല്ലേ? പിന്നെ ലാഹിരിയത്ത് എന്നുള്ളത് നമ്മുടെ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് എന്നുള്ള രീതിയിൽ അഖീദൻ്റെ വിഷയത്തിൽ അവർക്ക് കുഴപ്പം പറഞ്ഞിട്ടില്ല. പക്ഷേ ഫിഖിൻ്റെ വിഷയത്തിൽ അവരെ ഈത്തിബാർ ചെയ്യില്ല എന്നുള്ള ഇമാമൊക്കെ ഇപ്പോൾ വിഷയങ്ങൾ വളരെ വിശദമായി പറയുന്നു. നിങ്ങൾ ഇനി ആ വിഷയം തന്നെ എടുത്ത് നോക്കിയാൽ നമുക്ക് കൂടുതൽ കാണാം. അസ്സലാമു അലൈക്കും. അയ്യൂബ് മൗലവിനോടാണ് എൻ്റെ ചോദ്യം. ഇപ്പോൾ അയ്യൂബ് മൗലവി കുറച്ച് കിതാബും അതുപോലെ മന്ദിക്കൊക്കെ ഓതിയ വ്യക്തിയാണല്ലോ. ഏത് ദുർബല നിമിഷത്തിലാണ് താങ്കൾ യുക്തിവാദത്തിലേക്ക് പോയത്? അതുപോലെ തന്നെ ഇസ്ലാമിലേക്കുള്ള ഒരു തിരിച്ചുവരവിന് എന്താണ് താങ്കളെ പ്രേരിപ്പിച്ചത്? ഒന്ന് വിശദമായി പറഞ്ഞാൽ വളരെ ഉപകാരമായിരുന്നു. ഇത് വിശദീകരിക്കാൻ കുറേ പണിയുള്ളൊരു കാര്യമാണ്. ഞാനിപ്പോൾ ഈമാൻ പറഞ്ഞല്ലോ. ഈമാൻ എന്ന് പറഞ്ഞാൽ അള്ളട്ട് തരുന്ന ഒരു ഈമാൻ, ഒരു വെളിച്ചാണ്. അത് അത്ര മാത്രമല്ല. പിന്നെ ഇതെന്താ കുഴപ്പമെന്ന് വെച്ചാൽ ഒരു 10-20 കൊല്ലം മുമ്പ് ഞാൻ യുക്തിവാദിയായ കാലത്ത് അന്ന് എന്നെ സ്വാധീനിച്ച പല ഘടകങ്ങളുണ്ട്. അതുപോലെ ഇപ്പോൾ ഇങ്ങോട്ട് ഇസ്ലാമിലേക്കുള്ള പുനരാഗമനത്തിനും ഒരുപാട് ഘടകങ്ങളുണ്ട്. ഇപ്പം എൻ്റെ ഉമ്മയുടെ പ്രാർത്ഥന ഉണ്ട്, എന്നെ പഠിപ്പിച്ച ഉസ്താദിൻ്റെ പ്രാർത്ഥനയുണ്ട്, നമ്മളൊന്നിച്ച് പഠിച്ച ശരീക്കന്മാർ, ഇങ്ങനെ ഒരുപാട്. ഇപ്പം അന്ന് തന്നെ PKF നടന്ന ആ സംവാദത്തിൽ ശേഷം എന്നെ നമ്മളെ കാവന്നൂർ ഉസ്താദ്, പിന്നെ ഇവിടെയുള്ള തൃക്കരിപ്പൂർ ഉസ്താദ്, ഇങ്ങനെ കുറേ ആളുകൾ അന്നതിൻ്റെ പിന്നാലെ നടന്ന് നമ്മളെ നിരന്തരം സംവാദാത്മകമായ സമീപനം പുലർത്തിയിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് ഘടകങ്ങളുണ്ട്. ഇന്നതാണെന്ന് പറയാൻ കഴിയില്ല. അപ്പം ഞാനതിന് പലപ്പോഴും പറഞ്ഞെന്താ വെച്ചാൽ, ഈ ചോദ്യം എന്നോട് പലപ്പോഴും വന്നപ്പോൾ ഞാൻ അവരോടൊരു കുസൃതിയാണ് പറഞ്ഞത്. ഇപ്പോൾ നിങ്ങളൊരു പെണ്ണിനെ കാണാൻ പോയി വന്നപ്പോൾ നിങ്ങൾക്ക് പറ്റിയോ എന്ന് ചോദിച്ചു. എനിക്ക് പറ്റി. എനിക്ക് പറ്റിയോ എന്ന് ചോദിച്ചാൽ എന്താ, പെണ്ണിൻ്റെ മുടി കണ്ടിട്ടാ എങ്ങനെ നിങ്ങൾ ചോദിച്ചപ്പോൾ ഞാൻ ചോദിക്കും, നിങ്ങളിങ്ങനെ എന്നോട് കുത്തി ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞതാണ് ആ പെണ്ണിൻ്റെ മുടി കണ്ടിട്ടാണ്, അല്ലെങ്കിൽ മൂക്ക് കണ്ടിട്ടാണ്, കണ്ണ് കണ്ടിട്ടാന്നൊക്കെ ഞാൻ പറയേണ്ടി, നിങ്ങളെങ്ങനെയാണ് അത് ഇഷ്ടപ്പെട്ടു എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറയേണ്ടി വന്നതാണെന്ന്. അല്ലെങ്കിൽ ഞാൻ എൻ്റെ കണ്ട ആദ്യ കാഴ്ച തന്നെ എനിക്ക് അവളെ പറ്റിയിട്ടുണ്ടെന്ന്. ആ കണ്ണ് ചിലപ്പോൾ നിങ്ങളുടെ മുഖത്താണെങ്കിൽ നിങ്ങൾക്ക് പറ്റിയിട്ടുണ്ടാവില്ല. അപ്പോൾ ഇത് ഒരു യാഥാർത്ഥ്യമാണ്. നമുക്ക് ചില സംഗതികളിൽ, ഇപ്പം ഞാനിപ്പോൾ അവിടെ പറഞ്ഞല്ലോ, റുബ്ബമാ യവദ്ദുല്ലദീന കഫറു ലൗകാനു മുസ്ലിമീൻ. ചില സന്ദർഭങ്ങളിൽ കാഫിറിന് തോന്നും ഞാനൊന്ന് മുസ്ലിമായിരുന്നെങ്കിൽ എന്ന്. അത് ഏത് കാഫിറിനും ചില സന്ദർഭങ്ങളിൽ ഒരു പ്രതിസന്ധി ഘട്ടങ്ങളിൽ അവൻ്റെ മനസ്സ് മന്ത്രിച്ചു പോകും. ആ സമയത്ത് നമ്മളതിനെ
അങ്ങ് ഏറ്റെടുത്താൽ നമ്മൾ രക്ഷപ്പെട്ടു. അതല്ല വീണ്ടും മുസ്തക്കിബറായി പോയാൽ ഗോവിന്ദയായി തീർന്നേനെ, പിന്നെ രക്ഷയൊന്നുമില്ല. അത് അല്ല ചില സമയത്ത് തരും. എത്രയോ ആലിമീങ്ങൾ, പണ്ഡിതന്മാർ ഈ പേച്ചു പോയവരുണ്ട്, പിന്നീട് തിരിച്ചു വന്നവരുണ്ട്, ധാരാളം ആളുകളുണ്ട്. സാധാരണ ഒരു യുക്തിവാദിയായി പോയാൽ തിരിച്ചു വരൽ സ്വാഭാവികമായി കുറവാണ്. അതുകൊണ്ടാണ് മുർത്തദ് നിയമം ഇസ്ലാമിൽ വെച്ചത്. ഒരു ഹിന്ദു മതത്തിൽ നിന്ന് ഒരാൾ ഇസ്ലാമിക്ക് വന്നാൽ ആ ചടങ്ങ് വളരെ എളുപ്പമാണ്. ഒരു മുർത്തദ് പിന്നെ ആയാൽ തന്നെ വന്ന വിവാഹബന്ധം പോയി ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇസ്ലാമിക്ക് ഇട്ട് വന്നാലോ, ഇപ്പം ഞാൻ അനുഭവിക്കുന്നത് എൻ്റെ ഈ 20 കൊല്ലത്തെ നിസ്കാരം കള്ളാഹ് കിട്ടണം. നിങ്ങൾ നോക്കൂ എന്തോരം വലിയടങ്ങാറ്. അത് മാത്രം മതിയോ? ഞാൻ ഉണ്ടാക്കി വെച്ച മെന ഒരുപാട് യൂട്യൂബിലും എൻ്റെ വീഡിയോ ഉണ്ട്. ഇതിനൊക്കെ അതുകൊണ്ട് ആരെങ്കിലുമൊക്കെ ദലാലത്തിലായാൽ ഇതിനൊക്കെ ഞാൻ നാളെ ബദൽ പറയണമല്ലോ. അപ്പോൾ ഇതിനൊക്കെ ഞാൻ മറുപടി കണ്ടെത്തണം. ഇത് എങ്ങനെ നോക്കിയാലും റിസ്ക് കൂടുതലാണ്. എന്നാലും അള്ള തന്നല്ലോ ഈ വെളിച്ചം, നാളെ അവൻ്റെ പരലോകത്ത് ഈ ശിക്ഷ കുറേ കുറയുമല്ലോ. മറ്റത് ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നമ്മൾ വീണ്ടും വീണ്ടും നമ്മളെ ഈമാൻ വർദ്ധിക്കുവാനുള്ള കാര്യങ്ങൾ ചെയ്യുക. നിങ്ങളെപ്പോലുള്ള മുത്താലിമീങ്ങളോടും ഉസ്താദുമാരോടൊക്കെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറയുക. ഇതല്ലാത്തൊരു വഴിയൊന്നും അവിടെ ഇല്ല. അപ്പോൾ ഇതിനൊരു ഒറ്റവാക്കിലൊന്നും അങ്ങനെ ഉത്തരങ്ങളില്ല എന്ന് പറയാനാണ് അതൊക്കെ പറഞ്ഞു. യുക്തിവാദികൾ മെയിനായിട്ടും ഇസ്ലാമിനെ മാത്രമാണല്ലോ ഫോക്കസ് ചെയ്താണ്ട് അതിനെ മാത്രമാണല്ലോ കുറ്റം പറയുന്നത്. ഈ യുക്തിവാദികൾ ഇസ്ലാമിനെ മാത്രം ഫോക്കസ് ചെയ്യാനുള്ള കാരണം എന്താണ്? ഇസ്ലാം അതല്ലേ സത്യമുള്ളൂ അല്ലേ? മറ്റേത് ഇപ്പോൾ ഒരു ഹിന്ദു മതത്തിൽപ്പെട്ട ഒരാൾ, ഹിന്ദു മതം മതം തന്നെ ഉണ്ടായത് 100-150 കൊല്ലമായിട്ടുള്ളൂ. മറ്റേവിടെ വൈശേഖ മതം മറ്റൊരുപാട് പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. ഒരുപാട് ജാതികളായി നിറഞ്ഞു നിന്നിരുന്ന സാധനമാണ്. അവരെ സംബന്ധിച്ചിപ്പോൾ നിങ്ങൾ അമ്പലത്തിൽ പോയില്ല, മതചിട്ട സ്വീകരിച്ചില്ല, എല്ലാം കൊല്ലും സഭ. മുസ്ലിമിന് അത് പോരാ. ഒരാൾ മുസ്ലിമായി കഴിഞ്ഞാൽ അവൻ്റെ എല്ലാം മുസ്ലിമായിരിക്കണം, അവൻ്റെ ഈമാൻ ശരിയായിരിക്കണം. ഈമാന് മാത്രം ഉണ്ടായാൽ പോരാ. ഒരാൾ നിസ്കരിച്ചില്ല, നോമ്പില്ലെങ്കിൽ ഈമാനോട് കാര്യമല്ല. അവൻ്റെ കർമ്മങ്ങൾ ശരിയാവണം, അവൻ്റെ സ്വഭാവം ശരിയാവണം, അവൻ്റെ ജീവിതം മുഴുക്കെ ശരിയാവേണ്ടതുണ്ട്. അപ്പോൾ ഈ ഒരു പ്രത്യയശാസ്ത്രം നശിച്ചു കാണാൻ 1000 കൊല്ലം നീണ്ടു നിന്ന യുദ്ധമാണ് കുരിശു യുദ്ധം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇസ്ലാമിനെ നശിപ്പിക്കാൻ വേണ്ടി അങ്ങേയറ്റം ശ്രമിച്ചവരാണ്. എത്രങ്ങാനും ഗ്രന്ഥങ്ങൾ എഴുതി, ഇസ്ലാമിൻ്റെ ഓരോരോ ശാഖ എടുത്ത് വിമർശിച്ച് പുസ്തകങ്ങൾ എഴുതി. പക്ഷേ അള്ളാഹുവിൻ്റെ മതമായതുകൊണ്ട് നിങ്ങൾ നോക്കൂ, ഈജിപ്തിൽ താർത്താരികളുടെ കാലത്ത് ഒരു ഇസ്ലാമിനെ ഈജിപ്തിലുള്ള ഒരുപാട് വിജ്ഞാന ലൈബ്രറികൾ, അവിടെയുള്ള വിജ്ഞാന കേന്ദ്രങ്ങളൊക്കെ നശിപ്പിച്ച് കളഞ്ഞു. അവർ ഇസ്ലാം അവിടെ നിന്ന് ഉണ്ടാകൂല എന്നുള്ള രീതിയിലായിപ്പോയി. പിന്നീട് അവരൊക്കെ ഇസ്ലാം മതം സ്വീകരിച്ചു. അവരൊക്കെ ഇസ്ലാം മതം സ്വീകരിച്ച് ഇസ്ലാമിന് വലിയ മുന്നേറ്റമുണ്ടായി. പിന്നെ റഷ്യയിൽ 75 കൊല്ലമാണ് ഇസ്ലാമിൻ്റെ ഷിയാർ പോലും വെക്കാൻ അനുവദിച്ചിട്ടില്ലായിരുന്നു. തുർക്കിയിൽ അത്താതുർക്ക് കൊണ്ടുവന്നത് എന്താണ്? പക്ഷേ ഇത് അള്ളാഹുവിൻ്റെ മതമായതുകൊണ്ട് യുരീദൂന അൻ യുത്ഫിഉ നൂറല്ലാഹ് വല്ലാഹു മുത്തിമ്മു നൂരിഹി വലൗ കരിഹൽ കാഫിറൂൻ. അവർ ലക്ഷ്യം വെക്കുന്നത് അള്ളാഹുവിൻ്റെ പ്രകാശത്തെ ഊതിക്കെടുത്താനാണ്. എന്നാൽ ആര് തന്നെ ഉദ്ദേശിച്ചാലും അള്ളാഹുവിൻ്റെ പ്രകാശം അവൻ സാക്ഷാത്കരിക്കും. വലൗ കരിഹൽ കാഫിറൂൻ. ഈ സത്യനിഷേധികൾ എത്ര തന്നെ വെറുത്താലും ശരി, അവിടെ അവരെങ്ങനെയാണ് ആ സത്യപ്രകാശത്തെ ഊതിക്കെടുത്താൻ നോക്കുന്നത്? ബി അഫ്വാഹിഹിം, അവരെ വായ കൊണ്ട് എന്ന് പറഞ്ഞാൽ എന്തായാലും തഫ്സീർ ബി അഖ്വാലിൽ ഫാസിദ. എന്താ അഖ്വാലിൽ ഫാസിദ എന്ന് പറഞ്ഞാൽ? സന്ദർഭങ്ങളിൽ നിന്ന് ആയത്തുകൾ അടർത്തിയെടുത്ത് തോന്നിയ പോലെ അർത്ഥം പറയുക, അസത്യം പ്രചരിപ്പിക്കുക, ദുർവ്യാഖ്യാനം ചെയ്യുക, കെട്ടുകഥകൾ മെനഞ്ഞുണ്ടാക്കുക, ഇസ്ലാമിനെ പറ്റി വെറുപ്പുൽപ്പാദിപ്പിക്കുക. എന്തെന്നെ ചെയ്താലും വല്ലാഹു മുത്തിമ്മു നൂരി, അള്ളാഹു അവൻ്റെ പ്രകാശത്തെ സാക്ഷാത്കരിക്കും എന്നതാണ്. ഇപ്പം നോക്കൂ, ഇപ്പം ഇസ്ലാമിനെ കുറിച്ച് എല്ലാ രംഗത്തും, കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിൽ മാത്രമല്ല, ലോകത്തെല്ലാം ഇപ്പോൾ പിന്നെ ഇയാൾ അമേരിക്കയിൽ ട്രംപ് അധികാരത്തിൽ വന്നെന്താണ്? ഇസ്ലാമിനെ കുറ്റം പറഞ്ഞുകൊണ്ടാണ്. പക്ഷേ ഇപ്പം കാണുന്നത് ഇസ്ലാമിലേക്ക് ആളുകൾ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഇസ്രായേൽ പാലസ്തീൻ വിഷയം വന്ന് നോക്കുമ്പോൾ ആളുകൾ ഇങ്ങനെ ഇസ്ലാമിലേക്ക് കൂടി വരികയാണ്. ആളുകൾ ഇങ്ങനെ ആക്ഷേപിക്കുമ്പോൾ അങ്ങനെ വചനം ഖുർആനിലുണ്ടോ ഒന്നും നോക്കാലോ എന്ന് അന്വേഷിച്ച് നോക്കുമ്പോൾ ഇതിനെപ്പറ്റിയാണോ ഈ പറയുന്നത് എന്ന് ആലോചിച്ച് പോവുകയാണ്. അപ്പോൾ ഇസ്ലാമിനെ കുറിച്ചിട്ട് ആ ശത്രുക്കൾ ഇന്നും ഇന്നലെയൊന്നല്ല, എല്ലാ കാലത്തുമുണ്ട്. പ്രത്യേകിച്ച് ഇസ്ലാമിന്
ഇവിടെ ഇന്ത്യൻ സാഹചര്യത്തിലുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ വെറുപ്പ് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു വിഭാഗം ഇവിടുത്തെ യുക്തിവാദികളുണ്ട്, ഇവിടുത്തെ വലതുപക്ഷ പാർട്ടിക്കാരുണ്ട്, ഇവിടുത്തെ നാസിസ്റ്റ് ക്രിസ്ത്യാനികളുണ്ട്. അപ്പോൾ ഇവരൊക്കെ കൂട്ടമായി, അതുകൊണ്ടാണ് ഇപ്പോൾ എന്താ വെച്ചാൽ മറ്റു സംസ്ഥാനങ്ങളിലൊക്കെ മുസ്ലിങ്ങൾക്ക് ഇതുപോലെ സ്ഥാപനങ്ങളില്ല, ഇതുപോലെ രാഷ്ട്രീയ പാർട്ടികളില്ല, ഇതുപോലെ രാഷ്ട്രീയ നിലനിൽപ്പ് പോലും ഇല്ല. അപ്പോൾ അതുകൊണ്ട് അവിടെയൊക്കെ ജാതീയതക്ക് ഒക്കെ പല കാരണങ്ങളും പറഞ്ഞ് അവർ അധികാരത്തിൽ വന്നു. കേരളത്തിൽ അങ്ങനല്ല. ക്രൈസ്തവർ, ഹൈന്ദവർ, മുസ്ലിങ്ങൾ തുല്യരാണ്. അപ്പോൾ ഇവിടെ മുസ്ലിങ്ങളെ പാർശ്വവൽക്കരിക്കാൻ, ഒറ്റപ്പെടുത്തി ഇല്ലാണ്ടാക്കാൻ എന്താ മാർഗം? ഇവിടുത്തെ ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങൾ അങ്ങനെ കാണിക്കുന്നു, ഇങ്ങനെ കാണിക്കുന്നു എന്ന് പറഞ്ഞ് വെറുപ്പുൽപ്പാദിപ്പിക്കുകയാണ്. അതുകൊണ്ട് താടി വെച്ചവരെയും തലപ്പാവ് വെച്ചവരെയൊക്കെ വെറുപ്പോടെ നോക്കിക്കാണുന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ എറണാകുളത്ത് നടന്ന ബോംബ് സ്ഫോടനത്തിൽ വാർത്ത വരുന്നതിൻ്റെ മുമ്പേ മുസ്ലിങ്ങളായിരിക്കും ഇതിൻ്റെ പിന്നിൽ. ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ പറഞ്ഞ്, പടച്ചോനെ ആ വാർത്ത വന്ന് നോക്കുമ്പോൾ അത് മുസ്ലിം ആകാതിരുന്നെങ്കിൽ എന്ന് ഞാൻ ആശിച്ചു എന്ന് പറയുന്നവരാ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരനാണ്. എന്തുകൊണ്ട് ഹിന്ദു മതത്തിൽപ്പെട്ട ഒരാളാകാതിരുന്നു എന്ന് ചിന്തിച്ചില്ല, ഒരു ക്രിസ്ത്യാനി ആകരുതെന്ന് ചിന്തിച്ചില്ല. അപ്പോൾ അവരൊക്കെ മനസ്സിൽ മുസ്ലിം വിരോധം ഉണ്ട് എന്നതിൻ്റെ സൂചനയാണ് എറണാകുളത്തെ ആ സ്ഫോടനം തെളിയിക്കുന്നത്. അപ്പോൾ പക്ഷേ ഇവിടെ നമുക്ക് ചെയ്യാനുള്ളത്, നമ്മൾ ഇസ്ലാമിനെ പറ്റി ആരെങ്കിലുമൊക്കെ ഒന്നും പറഞ്ഞാൽ തലയിക്കെട്ട് മാറ്റിവെച്ചും താടി മാറ്റിവെച്ചൊന്നും മാറാതെ ഇസ്ലാമിൻ്റെ ഷിആറിൽ തന്നെ നിലനിന്ന് ആകുന്നത്ര ഇസ്ലാമായിട്ട് ജീവിക്കുക എന്നുള്ളതാണ്. ഇസ്ലാമിനെ നമ്മളും വെള്ളപൂശി ഇസ്ലാമിനെ കാലോചിതമായി പരിഷ്കരിക്കാമെന്നും പറഞ്ഞ് ഇസ്ലാമിലുള്ള വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും നമ്മളില്ലാണ്ടാക്കിയാൽ അള്ളാഹു നമ്മളെ മാറ്റിയിട്ട് വേറെ സമൂഹത്തെ കൊണ്ടുവരും. അത് തീർച്ചയാണ് എന്ന് മാത്രമേ ഇതിൽ പറയാനുള്ളൂ.